ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്തൊക്കെയാ ഇപ്പൊ കേട്ടോണ്ടിരിക്കുന്നത് സഹോദരന്മാരെ സഹോദരിമാരെ? ഒരു സഹോദരിയുടെ ദീനരോധനം സോഷ്യൽ മീഡിയയിലെല്ലാം ഇങ്ങനെ കിടന്ന് തകർക്കുകയാണ്. പൊന്നാര ഉസ്താദേ, ആ സ്ത്രീയുടെ ഭർത്താവ് മൊബൈലിലും അതുപോലുള്ള ഈ ആധുനിക സംവിധാനത്തിലും ഒക്കെ നോക്കി അയാൾ ഇങ്ങനെ രസിക്കലാണ്. ഈ അശ്ലീല ചിത്രങ്ങളൊക്കെ നോക്കി അയാൾക്ക് 10-70 വയസ്സ് പ്രായമുണ്ട്. അയാൾ എൻ്റെ കാര്യം നോക്കണില്ല, ഞാൻ കണ്ണീരിലാണ്, ദുരിതത്തിലാണ്, വിഷമത്തിലാണ്. ഏത് മൈലാക്കന്മാരും ഉസ്താദന്മാരും ഒന്ന് വഴുതു പറഞ്ഞാലും സ്ത്രീകളോടാ പറയണത് ഭർത്താവിന് സുജൂദ് ചെയ്യണം, ഭർത്താവിന് അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. ഞങ്ങളുടെ കാര്യം നോക്കാതെ ഞങ്ങളെ കണ്ണീരിലാക്കിയ എന്ത് മൈലാക്കന്മാരാ, എന്ത് ഇസ്ലാമാ? ആ രീതിയിലാണ് അവരുടെ ആവലാദികളും വേദനയും വിഷമമൊക്കെ. എൻ്റെ ബഹുമാനികളെ, ഈ ഹജ്ജത്തുൽ വദാഇന്റെ പ്രസംഗം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട നബി തങ്ങളുടെ സമുദായത്തിനോട് കൊടുത്ത ഉപദേശം. ആ ഉപദേശത്തിൽ പുരുഷന്മാരുടെ ഭാഗത്തേക്ക് തിരിഞ്ഞിട്ടാ, സ്ത്രീയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞിട്ടല്ല പറഞ്ഞ്, പുരുഷന്മാരുടെ ഭാഗത്തേക്ക് തിരിഞ്ഞിട്ട് പറഞ്ഞു, ഇസ്തൗസു ബിന്നിസാഇ ഖൈറാ. നിങ്ങളോട് ഞാൻ നിങ്ങളുടെ ഭാര്യമാരെ സംബന്ധിച്ച് ചില നല്ല കാര്യങ്ങൾ പറഞ്ഞു തരികയാണ്, വളരെ ശ്രദ്ധിക്കണം. എന്നിട്ട് തങ്ങളങ്ങ് എണ്ണി പറയാൻ തുടങ്ങി. നിങ്ങളവരുടെ മുഖത്തടിക്കരുത്, ആക്ഷേപവാക്ക് പറയരുത്, നിങ്ങളെക്കാൾ കഴിവ് കെട്ടവരാണ്, നിങ്ങളെക്കാൾ ആരോഗ്യവും ശക്തിയും കുറഞ്ഞവരാണ്, ഇബാദത്ത് കുറഞ്ഞവരാണ്. എന്നിട്ട് നബി തങ്ങൾ അവസാനിപ്പിക്കണമെന്നറിയോ? അല്ലാഹു അല്ലാഹു ഫിന്നിസാ. നിങ്ങളുടെ ഭാര്യമാരുടെ വിഷയത്തിൽ അള്ളാഹുവിന്റെ ശിക്ഷ പുരുഷന്മാരെ നിങ്ങൾ സൂക്ഷിച്ചോളണം. ഇന്നഹുന്ന അവാനും ഫി ഐദീകും ഔ കമാ ഖാല റസൂലുള്ളാഹി. ഒരു വല്ലാത്ത വാക്കായി പറഞ്ഞത്. നിങ്ങളെ അഭയം പറ്റി അവർ ജീവിക്കുന്നവരാണ് കേട്ടോ, അവർക്ക് വേറെ എങ്ങും പോയി ജീവിക്കാനില്ല, അതുകൊണ്ട് അവരെ വേദനിപ്പിക്കരുത്. ഇത് പറഞ്ഞ നബി തങ്ങളോട് ഒരിക്കൽ സഹാബാക്കൾ ചോദിച്ചു, ഏറ്റവും പരിപൂർണമായ മൂമിനാരാണ് നബിയെ? അയ്യുൽ മൂമിനുന അക്മൽ ഈമാന, പരിപൂർണമായ ഈമാനുള്ള മനുഷ്യൻ ആരാണ് നബിയെ? അഹ്സനു ഖുലുഖൻ മഅ അഹ്ലിഹി ഔ കമാ ഖാല റസൂലുള്ളാഹി. ഭാര്യയോട് നല്ല നിലയ്ക്ക് സഹവർത്തിക്കുന്ന ഭർത്താവാണ് പരിപൂർണമായ മൂമിൻ എന്ന് നബിയുനാ റസൂലുള്ളാഹി. നബിത്തങ്ങൾ പറഞ്ഞു, ഭാര്യമാർ ഏതെങ്കിലും രീതിയിൽ നിന്നെ വേദനിപ്പിച്ചാൽ, നിന്നെ വിഷമിപ്പിച്ചാൽ അതിന് പ്രതികാരം ചെയ്യാതെ അത് സഹിച്ചുകൊണ്ടിട്ട് വീണ്ടും നീ അവൾക്ക് സഹായം ചെയ്തു കഴിഞ്ഞാൽ, മൻ സബറ അലാ സൂഇ ഖുലുഖി ഇംറാതിഹി, ഭാര്യയുടെ ദുസ്വഭാവത്തിന് ഒരു ഭർത്താവ് ക്ഷമിച്ചാൽ, അഅതാഹുല്ലാഹു മിസ്ല മാ ഉഅതി അയ്യൂബ് അലൈഹിസ്സലാം ഔ കമാ ഖാല റസൂലുള്ളാഹി. രാത്രി മുഴുവൻ നിക്കരിക്കാനല്ല ആണുങ്ങളോട് പറഞ്ഞത്, പകല് മുഴുവൻ നോമ്പ് പിടിക്കാനല്ല ആണുങ്ങളോട് പറഞ്ഞത്, മൊത്തം വാരി സദക്ക ചെയ്യാനല്ല ആണുങ്ങളോട് പറഞ്ഞത്. എന്ത് കിട്ടാൻ? നിങ്ങളെ പ്രവാചകന്മാരുടെ പദവിയിലേക്ക് ഉയർത്താൻ. ശ്രദ്ധിച്ചത്, ഒരു പുരുഷന് പ്രവാചകന്മാരുടെ പദവിയിലേക്ക് എത്തണോ? നബി തങ്ങൾ പറഞ്ഞു, ഭാര്യമാരുടെ ഭാഗത്തു നിന്നുള്ള വിഷമിപ്പിക്കലും അവരുടെ ദുർവാശികളും അവരുടെ പിണക്കങ്ങളും അവരുടെ ബുദ്ധിമുട്ടിപ്പിക്കലും നീ ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്താൽ നിന്നെ അല്ലാഹു തആല പ്രവാചകന്മാരുടെ പദവിയിലേക്ക് ഉയർത്തുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇതെല്ലാം പുരുഷൻ എത്ര ഞാൻ ഈ കുടുംബജീവിതം പറഞ്ഞാൽ 1.5 ദിവസം ഭർത്താക്കന്മാർക്ക് ഭാര്യയോടുള്ള കടമയെ പറയാം, 1/2 ദിവസം ഇങ്ങോട്ടുള്ളത് പറയുള്ളൂ. കാരണം അവിടെ നിന്ന് അത്രയേ ഉള്ളൂ, ഇവിടെ നിന്നാണ് കൂടുതലേ. നബിത്തങ്ങളുടെ സ്വഭാവത്തെ പറ്റി തങ്ങൾ എന്താ പറഞ്ഞ്? വീട്ടിലേക്ക് ചെന്നാൽ അടിച്ചു വാരും, പാത്രം കഴുകി കൊടുക്കും, തുണി അലക്കി കൊടുക്കും, ചെരുപ്പ് തുന്നിക്കൊടുക്കും, വെള്ളം കോരി. ഇതൊക്കെ ചെയ്താലേ സുന്നിയാവുള്ളൂ. കാരണം ഇത് ആരുടെ പരിപാടിയാ? അഷ്റഫുൽ ഖൽഖി നബിയുനാ റസൂലുള്ളാഹി. അങ്ങനെ ക്ഷമിച്ചതിന്റെ വ്യക്തമായ തെളിവ് പരിശുദ്ധ ഖുർആൻ എടുത്തു പറയാ. ലറബല്ലാഹു മസലൻ ലില്ലദീന കഫറു ഇംറാത നൂഹ് വഇംറാത ലൂത്ത്. ഭാര്യയുടെ പീഡനങ്ങൾ സഹിച്ചിട്ട് വിവാഹമോചനം നടത്താതെ അവരെ തൻ്റെ ഭാര്യയാക്കി കൊണ്ടുപോയി നടന്നതിൻ്റെ പേരിൽ അല്ലാഹു തആല ഉയർന്ന പദവി കൊടുത്ത പ്രവാചകന്മാരാണ് ലൂത്ത് നബിയും നൂഹ് നബിയും. ഇങ്ങനെ എന്തോരാ വാർത്ത. ഇവിടെയൊക്കെ പെശകണം എന്താണെന്നറിയോ? നബിത്തങ്ങൾ വിവാഹിതരാകാൻ പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞ്? ഫളഫർ ബിദാത്തിദ്ദീൻ തരിബത് യദാക്. മതബോധമുള്ള ഇണയെ നിങ്ങൾ തിരഞ്ഞെടുത്തോ, നിങ്ങളുടെ ദാമ്പത്യ ജീവിതം സന്തോഷകരൻ. ഏതാണ്ട് ഇരുകാലി 2 കാലയിൽ ഇങ്ങനെ അടക്കണു, തന്നെയല്ല കുറേ പണം ഉണ്ടാവും. ദീനെന്ന് പറയണതുണ്ടായില്ല. ദീനില്ലേ, നിങ്ങൾ ഉദ്ദേശിച്ച പോലെ വിവാഹ ജീവിതം സന്തോഷകരമാക്കാൻ പറ്റൂല എന്ന് നബിയുനാ റസൂലുള്ളാഹി. 1.5 ദിവസമാ ഭർത്താവിന് ഭാര്യയോടുള്ള കടമ പറയണേ. 1.5 ദിവസം. എൻ്റെ ശൈലി എങ്ങനെയാ? 1/2 ദിവസമാ അവിടെ നിന്നോട് പറയുള്ളൂ. കാരണം അവിടെ നിന്ന് ഇങ്ങോട്ടല്ല കടപ്പാട് കൂടുതൽ, ഇവിടുന്ന് അങ്ങോട്ടാ കടപ്പാട് കൂടുതൽ. അർരിജാലു ഖവ്വാമൂന അലന്നിസാ ബിമാ ഫളലല്ലാഹു ബഅദഹും അലാ ബഅദ് വബിമാ അൻഫഖൂ മിൻ അംവാലിഹിം ഫസ്സാലിഹാതു ഖാനിതാത്തുൻ ഹാഫിളാത്തുൻ ലിൽഗൈബി ബിമാ ഹഫിളത. ഇവർക്ക് 2-3 കാര്യം മാത്രം ചെയ്താൽ മതി. ഇവർക്ക് സ്വർഗ്ഗത്തിൽ പോകാൻ കൂടുതൽ പണിയൊന്നും എടുക്കണ്ട. 5 നേരം നിസ്കരിക്കുക, റമളാൻ മാസത്തിൽ നോമ്പ് പിടിക്കുക, ഗുഹ്യഭാഗത്തെ ഹറാമിൽ സൂക്ഷിക്കുക, ഭർത്താവിനെ അനുസരിക്കുക. 4 എണ്ണുള്ളൂ.
4 കാര്യങ്ങളെ ഭാര്യമാർക്ക് ചെയ്യേണ്ടതുള്ളൂ. ഹജ്ജൊക്കെ ചെയ്യിപ്പിക്കേണ്ടത് നിങ്ങളുടെ കടമയാ, അവർക്ക് ഹജ്ജിൽ കടമയില്ല, നിങ്ങളുകൊണ്ട് ചെയ്യിപ്പിക്കണം. അതാ നിങ്ങൾക്കാണ് കടമകൾ. എന്താ പക്ഷെ ഇന്ന് അങ്ങനെയല്ല പലരും മനസ്സിലാക്കിയേക്കണത്. ഇങ്ങോട്ടാണ് കടമ കൂടുതലെന്നാ. ഇങ്ങോട്ടല്ല കടമ, അങ്ങോട്ടാ കടമ കൂടുതൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല തങ്ങളല്ലേ പറഞ്ഞത്, ഇന്നഹുന്ന അവാനും ഫീ ഐദീകും. ഞാൻ അതിലേക്ക് കടന്നു വരുവാ. നമ്മുടെ വിഷയം എന്താണ്? ഭർത്താവ് ഭാര്യയുടെ മടിയിൽ തലവെച്ച് കിടക്കുകയാണ്. ഭർത്താവ് ആരാണ്? നബിയുനാ റസൂലുള്ളാഹി. ഭാര്യ ആരാണ്? ബഹുമാനപ്പെട്ട ആയിഷത്തു തുഹ്റ റളിയല്ലാഹു തആല അൻഹ. ഇങ്ങനെയുള്ളൊരവസ്ഥ ഈ മാളിയക്കപ്പടിക്കലും പരിസരത്തുമൊക്കെ എന്നാണോ ഉണ്ടാകുന്നത്, അന്നാണ് നിങ്ങളുടെ കുടുംബം സന്തുഷ്ട കുടുംബമാകുക. അതാണ് വിഷയം. സന്തുഷ്ട കുടുംബം. ഭാര്യയുടെ മടിയിൽ ഭർത്താവ് തലവെച്ച് കിടക്കുക, ഭർത്താവിന്റെ മടിയിൽ ഭാര്യ തലവെച്ച് കിടക്കുക. ഇങ്ങനെ ഒരവസ്ഥ നിങ്ങളുടെയൊക്കെ കുടുംബജീവിതത്തിൽ എന്നാണോ വരുന്നത്, അന്നാണ് സന്തുഷ്ട കുടുംബം. ഞങ്ങൾ അങ്ങനെയൊക്കെ കിടക്കുന്ന ആൾക്കാരാണ് മനസ്സിലാറ്. ഓഹോ, അപ്പൊ നിങ്ങൾ വലിയ സുന്നികളാണല്ലോ. അതെങ്ങനെയാ നിങ്ങളങ്ങനെ കിടന്നേ? അതേ മുസ്ലിയാരെ, ഞാൻ കല്യാണം കഴിഞ്ഞപ്പോ ഒരു കാറ് വാടകയ്ക്ക് എടുത്തോണ്ട് പെണ്ണുമ്പിള്ളേനെ കയറ്റി നേരെ കോവളത്തേക്ക് അങ്ങോട്ട് പോയി. ഓഹോ, സ്വന്തം കാറ് ഞാൻ കാശില്ലാത്തവരാണ് വാടകയ്ക്ക് എടുക്കുക. അങ്ങനെ കോവളത്തെ ഒന്നിപ്പോണ്ട് മുസ്ലിയാരെ സായിപ്പും മാതാമയും ഒക്കെ എല്ലാം അഴിച്ചു കളഞ്ഞിട്ട് ഇങ്ങനെ മടിയിലൊക്കെ തല വെച്ചൊക്കെ കിടക്കുകയാണ്. അപ്പം ഞാനും അഴിച്ചു കളഞ്ഞു, പെണ്ണുമ്പിള്ളയുടെ അഴിച്ചു കളഞ്ഞു. ഞങ്ങൾ രണ്ടാളും അങ്ങനെ ആ മുണപ്പുറത്ത് അങ്ങനെ തലയൊക്കെ വെച്ച് കിടന്നു മുസ്ലിയാരെ. അല്ലാണ്ട് ഇപ്പം ഞങ്ങളൊക്കെ ആ രീതിയിലൊക്കെ ഉള്ള ആൾക്കാർ തന്നെയാണ്. ഇതിൻ്റെ പേര് തനിച്ച് ഹറാമെന്നാ. ആ കാറ് വാടകയ്ക്കെടുത്തത് ഹറാമാണ്, യാത്ര ചെയ്തു ഹറാമാണ്, അതിന് സമയം മുടക്കിയത് ഹറാമാണ്, അവിടെ ചെന്നിട്ട് കോവളത്ത് ചെന്നിട്ടല്ല അഴിച്ചു കളഞ്ഞത് ഹറാമാണ്, മടിയിൽ വെച്ചതും ഹറാമാണ്. ഇതിനൊക്കെ ശിക്ഷയാണ്. അങ്ങനെയുള്ള ശൈലിയല്ല ഈ പറഞ്ഞു വന്നത്. പിന്നെ എന്താ ഇന്നിപ്പോൾ വീട്ടിലേക്ക് അങ്ങോട്ട് എല്ലാം വെടിയുള്ള എന്നാ നീ ഇവിടെ ഇരിക്കണി, ഞാൻ മടിയിലേക്കൊന്ന് വെക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതാണോ? അതുമല്ല. അവിടെ അപ്പായും മായും കാരണവന്മാരും മക്കളൊക്കെ ഉണ്ട്, അങ്ങനെയൊന്നുമല്ല. പിന്നെ ഇതിനൊക്കെ ഒരു സാഹചര്യം കിട്ടുമ്പോൾ അത് ആ നിലയ്ക്ക് ഉപയോഗപ്പെടുത്തണം. അത് സുന്നത്താണ്. ഇത് ചുമ്മാ വേറെ ആരെങ്കിലും ചെയ്തതല്ല. മഹാനായ നബിയുനാ റസൂലുള്ളാഹി തങ്ങളാണ് ഇപ്പൊ ഈ മടിയിലേക്ക് തല വെച്ചത്. ആരുടെ മടിയിലേക്കാണ്? ഭാര്യയുടെ മടിയിലേക്കാണ് വച്ചിരിക്കുന്നത്. ഇതിനൊക്കെ സാഹചര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ അത് ഉപയോഗപ്പെടുത്തുമ്പോൾ നിങ്ങൾക്കൊരു സുന്നത്ത് കിട്ടുവാണ്. ഭാര്യയുടെ മടിയിൽ ഭർത്താവ് തലവെക്കുമ്പോൾ ഒരു സുന്നത്ത് വന്നു, ഭർത്താവിന്റെ മടിയിൽ ഭാര്യ തലവെക്കുമ്പോഴും ഒരു സുന്നത്ത് വന്നു. അപ്പൊ ആ സന്ദർഭത്തിലൊന്നും അതിനെ എതിർക്കൊച്ചപ്പാടൊന്നും ചെയ്യരുത്. പിന്നെ ഇപ്പൊ ഇതൊക്കെ എതിർക്കണതൊക്കെ എപ്പോഴാ? അതൊക്കെ ഉണ്ടാവും. നിങ്ങൾ എന്നിട്ട് വെണ്ണുമ്പോൾ ആരുമില്ല, മുറിയിൽ ആരുമില്ല, മുപ്പത്തിയാറ് ഒറ്റയ്ക്ക് ആ കട്ടിലേൽ ഇരിക്കുകയാണ്. നിങ്ങൾ അടുത്ത് എന്നിട്ട് ആ മടിയിലേക്ക് തല വെക്കുമ്പോ ഓഹോ, ഇപ്പൊ കയറ്റി മടിയിലേക്കാണല്ലോ, ആ തലകടയിൽ വെക്കണം. ഇത് പറയണത് എന്തുകൊണ്ടാ? ബാക്കിയുള്ളത് ശരിയായിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇവിടെ പ്രശ്നം. ഇത് വെക്കണത് പെണ്ണുമ്പോൾ അംഗീകരിക്കണില്ല. അതുപോലെ തന്നെ ഇനി പെണ്ണുമ്പോൾ ഒന്ന് വെക്കട്ടെ. ആ റസൂലുള്ള സുന്നത്ത്, റസൂലുള്ളാന്റെ സുന്നത്തല്ല എന്നാ ഞാൻ നിങ്ങളുടെ മടിയിലേക്ക് തല വെക്കട്ടെ. അങ്ങനെ മനസ്സുകൊണ്ട്, അല്ലാണ്ട് നാക്കൊണ്ട് പറയണമൊന്നുമില്ല. ഓഹോ, ഇവളിപ്പോ മടിയിലേക്കാണല്ലോ കയറ്റിയേക്കണേ, അങ്ങോട്ട് മാറ്റിയാണെങ്കിൽ ഒരു തട്ട അങ്ങോട്ട് തലക്കിട്ടല്ല. ഇത് രണ്ടും പറ്റൂല. ഇതെന്തേ തട്ടാവുന്ന കണ്ടീഷനിലെ രണ്ട് നിൽക്കണതേ. അങ്ങനെയല്ല. ഈ ഒരു അവസ്ഥ നിങ്ങൾക്ക് എപ്പോഴാണോ സന്തോഷത്തോടെ വരുന്നത്, അപ്പോഴാണ് കുടുംബം ഇത് സന്തോഷമാവുക. അതെങ്ങനെയാ അതുണ്ടാവണേന്നാണ് ഇൻഷാ അല്ലാഹ് ഇന്നും നാളെയൊക്കെ ആയിട്ട് പറയാൻ പോകുന്നത്. കുടുംബജീവിതം എങ്ങനെ സന്തുഷ്ടമാക്കാം. ഭാര്യയുടെ മടിയിൽ ഭർത്താവ് തലവെച്ച് കിടക്കുന്ന ഒരവസ്ഥ ഈ പിന്നെ മാളിയൊക്കെ പഠിക്കലോ കുഴിയേലി പഠിക്കലോ ഈ പരിസരത്തൊക്കെ എന്നാണോ നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാകുന്നത്, അന്നാണ് നിങ്ങളുടെ കുടുംബം സന്തുഷ്ട കുടുംബം. അതാണ് നോട്ടീസിൽ വെച്ചാണ് വിഷയം. അതാണ് സന്തുഷ്ട കുടുംബം. നിങ്ങൾ കുറെ കാശുണ്ടാക്കിയത് കൊണ്ടിട്ടൊന്നും നിങ്ങളുടെ കുടുംബജീവിതം സന്തോഷമാക്കാമെന്നൊന്നും നിങ്ങൾ ധരിക്കേണ്ട. കുറെ പണമുണ്ട്, അങ്ങനെയുള്ളപ്പോൾ പാടുവിട്ട് പണമൊക്കെ ഉണ്ടാക്കുകയാണല്ലോ. നിങ്ങളൊരു വലിയ മനോഹരമായ അമ്പര ചുംബിയാവുന്ന കൊട്ടാരം ഉണ്ടാക്കി നിങ്ങളുടെ കുടുംബജീവിതം സന്തോഷമാക്കാൻ നിങ്ങൾ ധരിക്കൊന്നും വേണ്ട. വിലപിടിപ്പുള്ള കോടികൾ വിലമതിക്കുന്ന കാറ് നിങ്ങൾ വാങ്ങി കുടുംബജീവിതം സന്തോഷമാക്കാൻ നിങ്ങൾ ധരിക്കൊന്നും വേണ്ട. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും കോടികളുടെ ബിസിനസ് ലാഭവുമായിട്ട് വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ കൊട്ടാര തുല്യമായ വീടിന്റെ മട്ടുപ്പാവിൽ നിന്നിട്ട് ഭാര്യ അങ്ങനെ വൈകുന്നേരം കേട്ടോ അങ്ങനെ സാരി ഇങ്ങനെ ഒരു കുത്തൊക്കെ കുത്തിയിട്ട് വന്നു തുടങ്ങി സന്ധ്യയിപ്പ. നിങ്ങൾ പറയാടാങ്ങാതി നിങ്ങൾ AC മുറി അവിടെ ഉണ്ടാക്കിയിട്ടാണ് പട്ടുമെത്തി.
അതിനകത്ത് കയറി കിടക്കാൻ എന്താ സുഖം പറ? പെണ്ണുമ്പിള്ളേ ഇപ്പൊ പറയണ നിങ്ങൾക്ക് കാശില്ലേ? ഇല്ലേ? കാറില്ലേ? സൗകര്യമില്ലേ? പെണ്ണുമ്പിള്ള സ്വീകരിക്കണേ കേൾക്കണേ. ഇനി നീ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ ഭാര്യ എന്തോ ഒരു സംഭവത്തിന് സാക്ഷിയായിട്ട് ഇങ്ങനെ വേദനിച്ച് വിഷമിച്ച് ഇങ്ങനെ മുഖം വല്ലാതെ വീർത്തിങ്ങനെ ഇരിക്കുകയാണ്, സങ്കടപ്പെട്ടിരിക്കുകയാണ്. നീ അങ്ങോട്ട് കയറി ചെല്ലുമ്പോ എന്താടി ഈ കടന്നിലൂത്തിയ മോന്താരിങ്ങനെ വീർപ്പിച്ചോണ്ടിരിക്കണേ? പറ. അവിടെ നല്ല പട്ടുമെത്തയുണ്ട്, AC മുറിയുണ്ട്. പറ, എങ്ങനെയാ കുടുംബത്തിൽ സന്തോഷം ഉണ്ടാകുക? പറ. നേരെ മറിച്ച് കൂലിപ്പണിക്കാരനാ, കയ്യിലൊരു പൊതി, തലയിലൊരു പൊതി, തോളത്തൊരു പൊതി, ഇതൊക്കെ പിടിച്ചോണ്ട് ഇങ്ങനെ വീട്ടിലേക്ക് കയറി വരുമ്പോ പെണ്ണുമ്പിള്ള ഉമ്മർത്ത് നിന്നിട്ട് അല്ലോ പെട്ടെന്ന് മുറ്റത്തേക്ക് ഇറങ്ങി, പഠിച്ചവനെ എന്തിനാ ഇത്രയൊക്കെ കൊണ്ടുവന്നത്? അല്ലെങ്കിൽ തന്നെ പുറം വേദനയാണ്, കഴുത്തിന് വേദനയാണ്, നമുക്ക് ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? വല്ല ഒരു പൊതി അങ്ങ് കൊണ്ടുവന്നാ പോരെ? വേഗം ആ പൊതിയെല്ലാം വാങ്ങി പിന്നെ വരാന്തയിലും അകത്തൊക്കെ കൊണ്ടുവന്ന് വെച്ച് ആ കാത്തു വെച്ചാർന്ന കട്ടൻ ചായ എടുത്തോ നമ്മൾ കൊടുത്ത്, വെള്ളം ഞാൻ ചൂടാക്കി വെച്ചിട്ടുണ്ട്, ഇപ്പൊ കുളിക്കണ്ട, അതേ ഭക്ഷണം കഴിച്ചിട്ടാണോ കുളിക്കുന്നത്? ഞാൻ നിസ്കരിച്ചിട്ടില്ല, നമുക്ക് ഒരുമിച്ച് നിസ്കരിക്കാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. എടി എന്നാ ഞാൻ കുളിക്കട്ടെ, ഇൻഷാ അല്ലാഹ് കുളിച്ചിട്ട് നമുക്ക് നിസ്കാരം കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാം. എന്നാ വേഗം പോയി കുളിച്ചോണ്ടോ, ഞാൻ ഈ പൊതിയൊക്കെ എടുത്ത് അകത്തേക്ക് വെക്കാം. അവിടെ കാറ് വേണോ? കോടികളുടെ വേണോ? അവിടെ പിന്നെ കൊട്ടാരം വേണോ? അവിടെ പട്ടുമെത്ത വേണോ? ചുമ്മാ ഒരു ബലപുറത്തിരുന്നാൽ മതിയല്ലോ രണ്ടെണ്ണത്തിനോട്. ഇനി പെണ്ണുമ്പിള്ള നീ അങ്ങോട്ട് കയറി ചെല്ലുമ്പോ അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. അല്ല എന്താ എന്നൊരു സലാം അടക്കലിങ്ങനെ ഒരു ജീവനില്ലാത്ത ഒന്നുമില്ല എന്ന് പറയണ്ട, എന്തോ വിഷയമുണ്ട്. നിന്റെ മുഖത്തിന് എന്തോ ഒരു വല്ലാത്തൊരു എന്തോ ഇവിടെ എന്താ എന്തോ ഉണ്ടായതുപോലെ ഒന്നും ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. സാധാരണ ഇപ്പൊ നീ സലാം അടക്കലല്ലോ. അതെ എൻ്റെ പെണ്ണെ, ഞാൻ ആ ഫ്രിഡ്ജിന്റെ പ്ലഗ് ഊരിയിട്ടേക്ക് പറഞ്ഞു. അത് എൻ്റെ പഠിച്ചോനെ ഞാനതെല്ലാം ഫ്രിഡ്ജെല്ലാം ഒക്കെ ക്ലീൻ ചെയ്തിട്ട് രണ്ടാമത് ആ പ്ലഗ് അങ്ങോട്ട് കുത്തി സ്വിച്ച് അങ്ങോട്ട് ഇട്ടതൊരു ഞാൻ നോക്കുമ്പോ ഫ്രിഡ്ജിന്റെ ഉള്ളിൽ നിന്നൊക്കെ പുക പുറത്തേക്ക് വരാണ്. തുറന്നു നോക്കിയപ്പോ മൊത്തം പുകയാ, പിന്നെ ഒരനക്കോ ഇല്ല, കരിഞ്ഞിരിക്കുക ഫ്രിഡ്ജാകെ. അല്ലാ, നീ ഇതിനു വേണ്ടിയിട്ടപ്പൊ ഈ വിഷമിക്കണേ? നീ ഇതിനു വേണ്ടി ഇപ്പൊ ഈ ദുഃഖിക്കണേ, വേദനിക്കണേ? ഒരു ഫ്രിഡ്ജ് പോയെന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ ആലോചിച്ച് വെറുതെ ഇല്ലാത്ത സൂക്കേടൊക്കെ. ഫ്രിഡ്ജ് എന്നല്ല, ഈ വീട് പോകാനുള്ളതാ, ഞാൻ പോകാനുള്ളതാ, നീ പോകാനുള്ളതാണ്, ഈ ദുനിയാവ് ഒക്കെ പോകാനുള്ളതാണ്. നീ അതുകൊണ്ട് വിഷമിക്കല്ലേ. നാളെ തന്നെ ഇൻഷാ അല്ലാഹ് ഇതിനേക്കാൾ നല്ല അത് നീ അവിടെ എങ്ങാണ്ട് തുടക്കോ ക്ലീൻ ചെയ്യുന്നത് എങ്ങാണ്ട് എവിടെയെങ്കിലും വെള്ളം എന്തെങ്കിലും കയറിയിട്ടുണ്ടാവും. അപ്പൊ രണ്ടാമത് പിളക്ക് കുത്തി കഴിഞ്ഞപ്പോ എന്തായി? ഷോർട്ടായി, അങ്ങനെ തട്ടിയതാണിത്. നീ അതിനൊന്നും പേടിക്കൊന്നും വേണ്ട. ഇൻഷാ അല്ലാഹ് നമുക്ക് വേറെ നല്ല ഫ്രിഡ്ജ് ഇന്ന് തന്നെ പോയി മേടിക്കണോ? ഇന്ന് വേണ്ട, അത് എന്തായാലും ഇത് പോയല്ലോ എന്നുള്ള വിഷമത്ത് നീ അന്ന് എനിക്കൊന്നും വേണ്ട, നീ ചായ എടുക്കുക. പറ, ഇവിടെ പട്ടുമെത്ത വേണോ? ഒരു പുല്ലായി വരാങ്ങാതെ രണ്ടുപേർക്കും വേണേ പറ. എന്തിനാന്നേ കാശ് പറ. നിങ്ങളുടെ രണ്ടുപേരുടെയും ഇടയിൽ നേരത്തെ സൂചിപ്പിച്ച ഒരവസ്ഥ ഉണ്ടാകാൻ എന്ന് പറഞ്ഞാൽ ഭർത്താവിന്റെ മടിയിൽ ഭാര്യയോ ഭാര്യയുടെ മടിയിൽ ഭർത്താവോ തലവെച്ച് കിടക്കുന്ന ഒരവസ്ഥ നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാകാൻ നിങ്ങളുടെ രണ്ടുപേരുടെയും മധ്യത്തിൽ ഒരു മൂന്നാം കക്ഷി കയറുന്നു വരണം. അപ്പോഴാണ് നിങ്ങളുടെ കുടുംബജീവിതം സന്തോഷമുള്ളൂ. രണ്ടുപേരുടെയും നടുക്ക് ഒരു മൂന്നാം കക്ഷി കയറി വരണം. ഈ മൂന്നാം കക്ഷി രണ്ടുപേരുടെയും സെൻട്രൽ ഉണ്ടെങ്കിൽ ഇവിടം ക്ലിയർ ആകുള്ളൂ, ഇവിടം ക്ലിയർ ആകുള്ളൂ. ഏതാണ് ആ മൂന്നാം കക്ഷി? ആ കക്ഷീനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നു. കുടുംബജീവിതം സന്തോഷമാകാൻ എന്റെ ബഹുമാനികളെ സാമ്പത്തിക വർധനവ് കൊണ്ടോ അല്ലെങ്കിൽ സ്ഥാനമാനങ്ങളെ കൊണ്ടോ അല്ലെങ്കിൽ സൗന്ദര്യങ്ങളെ കൊണ്ടോ അല്ലെങ്കിൽ തറവാടുത്തം കൊണ്ടോ ഈ നിലക്ക് ഒന്നും നിങ്ങളുടെ കുടുംബജീവിതം സന്തോഷാക്കാമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കണ്ട. അധികാരമൊക്കെ ശരിയിരുന്ന ആളല്ലേ. പിന്നെ ബ്രിട്ടനിലെ ചാൾസിന്റെ ഭാര്യ ഡയാന രാജകുമാരി അല്ലേ? ചിന്തിച്ചു നോക്കി, അധികാരം ഉണ്ടായിരുന്നില്ലേ? കൊട്ടാരത്തിൽ നിന്നും രാജാവിനെ ഒഴിവാക്കിയിട്ട് ആ സ്ത്രീ എന്തു പറഞ്ഞു? ഡയാന രാജകുമാരി പറഞ്ഞു, എനിക്ക് മനുഷ്യനുമായിട്ടുള്ള ജീവിതം വേണ്ട, ഇറങ്ങിപ്പോന്നു കൊട്ടാരത്തിൽ നിന്ന്. എന്തി അവരുടെയൊക്കെ ജീവിതത്തിൽ എന്താ സംഭവിച്ചു മാനികളെ? അവളെ പിന്നെ അള്ളാഹ് അനുഗ്രഹിച്ച് പിന്നെ സഹായിക്കാൻ നമ്മുടെ കാക്കാച്ചർക്കം കൂടെ കൂടി. അത് നമ്മൾ പിന്നെ അങ്ങനെയൊക്കെയുള്ള കാര്യത്തിലൊക്കെ വലിയ മുമ്പന്തിയിലാണ്. നീ രാജാവിനെ കളഞ്ഞൊഴിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പരിഹരിച്ചു തരാം. ഈ കാരടിച്ചപ്പോൾ അവനും ചത്തുപോയി, കണ്ടില്ലാന്ന പേപ്പറിൽ ഡയാന രാജകുമാരിയുടെ ചത്തു ചെയ്തൊരു കാക്കാച്ചർക്കനാ.
നമ്മളൊക്കെ എല്ലാത്തിലും മുമ്പന്തിലാട്ടോ. എന്തോരം കഞ്ചാവ് വേണം, എന്തോരം ബ്രാൻഡി വേണം, എന്തോരം. ഇപ്പൊ പുതിയൊരു സാധനം ഇറങ്ങിയിട്ടുണ്ടല്ലോ, LCD ഇങ്ങനെ ഈ നാക്കയിൽ ഇങ്ങനെ ഒട്ടിക്കണമെന്ന് പറയണേ, വളരെ ചെറുത്. അതൊക്കെ നമ്മുടെ പിള്ളേർ കാക്കാൻ പിള്ളേരോട് ചോദിച്ചാൽ കിട്ടും. അല്ലാണ്ട് ഇവിടുത്തെ രസാടി പിള്ളേരോട് ചോദിച്ചാൽ അവന്മാർക്ക് അറിയാൻ പാടില്ല എന്താ സാധനം. ഹിന്ദു പിള്ളേരോട് ചോദിച്ചാൽ അവന്മാർക്ക് അറിയാൻ പാടില്ല. നമ്മുടെ കാക്കാ പിള്ളേരോട് ചോദിച്ചാൽ അവർ വേണമെങ്കിൽ ഹോൾസെയിലായിട്ട് സാധനം എത്തിച്ചു. അള്ളാഹുവേ അള്ളാഹുവേ, ഉമ്മത്തിനെ നേരെയാക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ അദാബില്ലാതെ നടക്കൂല ബഹുമാനികളെ. പോട്ടെ, വിഷയം മാറിപ്പോവും, ഇവിടെ ഇരുന്നോട്ടെ. നമ്മുടെ മക്കളെയൊക്കെ നല്ല വഴിക്ക് നയിച്ച് കണ്ണിന് കുളിർമ നൽകുന്ന നല്ല മക്കളാക്കി അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. നമ്മൾ ശ്രദ്ധിച്ചാൽ എന്താ പറഞ്ഞത്? അധികാരം കൊണ്ടിട്ട് നിങ്ങളുടെ കുടുംബജീവിതം സന്തോഷമാക്കാമെന്നത് അല്ല. നമ്മുടെ കേരളത്തിലുണ്ടായില്ലേ ഗണേശ് എന്ന് പറഞ്ഞിട്ടൊരു ട്രാൻസ്പോർട്ട് മന്ത്രി ഉണ്ടായതല്ലേ? മുകളിൽ ചുവന്ന ലൈറ്റ്, മുമ്പിൽ കൊടി, പുറകിലും പിന്നെ മുന്നിലും എല്ലാം പിന്നെ സെക്യൂരിറ്റി പോലീസുകാര് ഒക്കെ ഉണ്ടായിരുന്നല്ലേ നമ്മുടെ കേരളത്തില്. ബാലകൃഷ്ണൻ പിള്ളയുടെ മോൻ മന്ത്രിയായിട്ടിരിക്കുമ്പോഴാണ് പെണ്ണുമ്പിള്ള ചവിട്ട് ടിക്കറ്റ് അടിച്ച്. നിങ്ങളൊക്കെ കണ്ടില്ലേ? ഞാൻ ചോദിക്കട്ടെ, ഒരു മന്ത്രി കസേര ഇരുന്നിട്ട് എന്തേ അയാളുടെ ദാമ്പത്യ ജീവിതം സന്തോഷമാക്കാൻ കഴിയാതിരുന്നത്? നിങ്ങൾ ആ വഴിക്കൊന്നും ചിന്തിക്കണ്ട. കുടുംബജീവിതം സന്തോഷമാക്കാൻ വേണ്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ആവാനും നോക്കണ്ട. പണത്തിന്റെ പുറകെ നിങ്ങൾ പോകണ്ട. കുടുംബജീവിതം സന്തോഷം. നമ്മളൊക്കെ ഈ പണിയെടുക്കണമെന്നില്ല, സന്തോഷത്തിനല്ലേ. എന്റെ ജീവിതത്തിൽ മറക്കാത്തൊരു സംഭവം ഉണ്ട് എനിക്ക്. കോട്ടയം ജില്ലയിൽ ഞാനൊരു സ്ഥലത്ത് വഴുതിന് പോയി. ഒരു 4-5 ദിവസത്തെ പരിപാടിയാണ്. വയത് കഴിഞ്ഞിട്ട് ഒരു ദിവസം അവിടെ താമസിക്കുകയാണ്. ഒരു ദിവസം ഉച്ചഭക്ഷണം കഴിക്കാൻ എന്നെ ഒരു വീട്ടിലേക്ക് കൊണ്ടുപോകണം. അയാൾ ഇന്ന് അയാളുടെ കാറിൽ തന്നെ കയറ്റി കൊണ്ടുപോകണം. അവിടെ ചെന്ന് ഒരു വിശാലമായ റബ്ബർ തോട്ടത്തിന്റെ നടുക്കുള്ളൊരു ടെറസ് വീട്, വിശാലമായ ഡൈനിങ് ഹാള്, ഇഷ്ടം പോലെ വിഭവസമൃദ്ധമായ ഭക്ഷണമൊക്കെ കിട്ടി. എല്ലാം കഴിച്ച് അയാൾ എന്നെ കൊണ്ടുവന്നാക്കാൻ വേണ്ടി തിരിച്ചു പോരുമ്പോ ജംഗ്ഷനിൽ കുറെ ലൈൻ കെട്ടിടം കണ്ടു. ഉസ്താദെ, ഈ കെട്ടിടം എല്ലാം എന്റേതാണ്. ഇത് ഞാൻ എവിടെന്നെങ്കിലും ആരെങ്കിലും വാങ്ങിച്ചൊന്നും ഉണ്ടാക്കിയതല്ല, എന്റെ സ്വന്തം അധ്വാനത്തിൽ ഞാൻ ഉണ്ടാക്കിയതാണ്. അതുപോലെ ഉസ്താദെ, അവിടെ ഇരുന്ന് എന്റെ ആ വീടുണ്ടല്ലോ ഉസ്താദ്, ഞാൻ സ്വന്തം അധ്വാനത്തിൽ അള്ളാഹു എനിക്ക് തന്നുണ്ടാക്കിയ വീടാണ്. 10-16 ഏക്കർ റബ്ബർ തോട്ടമുണ്ട് ഉസ്താദെ, എന്റെ സ്വന്തം സ്വത്താണ്. ഇതെല്ലാം ഇങ്ങനെ പോകുന്ന വഴിക്ക് എന്നോട് പറയുന്ന ഇയാള് ഈ താമസിക്കുന്ന റൂമിന്റെ അവിടെ ചെന്ന് എന്നെ ഇറക്കി ഇട്ട് കഴിഞ്ഞിട്ട് ഇയാൾ എന്റെ പുറകെ റൂമിലേക്ക് കയറും. റൂമിൽ കയറി വന്നിട്ട് എന്നോട് ചോദിച്ചു, ഉസ്താദേ, ഞാനിവിടെ ഇരുന്ന് ഇത്തിരി നേരം വർത്താനം പറയണേന് വല്ല? ഞാൻ പറഞ്ഞു, ഒരു വർത്താനം വിഷമമില്ല, നിങ്ങൾ ഇഷ്ടം പോലെ പറഞ്ഞോളാം പറഞ്ഞു. അവളെ എന്നിട്ട് പറഞ്ഞു, ഉസ്താദേ, ആ കാണിച്ചു തന്ന സ്വത്തുക്കളെല്ലാം എൻ്റെ സ്വന്തം അധ്വാനത്തിൽ ഉണ്ടായതാന്ന് ഞാൻ പറഞ്ഞല്ലോ. അതെ, എനിക്ക് എത്ര വയസ്സുണ്ടാവും ഉസ്താദേ? ഞങ്ങളയാൾ എങ്ങനെ നോക്കിയിട്ട് നിങ്ങൾ 40 വയസ്സിൻ്റെ മുകളിൽ പ്രായം കയറാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞു. ഉസ്താദിൻ്റെ നോട്ടം കറക്റ്റാണ്, എനിക്ക് 40 വയസ്സേ ആയിട്ടുള്ളൂ. എൻ്റെ പെണ്ണുമ്പിള്ളേക്ക് 36 വയസ്സായുള്ളൂ ഉസ്താദ്. ഉസ്താദിനോട് എനിക്ക് പറയാനുള്ള സങ്കടം എന്താണെന്നറിയോ? ഉസ്താദിരുന്ന് ആ ഭക്ഷണം കഴിച്ച ടെറസ് വീടില്ലേ, ആ വീടിന്റെ 2 റൂമിലാണ് ഞങ്ങൾ കഴിഞ്ഞ 4 വർഷമായിട്ട് താമസിക്കുന്നത്. ഭാര്യ ഒരു റൂമില്, ഞാൻ മറ്റേ റൂമില്. കഴിഞ്ഞ 4 വർഷമായി ഉസ്താദ് ഞങ്ങൾ അങ്ങനെ 2 റൂമിൽ കഴിയുകയാണ്. ഞങ്ങളുടെ ഈ അവസ്ഥയൊന്ന് മാറി ഞങ്ങളുടെ ഇടയിൽ സന്തോഷകരമായ ഒരു അവസ്ഥ ഉണ്ടാകാൻ ഉസ്താദ് ദുആ ഇറക്കണം. ഇതാണ് അയാൾക്ക് അവസാനമായിട്ട് എന്നോട് പറയാനുള്ള അപേക്ഷ. 4 കൊല്ലായി 2 പേരും 2 മുറിയിലാണ്. ഞാൻ ഈ പിന്നെ മാളിയപ്പടിക്കുള്ള നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ പശു സമ്മതിക്കുമോ ഈ പറഞ്ഞ ഡിമാൻഡിന്? പറയോ, സമ്മതിക്കുമോ? നിങ്ങൾ വലിയ കാശൊക്കെ കൊടുത്ത് നല്ല കറവയുള്ള 10-50 ലിറ്റർ പാലുള്ള പശുവാണ്. നിങ്ങൾ മേടിച്ചു കൊണ്ടുവന്ന് ഒരു 7 മാസം 8 മാസം കറക്കുമ്പോ 8 മാസം കറന്നുകൊണ്ടിരിക്കുകയാണ് തുടർച്ചയായിട്ട്. അങ്ങനെ കറന്നുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ബക്കറ്റും വെള്ളമൊക്കെ ആയിട്ട് ചെന്ന് ആ പതിവ് പോലെ തന്നെ ആ വെള്ളം ഇത്തിരി ആ മലയിലേക്ക് ഒഴിച്ചോടുകൂടി ഇവളൊരറ്റ ചവിട്ട ബക്കറ്റും വെള്ളവും ചാണാക്കുഴിയിൽ നിങ്ങൾ തെറിച്ച് മിറ്റത്തേക്ക്. ദേശം വരാതിരിക്കോ, പുൽത്തട്ടിക്കകത്ത് നിറച്ച് പുല്ലെടുക്കോളൂ നിന്നിട്ടില്ല. ബക്കറ്റിനകത്ത് കൊപ്പറവെള്ളം കലക്കി വെച്ചിട്ട് തൊട്ടിട്ടില്ല. ഒരു ശീമക്കൊന്നയുടെ 10 കൊടിച്ചുകൊണ്ടിട്ട് 5-6 എണ്ണ പുറത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നീ എന്നെ കൊന്നേലോടി മറ്റവളെ ബക്കറ്റും വെള്ളം കിടക്കണൊക്കെ. അപ്പൊ ഈ ചീത്തയും ഈ അടിയൊക്കെ കേട്ടപ്പോ നമ്മുടെ ഗോപാലഞ്ചോല ഇറങ്ങി വന്നിട്ട്, അല്ല എന്തേ മാലി ഈ പശുവിനെ തല്ലണേ? ഗോപാലഞ്ചോല നിങ്ങൾ നോക്കിയാൽ ഇവിടെ തല്ലോ, ഇവിടെ കൊല്ലണ്ടേ അധികം. ബക്കറ്റും വെള്ളം കിടക്കണ നോക്കിയത് ചാണകുഴിയിൽ.
ഞാൻ തീർച്ചയായും മിറ്റത്തേക്ക് പോയിന്നേ. ഇവളോരോ അറ്റ ചവിട്ടേ ഇതേവരെ ചവിട്ടാത്ത ഗോപാലഞ്ചോടി ഇങ്ങനെ കറങ്ങിയൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞേ, മലികാക്ക തൽക്കാലം ഇനിയിപ്പോ ഈ ബക്കറ്റ് വെള്ളമായിട്ട് വെക്കിനടുത്ത് ഇരിക്കണ്ട. ഇവള് ഈ പുല്ലും തിന്നൂല, ഈ കൊപ്രയും കഴിക്കൂല. ഇവക്കിപ്പോ എന്താ ഡിമാൻഡ് എന്നറിയ? ചവിട്ടേന്റെ കാര്യം മനസ്സിലാക്കണ്ടേ? ഇവളെ ഇപ്പൊ കെട്ടിക്കണോന്നുള്ളതാണ് ഇവക്കുടെ ഡിമാൻഡ്. 8 മാസം കറന്ന പശു അറിയാ, ഇനി ഈ പണി ഇയാളെ കൊണ്ട് ഞാൻ ഏൽപ്പിക്കൂല. ഇയാൾ കറന്ന പാല് കിട്ടും, പക്ഷേ എന്റെ മൊലയിൽ തൊടിപ്പിക്കില്ല. എനിക്കിനി 2ാമത് ഗർഭം ധരിക്കണം, എന്റെ പുതിയാപ്പിളനെ കെട്ടിക്കണം. 8 മാസമായ നാൽക്കാലി പറയുന്നു, എന്റെ ഇണയുമായിട്ട് എനിക്ക് കൂടണം. ബഹുമാനികളെ, എല്ലാ നിലയ്ക്കും വിവേകവും പക്വതയും ബുദ്ധിമാനെന്നൊക്കെ അറിയപ്പെടുന്ന 2 കാലിൽ ജീവിക്കുന്ന മനുഷ്യൻ പറയുന്നു, ഞാനും എന്റെ ഭാര്യയും കഴിഞ്ഞ 4 വർഷമായി 2 റൂമിലാണ് കിടക്കുന്നത്. എന്തിനാടോ കൊട്ടാരം പറ, എന്തിനാ കാശ് പറ? എന്റെ ബഹുമാനികളെ, ഇങ്ങനെ നിങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാല് ഈ ലോകത്ത് എന്തെല്ലാം നമ്മൾ നേടുന്നുണ്ടോ. ഈ എറണാകുളം DIG ഓഫീസിന്റെ മുമ്പിലാ ഒരു പെണ്ണുമുള്ള മുൻ DIGയുടെ മോളാന്നാ പറയുന്നത്. പത്രത്തിൽ ഞാൻ വായിച്ച ഒരു 10 കൊല്ലം മുമ്പ്. ഇന്നും എന്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. അവള് നിരാഹാര സത്യാഗ്രഹം കിടന്നു. എന്താ ഡിമാൻഡ് എന്നറിയോ? IAS-കാരനായ എന്റെ ഭർത്താവ് എന്റെ 2 മക്കളെ കൊണ്ട് ബോംബെയിലേക്ക് മുങ്ങിയിരിക്കുകയാണ്. കേരള പോലീസ് എന്റെ മക്കളെ പിടിച്ചു തന്നെ. IAS-കാരനാണ് ഭർത്താവ്. ഈ കിടക്കുന്ന പെണ്ണാരാ, യുവതിയാരാ? മുൻ DIGയുടെ മോളാണ്. വിദ്യാഭ്യാസമല്ലേ ബഹുമാനികളെ? 4ാം ക്ലാസ്സുകാരിയാണോ ഇവള്? 4ാം ക്ലാസ്സുകാരനാണോ ഭർത്താവ്? വിദ്യാഭ്യാസം കൊണ്ട് എന്ത് അവരുടെ കുടുംബ ജീവിതം തകർന്നു. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിവാഹമോചനം നടക്കുന്നത് ഇവിടെ കാക്കാമാരുടെ ഇടയിലല്ല, സിനിമാ നടീ നടന്മാരുടെ ഇടയിലാണ്. സൗന്ദര്യമുള്ളവരല്ലേ നടീ നടന്മാരെന്നൊക്കെ പറയുന്നത്? സിനിമാ നടീ നടന്മാരെന്നൊക്കെ പറഞ്ഞാൽ സൗന്ദര്യമുള്ളവരാണ്. ഏറ്റവും കൂടുതൽ വിവാഹമോചനം നടക്കുന്നത് ഇന്ന് വേറെ ഏത് മേഖലയേക്കാൾ കൂടുതൽ സിനിമാ നടീ നടന്മാരുടെ ഇടയിലാണ്. ഇത് ശരിയാണോ ബഹുമാനികളെ? ഈ വിവാഹമോചനം നടത്തിയവന്മാരുടെ പേരും അതിന്റെ തലാക്കിയിലെ പെണ്ണിന്റെ അവർ തമ്മിൽ അടികൂടിയവന്റെ പേരും മറ്റും ഞാൻ കാണാൻ പഠിച്ചിട്ടില്ല. നിങ്ങൾക്ക് ഇതിന്റെ പറയുന്നത് ശരിയാണോ? വിവാഹമോചനം ഏറ്റവും കൂടുതൽ നടന്നിരിക്കുന്ന അതിലാണോ? ബഹുമാനികളെ, ഈ ഒരു അവസ്ഥ നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകാതിരിക്കാൻ നിങ്ങളുടെ 2 പേരുടെയും നടുക്കൊരു 3ാം കക്ഷി കയറി വരണം. ആരാണ് ആ 3ാം കക്ഷി? അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹി. ഭാര്യയുടെയും ഭർത്താവിന്റെയും ഇടയ്ക്ക് നബിത്തങ്ങൾ കയറി വന്നാൽ കുടുംബജീവിതം സന്തുഷ്ടമായി. എങ്ങനെയാ നബി കയറി വരുന്നത്? നബിത്തങ്ങളുടെ ദർശനം, നബിത്തങ്ങളുടെ പാഠങ്ങൾ, നബിത്തങ്ങളുടെ സംസ്കാരം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നു, തുൻകഹുൽ മർഅതു ലിഅർബഇൻ ലിമാലിഹാ വലിജമാലിഹാ വലിഹസബിഹാ വലിദീനിഹാ ഫദ്ഫർ ബിദാത്തിദ്ദീൻ തർബത് യദാക് ഔ കമാ ഖാല റസൂലുള്ളാഹി. വിവാഹ ജീവിതത്തിലേക്ക് നിങ്ങൾ കടക്കുന്നതിന് മുമ്പ് 4 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത് ശ്രദ്ധിക്കാതെ ഒരുത്തൻ വിവാഹിതനായാൽ, ഒരുത്തി വിവാഹിതയായാൽ, അതിന്റെ പേരിൽ നിങ്ങൾ ദുരിതം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിന് സമാധാനം പറയേണ്ടത് മുസ്ലിം ഉമ്മത്തല്ല, അല്ലെങ്കിൽ അള്ളാന്റെ റസൂലല്ല, അല്ലെങ്കിൽ ഖുർആനല്ല. നിങ്ങളോട് ജീവിതം ബന്ധപ്പെടേണ്ട ജീവിതത്തിന്റെ ശൈലി നബിത്തങ്ങൾ വിശദീകരിച്ച് ഞങ്ങൾ കാറ്റിപ്പറത്തി. അതാണ് സംഭവം. നബിത്തങ്ങൾ പറഞ്ഞു 4 കാര്യം വിവാഹിതരാകുന്നതിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടേ വിവാഹത്തിലേക്ക് കടക്കാവുള്ളൂ. തുൻകഹുൽ മർഅതു ലിഅർബഇൻ ലിമാലിഹാ വലിജമാലിഹാ വലിഹസബിഹാ വലിദീനിഹാ ഫദ്ഫർ ബിദാത്തിദ്ദീൻ. ബാവാ മുസ്ലിയാരെ, ഇത് ഞങ്ങളുടെ ഖത്തീബ് ഉസ്താദേ ഈ നിക്കാഹിന് വന്നിരിക്കുമ്പോ പുതിയാപ്പിളേട്ട പറഞ്ഞു കൊടുക്കണ ഹദീസാണല്ലോ. അതെ അതെ അതെ. ഇതിപ്പോ ഈ മജ്‌ലിസിൽ ഞങ്ങളോട് പറഞ്ഞിട്ട് ഇപ്പൊ എന്താ കാര്യം? നിങ്ങളോട് എന്താ കാര്യമുണ്ട്? കാര്യമില്ലേ പിന്നെ ഞാൻ പറയൂ? അല്ല, ഞങ്ങളെന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്ന കണ്ണൂർന്ന് നോക്കിയാൽ എപ്പോഴും കണ്ണടച്ച് പിടിച്ചിട്ടാണ് കാര്യം മനസ്സിലാവത്ത്. ഒന്ന് കണ്ണൂർന്ന് നോക്കിയാൽ ഞങ്ങളുടെയൊക്കെ അവസ്ഥ എന്താത്? ഞങ്ങളിൽ ഈ ഇരിക്കുന്നവരുടെ കഴുത്തേൽ ഓരോന്ന് തൂങ്ങാത്തതും ഓരോ സ്ഥലത്ത് പോയി കുടുങ്ങാത്തും ഇതിനകത്ത് വളരെ അപൂർവമുള്ളൂ. എന്ന് പറഞ്ഞാൽ കെട്ടാത്ത ചെറുക്കന്മാരും കെട്ടിക്കാത്ത പെൺപിള്ളേരും ഇതിനകത്ത് വളരെ കുറച്ചുള്ളൂ. ഇങ്ങനെയുള്ള ഞങ്ങളോട് തുൻകഹുൽ മർഅതു ലിഅർബഇൻ ലിമാലിഹാ വലിജമാലിഹാ ഇത് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? മനസ്സിലായി? കാര്യമുണ്ടോ? ഞാൻ ചുമ്മാ പറഞ്ഞാലേ ഇതിനകത്ത് കാര്യമുണ്ട്. എന്താ കാര്യം? ഒരു സ്ഥലത്ത് പോയി കുടുങ്ങിന്ന് കരുതി അവിടെ കിടന്ന് ചാവണ്ടാന്ന്. നിങ്ങളൊരു പൊട്ടക്കിണറിലേക്ക് ചാടി, ഒരാളൊരു കയറിട്ട് വരും, അതെ ഇതേ പിടിച്ചുകൊണ്ട് കയറി പോരെ. ഞാനിവിടെ കിടന്ന് ചാവാൻ പോവാണ്. അങ്ങനെ ചാവണ്ട, ഈ കയറെ പിടിച്ച് കയറി പോരേന്ന്. അതെങ്ങനെ കയറി പോന്നെ മാമൂലിയാരെ? അപ്പൊ ഈ കഴുത്തെ തൂങ്ങിയാക്കണതിനെ ഒഴിവാക്കണമെന്നാണ് മാമൂലിയാറോട്. അല്ലാഹു ഇന്നാ അബ്ഗദൽ ഹലാലി ഇൻദല്ലാഹി അത്തലാഖ് നബിയുനാ റസൂലുള്ളാഹി.
ഒരു കാരണവശാലും നിങ്ങൾ പിരിയാൻ ഇസ്ലാം അനുകൂലിക്കുന്നില്ല. പിന്നെ എന്താ വാംശിലേര് പറയുന്നത്? ഇതിനെ ഒഴിവാക്കലല്ലേ ഇപ്പൊ വേറെ മാർഗമുള്ളൂ. ഒഴിവാക്കാൻ ഒരിക്കലും അനുവദിക്കുന്നില്ല. അള്ളാഹുവിന്റെ നബി പറയാണ്, തലാഖ് എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ട കാര്യങ്ങളിൽ പടച്ച തമ്പുരാന് ഏറ്റവും കോപമുള്ളത് വിവാഹമോചനമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒരിക്കലും നിങ്ങളോട് തലാഖെല്ലാം പറയണില്ല. അപ്പൊ ഇങ്ങനെ ബില്ല് അവതരിപ്പിക്കാൻ എന്തോരം ബില്ലാണ് അവതരിപ്പിക്കുന്നത്. എല്ലാം നിങ്ങളെ കൊല്ലാൻ തന്നെ. ഇറാഖിലേക്ക് ചുമ്മാ കയറി അമേരിക്കക്ക് ആക്രമിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ജൂതനെ കൊണ്ട് എന്ത് ചെയ്തു? വേൾഡ് ടെറർ സെന്ററിലേക്ക് ഒരു പ്ലെയിൻ പറപ്പിച്ചിട്ട് അങ്ങ് ഇടിപ്പിച്ചു. ഒറ്റ ജൂതനുണ്ടായില്ല എന്നാണ് അന്ന്. ആയിരക്കണക്കിന് ആളുകൾ പണിയെടുക്കുന്ന ആ സ്ഥാപനത്തിൽ നിരവധി ജൂതന്മാരുണ്ടായി, ഉദ്യോഗസ്ഥന്മാർ. ഒറ്റയാളും വന്ന് ഡ്യൂട്ടിയിലുണ്ടായില്ല. എല്ലാവരും ലീവ് എടുത്തു. ലോകം അന്വേഷിച്ചില്ല എന്താണ് ഈ ജൂതന്മാരെല്ലാം ഒറ്റ അടക്കി ലീവ് എടുത്ത് അന്വേഷിച്ചില്ല. ഇടിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പോ, തകർന്നു കഴിഞ്ഞപ്പോ അമേരിക്ക കണ്ടെത്തി ഇതിന്റെ ഒറിജിനൽ ആള് സദ്ദാം ഹുസൈനാണ്. കയറി അടിച്ചു. ലക്ഷക്കണക്കിന് മുസ്ലിമിനെ കൊന്നുകളഞ്ഞു. ഇത് തന്നെയാണ് ഈ ബില്ലിന്റെ ഒക്കെ ലക്ഷ്യം. മുസ്ലിമിനെ അകത്തിടുക, അവനെ ആക്രമിക്കുക, അവനെ ഉപദ്രവിക്കുക. ഇതിന് കാരണം ഇവരെ അല്ലാതെ ഒന്നും ആക്രമിക്കാൻ പറ്റണില്ല. ഇവരെ ചുമ്മാ തീവ്രവാദികളെ, രാജ്യദ്രോഹികളെ, അക്രമികളാണെന്നൊക്കെ ഇങ്ങനെ നായിക്കാൻ അപ്പോട്ടും പറയുന്നുണ്ടെങ്കിലും അതൊന്നും ഇവരിൽ തെളിയിക്കാൻ കഴിയണില്ല. ഇവരെ പിടിച്ചൊന്ന് അകത്തിടണ്ടേ? അകത്തിടണമെങ്കിൽ ഒരു കാര്യം. എന്താ കാര്യം? അവിടെ ആ പെണ്ണിനെ ഇയാൾ തലാക്കില്ല, അതിന് തെളിവൊന്നും വേണ്ട. തലാക്ക് ചെല്ലി എന്ന് പറഞ്ഞാൽ പിടിച്ചകത്തിടാം. എങ്ങനെ തലാക്കല്ലേ? ആ 3 തലാക്ക് ചെല്ലി. ഒരിക്കലും ഇത് പറയണില്ല. അത്തലാഖു മർറത്താനി. ഖുർആൻ നേർക്ക് നേരെ പറയാ. തലാക്ക് 2, 3 ഒരിക്കലും അനുവദിച്ചിട്ടില്ല. നബി തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് സഹാബി പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഈ മനുഷ്യൻ ഒറ്റ ഇരിപ്പിൽ 3 തലാക്കില് മുഖം അങ്ങ് ചുവന്നു. അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്റെ ഹയാത്തിലാണോടോ നിങ്ങൾ ഖുർആൻ കൊണ്ട് കളിക്കുന്നത്? അതാ ചോദിച്ചത്. ആ ഭാഷയിലാ വെച്ചത്. ഖുർആൻ കൊണ്ട് നിങ്ങൾ കളിക്കുകയാണോ? ഒരിക്കലും അനുവദിച്ചിട്ടില്ല ബഹുമാനികളെ. പിന്നെ ഒരാളെങ്ങനെ അവിവേകത്തോടു കൂടി 3 പറഞ്ഞാൽ സംഗതി പുറത്തു. അതുകൊണ്ട് സൂക്ഷിക്കണേന്നായി പറയണേ. എന്റെ അടുത്തൊരു കോഴീനെ ഇറക്കാൻ വേണ്ടി തന്നു ഒരാൾ. കോഴിയുടെ തലയിൽ ഞാനും പിടിച്ചു, ഉടലയിൽ അങ്ങേരും പിടിച്ചു. എന്നോട് പറഞ്ഞു, കത്തി ഇച്ചിരി മൂർച്ചോറാട്ടോ മാംസലിയാരെ, 3 വരയിലുണ്ടിട്ട് ഇറക്കാവുള്ളൂട്ടൊന്നും. 3 വരയിലാണ് അറവയുടെ മാക്സിമം എന്ന് പറഞ്ഞാൽ അമർത്തി മുകളിലേക്ക് 1, പിന്നെ താഴത്തേക്ക് ഒരു ഒതുക്കല്, പിന്നെ ഒരു വലി. ഇത്രേ ഉള്ളൂ. ഈ 3 വരയിലാണ് അറക്കല്. സംഗതി ഹലാലെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. ഹലാല് ചിക്കനുമാണ്, ഹലാല് പോത്തുമാണ്. ഈ രാഗല ഇട്ടോണ്ട് അല്ലാണ്ട് ഇപ്പൊ ഇത് വൃത്തിയിട്ടുണ്ട്. ബോർഡ് എഴുതി വെച്ചേക്കണത് ഹലാലെന്താ? എവിടെ ബഹുമാനികളെ? അതൊക്കെ പണ്ടായിരുന്നു. ആ കാലമൊക്കെ പോയിട്ടോ. എന്നിട്ട് നന്നാവണം എന്നാ പറയണേ. ബ്രോയിലർ കോഴി നന്നാവണവര് നന്നാവും. എന്റെ ബഹുമാനികളെ, ദുആ സ്വീകരിക്കണില്ല എന്നാ പരാതി. ഞാനും ചോദിക്കട്ടെ, നമ്മുടെ മുൻഗാമികളുടെ ഒക്കെ സൂക്ഷ്മത ഇന്ന് നമുക്കുണ്ടോ? ഒരു കോഴീനെ നേർച്ചക്കൊക്കെ കാണാം. നേർച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇങ്ങനെ വന്നിരിക്കും. നേർച്ചയൊക്കെ കഴിഞ്ഞ് തേങ്ങാച്ചോറും കോഴിയിറച്ചിയാണ്. എന്നിട്ടാ ആകെ ഒരു കോഴിപ്പൂവിനെ അർത്ഥേക്കണേ. എന്നിട്ട് കുറെ ഉരുളൻകിഴങ്ങൊക്കെ ഇട്ടിട്ട് ചാറ് നീട്ടി അങ്ങനെയാണ്. പക്ഷെ അതിനും വലിയ പിന്നെ പിടുത്താണ്, വലിയ താല്പര്യമാണ്. അങ്ങനെ കഴിക്കാൻ വേണ്ടി വന്നിരിക്കുമ്പോ തേങ്ങാച്ചോറ് ഇട്ടിട്ട് അത് വിളമ്പി ആളങ്ങോട്ട് മാറുമ്പോ ഇറച്ചിക്കാരൻ വരും. എന്തിറച്ചിയാടാ മോനെ? അല്ല, 1-ാം നമ്പർ കൊഴുപ്പൂനായി വീട്ടിൽ വളർത്തിയ നാടൻ കോഴിയാണ്. ആരാ അറുത്ത്? സേനിധിങ്ങാക്കായ അറുത്ത്. മറ്റേ ഉള്ള പരിപ്പൊരു ഇത്തിരി കൂടെ വെച്ചായിരുന്നു. കോഴിയിറച്ചി ഏറ്റവും ഇഷ്ടമുള്ള ആളായി കാക്ക. പക്ഷെ എന്താ പറഞ്ഞതറിയോ? അത് മാറ്റിക്ക് ആ പരിപ്പൊരു ഇത്തിരി കൂടെ വെച്ചാൽ. എന്തേ? സൈന്യത്തിൽ ലോഹറിന് വരുമ്പോഴാണ് സുബൈക്ക് അള്ളാഹ് വിട്ടണേ. സുബൈക്ക് വരൂല. വേറെ കുഴപ്പമൊന്നുമല്ല അയാൾക്കില്ല. സുബഹിക്ക് ജമാഅത്തിന് വരാത്ത സൈനുദ്ദീൻ അറുത്ത കോഴി എനിക്ക് വേണ്ട. കാരണം എന്താ? അത് പരിശുദ്ധമായ കോഴിയിറച്ചിയല്ല. ഹലാലൻ ത്വയ്യിബ എന്ന് പറയുന്ന പരിശുദ്ധമായ ഇറച്ചി. അത് പരിശുദ്ധമല്ല, ഹലാലാ, പക്ഷെ പരിശുദ്ധമായിട്ടില്ല. പറ, ഈ ചിക്കൻ കയറിയിട്ട് ഏതെല്ലാം ശൈലിയിലപ്പോ ചിക്കൻ കിട്ടണ ബഹുമാനികളെ? ഏത് കടയിൽ കയറിയിട്ടാ നമ്മളോ നമ്മുടെ മക്കളോ അപ്പോഴേ ഈ കോഴി ഇത് ആരാ അർത്ഥേരാ? അത് പള്ളിയിലെ മുല്ലാക്കർത്താ എന്നാ പറഞ്ഞുകൂടെ കൂട്ടുകാരെ. ഈ ദുനിയാവിലുണ്ടാവും അങ്ങനെ സമയം. കാക്ക മറന്നു തുറക്കണം. ബംഗാളികളെ കണ്ടിക്കണേ, അന്നേർക്ക് തോന്നിയാരെയൊക്കെ കണ്ടിക്കും. ശരിയാണോ ബഹുമാനികൾ? അതെയോ?
എവിടെ ഇപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ സൂക്ഷ്മത ഒക്കെ പോയി, എല്ലാം പോയി. അപ്പൊ എന്താ പറഞ്ഞു വന്നത്? എന്നോട് പറഞ്ഞു കത്തി ഇത്തിരി കണ്ടീഷൻ കുറവാണ് ഉസ്താദേ, അതുകൊണ്ട് 3 വരയിൽ കൊണ്ടിട്ടാണ് കേട്ടോ അറക്കാവുള്ളൂ. ഒറ്റ വരയിൽ അർത്താൻ അൽഹംദുലില്ലാ, അതാണ് ഏറ്റവും മൃഗത്തിന് ഏറ്റവും എളുപ്പം. ഇതാ ദബഹത്തും നിങ്ങൾ അറക്കുമ്പോൾ മൃഗത്തിനെ ഉപദ്രവിക്കാതെ, വേദനിപ്പിക്കാതെ, വിഷമിക്കാത്ത രീതിയിൽ അറക്കണമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അത് ഒറ്റ വരയിലാ. ഇയാൾ പറഞ്ഞു കത്തി ഇത്തിരി കണ്ടീഷൻ കുറവ്, അതുകൊണ്ട് മനസ്സിലായാലും 3 വരയിലുകൊണ്ട് അർത്താൻ മതി ഇട്ടു. അങ്ങനെ ആവട്ടെന്നു. ഈ കാക്ക ഉടലേലും പിടിച്ചു, ഞാൻ തലയിലും പിടിച്ചിട്ട് ഒരു വരയിലും വന്നപ്പോഴത്തേക്കും തല എന്റെ കയ്യിലായി, ഉടല അങ്ങേരുടെ കയ്യിലായി. കാക്ക ജീവൻ മരിക്കില്ല. ഈ കോഴീനെ അർത്ഥ ഈ മരിക്കൽ ഞാൻ അംഗീകരിക്കില്ല. ഞാൻ ഞടാക്ക കോഴി മരിച്ചു. ഇത് 3 വരയിൽ കൊണ്ട് അറക്കണോന്നാ നിങ്ങളോട് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഒറ്റ വരയിൽ വരിഞ്ഞു, ഇത് ഞാൻ മരിച്ചാൽ അംഗീകരിക്കില്ല. ഇതാണ് വിഷയം. സംഗതി കോഴി മരിച്ചു. കോഴി മരിച്ചോമാനികളെ ദേഷ്യത്തോടു കൂടി നിന്നെ ഞാൻ 3 തലാക്ക് ചൊല്ലി എന്ന് പറഞ്ഞാൽ സംഗതി പെണ്ണൗട്ടായി, പിന്നെ നിന്റെ ഭാര്യയല്ല. പറയാൻ പാടില്ല എന്നുള്ളത് വേറെ കാര്യം. ഇതൊരിക്കലും ഇസ്ലാം അനുവദിക്കുന്നതുമല്ല, പ്രോത്സാഹിപ്പിക്കുന്നതുമല്ല. നബി തങ്ങൾ പറയുന്നു അല്ലാഹു തആല അനുവദിക്കപ്പെട്ട് നിങ്ങൾക്ക് അനുവദിച്ചു തന്നതിൽ നിന്ന് അല്ലാഹുക്ക് ഏറ്റവും കോപമുള്ളത് തലാഖാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്ന് പറഞ്ഞാൽ വീട്ടിലെ കാക്ക കസേരയിൽ ഇങ്ങനെ കയറി മലന്ന് കാലൊക്കെ ഇങ്ങനെ ആ ഇതിന്റെ പടിയിലേക്ക് ഇങ്ങനെ വച്ചിട്ട് ഇങ്ങനെ മലന്ന് കയറി കിടക്കുകയാണ്. അപ്പോഴാണ് കാക്കയുടെ കുരുത്തം കെട്ട ഇറക്കം കയറി വന്നത്. അവൻ കയറി വന്നിട്ട് പറഞ്ഞു അപ്പൊ മുഖത്തേക്ക് നോക്കല്ല കേട്ടോ, മന്നത് അകലേന്ന് കണ്ടായിരുന്നു. ഇങ്ങനെ നേരാന്ന് നോക്കി കിടക്കുകയാണ്. അപ്പൊ ഒരു 50,000 രൂപ. അപ്പൊ അങ്ങനെ തന്നെ നോക്കിക്കൊണ്ട് ഇങ്ങോട്ട് ചെറുക്കൻ്റെ നേരം നോക്കണല്ല. എന്തിനാ? ഇന്ന് ക്ലബിൽ എന്റെ വക എല്ലാവർക്കും വെള്ളം മേടിച്ചു കൊടുക്കാനാണ്. അപ്പൊ ഇങ്ങനെ നോക്കിയാടാ മോനെ, ഞാൻ ചോര വേർപ്പാക്കി പണിതുണ്ടാക്കിയതാണ് ഈ കാശ്. അത് നിനക്കും നിന്റെ കൂട്ടുകാർക്കും കള്ളടിക്കാനുള്ളതല്ല, അത് എന്റെ ആവശ്യത്തിനുള്ളതാണ്. ആഹാ, ഇങ്ങോട്ട് നോക്കിക്കേ. ഷർട്ട് അങ്ങോട്ട് പൊക്കി. ഷർട്ട് പൊക്കിപ്പോണ്ടാ പാന്റിന്റെ ഇടയിൽ 16 ഇഞ്ചിന്റെ കടാര ഇറക്കി വെച്ചേക്കാണ്. കാക്ക വേഗം കാല് കഴുത്തേക്ക് ഇട്ട് മോനെ നീ ആ ഷർട്ട് കത്തിട്ടടാ, ഈ കസേരയിൽ ഇരിക്കും, നീ ഇവിടെ ഇരിക്കട്ടോ, ഞാൻ ഇപ്പൊ തന്നെ കയറിയിട്ട് ഒറ്റ പരിക്കാത്തത്. ഇപ്പൊ നീ ഇവിടെ ഇരിക്കുക, ആ ഷർട്ട് താത്തിയിടുവാനെ, നീ ഇവിടെ ഇരിക്ക്. കാക്ക വേഗം അകത്ത് പോയി. എണ്ണാൻ എളുപ്പമുണ്ടല്ലോ, മോഡി അങ്ങനെ ഗുണം ചെയ്തിട്ടുണ്ട്. 2000-ന്റെ ഒരു 25 എണ്ണം എണ്ണി ഇങ്ങോട്ട് വന്നിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇത് ഈ കാക്ക സ്വർഗത്തിൽ പോകാൻ വേണ്ടി കൊടുക്കണാണോ? ഈ കാക്ക പൊരുത്തപ്പെട്ടു കൊടുക്കണാണോ? ഗുണമായിട്ട് കൊടുക്കണാണോ? കൊടുത്തില്ലെങ്കിൽ കടാര ചങ്കിന് കെട്ടും. ജീവൻ നിലനിൽക്കണമെങ്കിൽ 50,000 രൂപ കൊടുത്തേ പറ്റൂ. ഇതുപോലെ ഭാര്യയെ നിന്റെ ഭർത്താവിനോടൊപ്പം ജീവിച്ചാൽ നിന്റെ ജീവൻ അപകടപ്പെടുമെന്ന് കണ്ടാൽ, ഭർത്താവേ നിന്റെ ഭാര്യയോടൊപ്പം നീ ജീവിച്ചാൽ നിന്റെ ജീവൻ അപകടപ്പെടുമെന്ന് കണ്ടാൽ, നിങ്ങൾക്ക് പരസ്പരം പിരിയുന്നതിന് അല്ലാഹു തആല അനുവാദം തന്നിട്ടുണ്ട്. ഇതാ തലാക്ക്. അത് നേരിക്ക് നേരെ ഖുർആൻ പഠിപ്പിച്ചു തരുന്നുണ്ട്. തലാക്ക് എന്ന് പറയുന്നത് സറ്റൂരുന്നത് പോലെയല്ല. നിങ്ങളുടെ ഭാര്യമാരുടെ ഭാഗത്തുനിന്ന് നിങ്ങൾ പിണക്കത്തിനെ ഭയന്നാൽ, വല്ലാത്തി തഖാഫൂന നുശൂസഹുന്ന വഇദൂഹുന്ന വഹ്ജുറൂഹുന്ന ഫിൽ മവാജിദി. തലാക്ക് എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് അർത്ഥമുള്ളതൊന്നുമല്ല. എന്നെ മുസ്ലിയാരെ പിന്നെ ഞാനിവിടെ കിടന്ന് അങ്ങോട്ട് പിന്നെ കുളത്തിൽ കിടന്ന് നിങ്ങൾ ചത്തുകൊണ്ടാന്ന് പറഞ്ഞാല് ഭാര്യനെ തലാക്കലോന്നാണോ, അല്ലെങ്കിൽ ഭർത്താവിനെ ഒഴിവാക്കണമെന്നല്ലോ. ഒരു നിലയ്ക്കും അനുവദിക്കപ്പെട്ടിട്ടില്ല. ഖുർആൻ നേരെ വിവരിക്കുന്നു, ഭാര്യ നിന്നോട് പിണങ്ങിയാൽ അതുണ്ടാകും ബഹുമാനികളെ. ഞാൻ അതിലേക്കാ വരാൻ പോണത്. ഭാര്യ എന്ന് പറയുന്നത് നിന്നെ പോലുള്ളതായ സ്വഭാവവും ശൈലിയും ഉള്ളതല്ല. അതിന്റെ ഭാഗത്ത് പിണക്കോ അനുസരണക്കേടും ഒക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള ഒരു അനുസരണക്കേടുണ്ടായാൽ നീ ഉപദേശിക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ. ഏത് വെള്ളിയാഴ്ച കുഴിയാലിപ്പടി മെമ്പറേലും നിങ്ങൾ കേൾക്കാത്തത്? ഏത് മിമ്പറേല ലോകത്ത് കേൾക്കാത്ത ഖുതുബ? ഏത് മിമ്പറേലും ഉണ്ട്. എന്താ പറഞ്ഞത്? നിങ്ങൾ നല്ല വർത്താനം പറട്ടാ, നല്ല വർത്താനം പറ. നിങ്ങൾ നല്ല സംസാരം സംസാരിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ പാപം പൊറുത്തു തരും, നിങ്ങളുടെ പ്രവർത്തനങ്ങളെ നന്നാക്കി തരും. ഇത് അല്ലാഹുവിന്റെ റസൂൽ നിങ്ങൾക്ക് തരുന്ന ഉപദേശമാണ്. ഇതിനെ നിങ്ങൾ ആരെങ്കിലും നടപ്പിലാക്കിയാൽ ഫഖദ് ഫാസ ഫൗസൻ അദീമാ, നിങ്ങൾ ഉന്നതമായ വിജയത്തിന്റെ വക്താക്കളായി. നല്ല വർത്താനം പറയാ. പെണ്ണും പിള്ള പിണങ്ങിയാൽ നീ ഈ തമിഴ്നാട്ടിൽ നിന്ന് ബംഗാളിൽ നിന്നൊക്കെ ഈ
ടെലിഫോണിൻ്റെ കുഴി താത്താമ്മൻ്റെ പെണ്ണുങ്ങളുടെ അരി അവിടെ ഒരു ശകലം വച്ചൊട്ടിച്ച് ഇവിടെ ഇത്തിരി വച്ചൊട്ടിച്ച് ഇതിങ്ങനെയൊക്കെ ആയാൽ എൻ്റെ നീ കാരണം അല്ലാഹു തആല എന്നെ ശിക്ഷിക്കും. കാരണം അല്ലാഹ് പറഞ്ഞത് ഖൂ അൻഫുസക്കും വഅഹ്ലിക്കും നാറ. ഭർത്താക്കന്മാരെ, നിങ്ങളുടെ ശരീരത്തിനെ മാത്രം നരകത്തിൽ രക്ഷപ്പെടുത്തിയാൽ പോരാ, നിങ്ങളുടെ ഭാര്യമാര്, നിങ്ങളുടെ മക്കള്, അവരുടെയൊക്കെ ശരീരത്തിനെ നരകത്തിൽ രക്ഷപ്പെടുത്തേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട്. ഇത് പടച്ചോൻ പറഞ്ഞതാണ് എൻ്റെ പ്രിയപ്പെട്ടവളെ. അതുകൊണ്ട് നിനക്ക് ഞാനൊരു പർദ്ദ മക്കനെ മേടിച്ചു തരാം, നീ പടച്ചോനോർത്തി സാരിയും ബ്ലൗസും ഒക്കെ എടുത്ത് കളയണം. അവള് പറഞ്ഞേ, ആഹാ ഇപ്പൊ വലിയ വഴലുള്ള പറയണത് ഈ വക ഇടപാടൊന്നും എൻ്റെ അടുത്ത് നടക്കൂല. ഞാൻ ആ ഇളയ ചെറുക്കനും കൂടെ പെണ്ണ് കെട്ടിയിട്ട് ഒരു ഹജ്ജിന് പോകാൻ ഉദ്ദേശിക്കുകയാണ്. ഇയാൾക്കും വേണമെങ്കിൽ കൂടെ പോനീ പോരെ. അങ്ങനെ ഹജ്ജൊക്കെ അങ്ങോട്ട് കഴിഞ്ഞങ്ങ് വന്നാൽ പിന്നെ ഞാൻ പർദ്ദ മക്കനെ തന്നെയാ, പിന്നെ ശാരിയിലേക്കൊന്നും ഞാൻ നോക്കണില്ല. അതുകൊണ്ട് അതുവരെ ഇപ്പൊ ഇയാൾ എന്നോട് ഇപ്പൊ ഇതൊന്നും പറയണ്ട, ഞാൻ ഇങ്ങനെ ചെത്തി തന്നെ നടക്കുള്ളൂ. ഞാൻ കല്യാണത്തിന് മുമ്പ് ഇയാൾക്ക് സൗകര്യം ഉണ്ട് എൻ്റെ കൂടെ വന്നത്, എനിക്കല്ല നിർബന്ധമൊന്നുമില്ല. അപ്പൊ അവിടെ പഠിച്ച കരാട്ട ഉപയോഗിക്കാനല്ല അല്ലാഹു തആല പറഞ്ഞ. നോക്കിയേ, അല്ലാഹ് പറയത് പഠിച്ചോനെ പറയണേ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, വഅദൂഹുന്ന വലാത്തി തഖാഫുന നുശൂസഹുന്ന വഅദൂഹുന്ന. അനുസരണക്കേട് നിന്റെ ഭാര്യയുടെ ഭാഗത്തുനിന്നുണ്ടായാൽ നല്ല നിലയ്ക്ക് ഉപദേശിക്കണം. അവിടെ അടിയിടിയൊന്നുമല്ല, നല്ല നിലയ്ക്ക് ഉപദേശിക്കണം. ഇതൊന്നും നമുക്കൊന്നും പലർക്കും നടക്കണില്ല. ബഹുമാനികളെ, പലർക്കും നടക്കണില്ല. ഈ നല്ല വാക്കിൽ ഉപദേശിക്കുന്ന ഒരു ശൈലി, ഈ കുറ്റപ്പെടുത്തലും ഈ പിന്നെ ഭീഷണിപ്പെടുത്തലും വഴക്കുപറയലും ഒക്കെയാണ് നമ്മുടെ ജോലിക്ക് പോയതാണ്. നിങ്ങളുടെ കാര്യമല്ല, വാമസിലാരെ തന്നെ കുട്ടികൾ നേരം വെളുത്തു പെണ്ണുപിള്ള ഉണ്ടാക്കി തന്നൊക്കെ ആയിട്ട് വാരി കെട്ടിയൊക്കെ ഓഫീസിലേക്ക് പോവാണ്, അല്ലെങ്കിൽ കച്ചവടത്തിന് പോവാണ്. ഓഫീസ് തന്നെ ആവട്ടെ. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ മറന്നുപോയി, ഓഫീസില്ല. കാരണം എന്താ, പണിമുടക്ക് കാരണം ആരും എത്തിയിട്ടില്ല, ഇന്ന് കാര്യങ്ങൾ ഓടുമില്ല. വെറുതെ വണ്ടിക്കൂലി മുടക്കി ഇവിടം വരെ വന്നല്ലോ, തിരിച്ച് നേരെ വീട്ടിലേക്ക് എല്ലുവാണ്. ശ്രദ്ധിച്ചോട്ടോ, നമ്മുടെയൊക്കെ ശൈലി ഇതാണോ ഒന്ന് നോക്കിക്കോ. നബിത്തങ്ങളുടെയൊക്കെ സ്വഭാവം, അല്ലാഹുവിന്റെ റസൂലിന്റെ ശൈലി. ആയിഷയോട് ചോദിച്ചു, വീട്ടിലേക്ക് വന്നാ എന്താ അവസ്ഥാന്ന്. കാന ഫീ മിഹ്നത്തി അഹ്ലിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം തന്റെ സ്വന്തം ഭാര്യ വർണ്ണിക്കുകയാണ്. മഹാനായ നബി തങ്ങൾ വീട്ടിലേക്ക് ഇങ്ങോട്ട് വന്നാൽ ഒരു അടുക്കളപ്പണിക്കാരനാണെന്ന് ആയിഷത്തു തുഹ്റ റളിയല്ലാഹു തആല അൻഹാ. വീട്ടിലേക്ക് നബി തങ്ങൾ ഇങ്ങോട്ട് വന്നാൽ അടുക്കളപ്പണിക്കാരനാ. മറ്റൊരിക്കൽ ചോദിച്ചു പറഞ്ഞു, കാന റജുലൻ സഹല. വീട്ടിലേക്ക് ഇങ്ങോട്ട് നബി തങ്ങൾ കയറി വന്നാൽ പിന്നെ ഒരു തമാശക്കാരനാണ്. നമ്മുടെയൊക്കെ അവസ്ഥ എന്താ? നിങ്ങളുടെ കാര്യം അറിയില്ല. വീട്ടിലേക്ക് എന്ന് കഴിഞ്ഞാൽ മോന്തൊക്കെ ഒരു കൊട്ടുണ്ടാവും. ഈ ചായ വെള്ളം കൊണ്ടേ പശുവിന് കൊടുക്കടി തിളപ്പിച്ചുകൊണ്ട് വന്നേക്കോ. കാരണം എന്താ, അതെന്താന്നുള്ളത് പിന്നെ പറഞ്ഞു തരണ്ട. പെണ്ണുമ്പിള്ള ചായ കൊണ്ടു തരുമ്പോൾ ഈ ദേശം പെണ്ണിന്റെ കാര്യം എന്താണെന്നുള്ളത് നമ്മുടെ സംസാരത്തിൽ വരും, അതപ്പം പറയാം. നരച്ചവര് ശ്രദ്ധിച്ചോ, 65 വയസ്സായ പെണ്ണുമ്പിള്ള കെട്ടിയവനോട് പറഞ്ഞ വർത്താന നബിത്തങ്ങൾ അതേ ശൈലി തന്നെ പകർത്തിയേക്കാണ്. നബിത്തങ്ങള് പറയാ 65 അല്ല ഇപ്പൊ പെണ്ണുമ്പിള്ള കെട്ടിയവനോ ഒത്തു കിട്ടാണ്. വലം മജീദു ഖൈറൻ. ആ 65 കൊല്ലത്തെ ഈ ഭാഗത്ത് മൊത്തം പൊളിഞ്ഞു. ഇവിടെ ശ്രദ്ധിച്ചോ, 2 പാർട്ടിക്കും ഉണ്ട്. എത്ര മനോഹരമായിട്ടാണ് കുടുംബജീവിതം അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചെന്നേക്കണെന്നറിയോ? എത്ര മനോഹരമായിട്ട്. അതിനൊക്കെ വികൃതമാക്കാനുള്ള തകൃതിയായ പ്രവർത്തനങ്ങളും കാര്യങ്ങളും ഒക്കെ ഇപ്പൊ ലോകത്ത് നടക്കണം. ഇവിടെ ശ്രദ്ധിച്ചോ, അങ്ങനെ ജോലി ഇല്ല, തിരിച്ചിങ്ങോട്ട് വരികയാണ്. ഗേറ്റിന്റെ ഓടോമ്പല് നീക്കിപ്പോ പെണ്ണുമ്പള തുണി കഴുകിക്കൊണ്ട് ഇങ്ങനെ കിണറിങ്ങിയെന്നിങ്ങനെ, അല്ല എന്തേ പോയിട്ട് അവൻ നിനക്കും ബോധമില്ലോ. പേപ്പറിലുണ്ടായിരുന്നില്ലേടി പണി കൊടുക്കാന്നുള്ളത് പറയാൻ പാടില്ലേ? ഇതപ്പം മനസ്സുകൊണ്ട് അങ്ങോട്ട് നാക്കൊണ്ട് പറയില്ല, നാക്കൊണ്ട് പറഞ്ഞാൽ അപ്പം തന്നെ കല്ല് വെച്ചെറിയും. അതുകൊണ്ട് മനസ്സും കൊണ്ട് അറിയവേ. അപ്പം നിന്റെ ഓതിക്കിലേക്ക് അപ്പം നിനക്ക് പേപ്പറിനകത്ത് നീ വായിച്ചല്ലേ, അപ്പം നിനക്കെന്താ ഓർമ്മയില്ലാത്ത? അത് മനസ്സുകൊണ്ടാ പറഞ്ഞോളൂ പെണ്ണുമ്പിള്ള. അത് കഴിഞ്ഞിട്ട് ഇയാളിങ്ങനെ വെറുതെ പാടുപെട്ട് അവിടം വരെയും പോയി ഈ പൊതിക്കെട്ടും ഒക്കെ ഏറ്റിക്കൊണ്ട്. എന്നാ വാതില് കുറ്റിയിട്ടിട്ടില്ല, കയറിക്കോ. വേറെ ഒന്നും നാക്കൊണ്ട് പറഞ്ഞില്ല കേട്ടോ, ബാക്കിയൊക്കെ മനസ്സുകൊണ്ട് പറഞ്ഞോളൂ. അങ്ങനെ ഇയാള് സിറ്റ് ഔട്ടിലേക്ക് വന്നപ്പോ കാണാം കോഴി ഇങ്ങനെ അങ്ങോട്ട് നിരത്തി വെളിക്കിറങ്ങിയിട്ട് സിറ്റ് ഔട്ടിനകത്ത്. അവിടെ ഡാഷിന്റെ മോളെ അത് പൂരിപ്പിച്ചോട്ടോ, ഒക്കെ നമുക്ക് കറക്റ്റായിട്ടൊക്കെ അറിയാലോ. അതിപ്പോ മേക്കി കൂടെ പറഞ്ഞ അവിടെ വേറെ ആൾക്കാരൊക്കെ ഉണ്ട്. എടി ഡാഷിന്റെ മോളെ, നിന്റെ കണ്ണിലും തൊട്ടാടി കോഴി വെളിക്കിറങ്ങിയിട്ട് കണ്ടുകൊണ്ട് ഇത് കോരിക്കളയാൻ പാടില്ല മനസ്സേ കയറി. അപ്പൊ അവിടെ അലക്കലൊക്കെ നിർത്തിയിട്ടോ. അപ്പൊ മനസ്സുകൊണ്ട് പറയും, ഓ അടച്ച തമ്പുരാനെ,
ദുനിയാവിൽ എന്തോരം മനുഷ്യന്മാരെ വണ്ടി ഇടിച്ച് ചാവണ്ടല്ല, എൻ്റെ ഒടുക്കത്തെ അവൻ ഇതിനെ ഒരു വണ്ടി ഇടിക്കണില്ലല്ലോ. ഇങ്ങനെ ശപിച്ച് പിരാഗി നേർന്ന് ആ പാവം അപ്പുറത്തോടെ വീടിൻ്റെ അപ്പുറത്തോടെ കറങ്ങി വന്ന് ഈ കോഴി വെളിക്കിറങ്ങുന്ന എപ്പോഴാന്ന് ഇത് നോക്കി എടുക്കണോ, 100 കൂട്ടം ജോലിയുണ്ട്. ചകിരിയും കൊണ്ട് വന്നിട്ട് ഇതിങ്ങനെ കോരി. അപ്പം ഇവനിങ്ങനെ നോക്കിയിരിക്കണതിൻ്റെ ഇടയിലും കുറെ പറയുന്നുണ്ട് കുറേയൊക്കെ. അങ്ങനെ ബഹുമാനികളെ ഈ പാവപ്പെട്ടത് കോരി. ഞാൻ ചോദിക്കട്ടെ, ആ ശൈലിയാണോ നല്ലത്, അതോ തങ്ങള് പരിചയപ്പെടുത്തി തന്ന മറ്റേ ശൈലിയാണോ? അതെന്താ ശൈലി? ഏറ്റിക ഒന്നും ഇതെന്തേ ഇത്ര അല്ലാടി ഒന്നും പറയണ്ട. ഞാനും ഓർത്തില്ല, നീ ഓർത്തില്ല, പത്രത്തിലുണ്ടായി. ഇന്ന് പണിയോടൊക്കല്ലേ. അല്ലോ, വെറുതെ അവിടെ വരുമ്പോൾ സാരമില്ല, പടച്ചോന്റെ കളയാണ്. ഇന്ന് വെറുതെ ഒരു ദിവസം ഇങ്ങനെ അവിടെ പോയിട്ട് തിരിച്ചു വന്നു. എന്താ ഡോറ് ലോക്കിട്ടിട്ടില്ല കേട്ടാ, കയറിക്കോട്ടെ. അത് ഞാൻ കയറിക്കോളാം, നീ കഴിക്കോ, തുണി കഴിക്കോ. അങ്ങനെ കേറിക്കോളാന്ന് പറഞ്ഞ ആള് ഈ മുറിക്കകത്തേക്ക് കയറുന്നതിന് വേറെ എന്ത് ചെയ്തു, വാഴയില കീറുവാണ്. അപ്പൊ കറന്നുള്ള കീറില് കേട്ട് കഴിഞ്ഞപ്പോ ഈ പുള്ളിക്കാരത്തി എന്തേ ഈ വാഴയില കയറുന്നതിലാ. ഈ ഒരു കഷ്ണം ഇല ഇത് ഈ വാഴയില എടുക്കേണ്ട ആവശ്യം എന്താ? അവിടെ റൂം തുറന്നിട്ടുണ്ടെന്നേ. അപ്പം ഇതെന്താ ഉള്ള, ഇപ്പൊ ഞാൻ നട്ടേക്കണ വാഴയെന്ന് ഒരു കഷ്ണം ഇല എനിക്ക് എടുക്കാൻ പാടില്ലേ? ഞാൻ ഒരു കഷ്ണം ഇല കീറാന്നേ. നീ അവിടെ നിന്ന് തുണി കഴിക്കോ. ഇയാൾ എന്നിട്ട് എന്ത് ചെയ്തു, ഈ കോഴിച്ചെടി ടൈലേക്ക് കിടക്കണത് ഈ വാഴയിലയും കൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് കോരാൻ തുടങ്ങി. അപ്പൊ നല്ല ഒന്നാന്തരം നെയ്റോസ്റ്റ് പോലെയായി. ഇത് വാഴയില കൊണ്ട് കോരിയാൽ കിട്ടുമോ? മൊത്തം ആ ടൈലേല അങ്ങോട്ട് പരന്നു. അപ്പൊ ഈ വാഴയില കീറിയത് എന്തിനാന്നറിയാൻ ഈ മൂപ്പത്തേര് അലക്കലൊക്കെ നിർത്തിയിട്ട് കറങ്ങി ഇപ്പുറത്തേക്കൊന്ന് റഹ്മാനായ പടച്ചവനെ ഇതെന്തെന്നെ കാണും. ഒന്നുമില്ലാടി, അല്ല ഒന്നുമില്ലാന്ന് തന്നെ. ഞാനേ ഈ കോഴിച്ചിട്ടൊന്ന് കോരും. നല്ല കളി, കയ്യിലേക്ക് പോയിക്കാ ഇല പൊട്ടി. അല്ലാ, ഇത് കണ്ടില്ലോ, ഒന്ന് മറത്തു പോയിക്ക. റഹ്മാനായ അതവിടെ എന്നോട് അറിയുക. ഇത് പടച്ചവനെ ഇതെന്നെ ഈ കോഴിച്ചിട്ട് ഈ ടൈലേ കിടക്കണ വാഴയിലെ കൊണ്ട് കോരിയാ കിട്ടും. അത് ഇങ്ങോട്ട് ഇറങ്ങി വാ, എന്നെ സോപ്പിട്ട് ഒന്ന് കഴിക്കുക, ഒന്ന് മണത്തേക്ക് മണം പോയി. ഒന്നോടിയേ പോയില്ല, അന്ന് ഒന്നുകൂടെ സോപ്പൊന്നിട്. പടച്ചവനെ ഇത് എന്നോട് പറഞ്ഞാ പറ, ഞാനിത് കോരി കളിയില്ലേ. ഈ മാതിരി കയറി വേണ്ടാത്ത പഠിക്കേണ്ട കാര്യം. നന്നായിട്ട് കഴിയുന്ന ഈ തുണി കൊണ്ട് തൂത്ത് കളഞ്ഞോ, കയറി പൊക്കോ. എന്നിട്ട് എന്ത് ചെയ്തു, ഇവള് ചകിരി എടുത്തോണ്ടിട്ട് അത് നന്നായി കോരി അത് കഴുകിയതിന്റെ ശേഷം അണുനാശിനിയൊക്കെ ഒഴിച്ച് ക്ലീൻ ചെയ്ത് നല്ല സുഗന്ധമുള്ളതൊക്കെ അങ്ങോട്ട് തേച്ച് നല്ല റാഹത്താക്കി. ഞാൻ ചോദിക്കട്ടെ, ആദ്യത്തേതാണോ നല്ലത്, രണ്ടാമത്താണോ നല്ലത്? കോഴിച്ചെടി കോരിയത് പെണ്ണുമ്പിള്ളേ, രണ്ടാമത്തേലും ആദ്യത്തേതിലും പെണ്ണുമ്പിള്ളേ കോരിയത്. രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം കുറ്റപ്പെടുത്തരുത്. അവിടത്തേക്ക് ഞാൻ പറയുന്നു, ഇവിടത്തോടും പറയുന്നു. കുറ്റപ്പെടുത്തൽ കുടുംബജീവിതം തകരാൻ കാരണമാക്കപ്പെട്ട ഒരു വിഷയമാണ്. കുറ്റപ്പെടുത്തരുന്ന് തന്നെയല്ലേ ഖുർആൻ പറഞ്ഞത്? അതല്ലേ ഞാൻ ചോദിച്ചത്. എല്ലാ വെള്ളിയാഴ്ച ഇത് തന്നെയല്ലേ ഉപദേശിക്കുന്നത്? ഖൂലു ഖൗലൻ സദീദ. നിങ്ങൾ നല്ല വർത്താനം. സ്വന്തം മക്കളെ എന്ന് കുറ്റപ്പെടുത്താൻ തിരുത്തൂല. നിങ്ങൾ മനസ്സിലാക്കിയോ? നിങ്ങളുടെ ഭാര്യയും പെണ്ണല്ലേ, നിങ്ങളുടെ ഭർത്താവും പെണ്ണല്ലേ. ഭർത്താവിനെ കുറ്റപ്പെടുത്തണമൊക്കെ ഞാൻ പറഞ്ഞുതരാം. കുറ്റപ്പെടുത്താത്ത ശൈലിയിൽ ഭർത്താവ് നല്ല വഴിയിലേക്ക് വന്ന് ഭാര്യ കാരണമായി ഭർത്താവ് സ്വർഗാവകാശിയായ ചരിത്രവും ഞാൻ പറഞ്ഞുതരാം. ഇതൊക്കെ ഇതിനകത്തുള്ളത് തന്നെയാ, ഒന്നും പുതുക്കിക്കൊണ്ട് നേക്കണമൊന്നുമല്ല. ആ പരസ്പരമുള്ള സംസാരത്തിൽ സ്വന്തം മക്കളെ കുറ്റപ്പെടുത്താൻ മക്കൾ വഴിക്ക് വരൂല. നിങ്ങൾ മനസ്സിലാക്കിയോ? കുറ്റപ്പെടുത്തലല്ല വേണ്ടത്. 1.5 വയസ്സുള്ള കൊച്ച്, അതിനിപ്പോ എന്തറിയാം? അത് മുറ്റത്തിരുന്ന് വെളിക്കിറങ്ങുവാണ്. നിങ്ങൾ ചെല്ലുമ്പോൾ അവൻ വെളിക്കിറങ്ങണതിന്റെ കൂടെ നേന്ത്രപ്പഴം ഇങ്ങനെ തൊണ്ട് ഒളിച്ചിട്ട് കടിച്ച് തിന്നുകയും ചെയ്യുകയാണ്. നിങ്ങൾ എങ്ങനെയായിരിക്കും ആ കൊച്ചിനെ കൈകാര്യം ചെയ്യണത്? വെളിക്കിറങ്ങണതിന്റെ കൂട്ടത്തിൽ ഇത് തിന്നലും നടന്നുകൊണ്ടിരിക്കുകയാണ്, രണ്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എന്ത് ചെയ്യും? എന്റെ ശൈലി പറയുകയാണെങ്കിൽ ആശയെന്ന് കൂട്ടിയിട്ട് ഒരു വിളിയങ്ങൾ വിളിച്ചിട്ട് തിന്നണെന്ന് ചോദിച്ചോണ്ട് 2 ചാട്ടമൊക്കെ ചാടി. 1.5 വയസ്സേ കൊച്ചിന് പ്രായമുള്ളൂ. പക്ഷെ ഞാൻ ഈ 2 ചാട്ടം ചാടി ഇന്നലെ ദേഷ്യപ്പെട്ട് കണ്ണൊക്കെ മിഴിച്ച് കാണിക്കണ കണ്ടിട്ട് ഞാൻ പെരക്കാത്തേക്ക് വരുമ്പോ ആ കൊച്ചിങ്ങനെ തിരിഞ്ഞു നോക്കും. കൊച്ചു വാപ്പ അകത്തേക്ക് പോയോന്ന്. അകത്തേക്ക് പോയാ പിന്നെ അവൻ ചെയ്യണ പണി എന്താണെന്നറിയോ? ആ തൊണ്ട് ബാക്കിയും കൂടെ അങ്ങോട്ട് ഉരിഞ്ഞിട്ട് ഇനി തിരിഞ്ഞിരിക്കും. വെളിക്കിറങ്ങുമ്പോ തിന്നണ്ടെന്നല്ലോ അപ്പൊ എന്നാ ഞാൻ ഈ മലത്തിനകത്തൊന്ന് കുത്തി തിന്നോക്കട്ടെ, എന്താ ടേസ്റ്റ് ഉണ്ടാവും. അതിന്റെ പേരായി വാശിന്ന്. കണ്ടാ, കുറ്റപ്പെടുത്തിയപ്പോൾ വാശി കൂടി. ഇത് നിങ്ങൾ മനസ്സിലാക്കിയേക്ക. അങ്ങോട്ട് കുറ്റപ്പെടുത്തിയാലും ഇങ്ങോട്ട് കുറ്റപ്പെടുത്തിയാലും കുറ്റകൃത്യത്തിൽ നിന്ന് പിന്തിരിയിലല്ല 195 കൂടുതൽ കുറ്റത്തിലേക്ക് പോകല. പോട്ടെ ജനങ്ങളെ, പോട്ടെ. എന്താ ഞാൻ പറഞ്ഞു വന്നത്?
അനുസരണക്കേട് കാണിച്ചു, ഫർദ ധരിക്കൂല എന്നാ പറയണത്. അപ്പൊ എന്ത് ചെയ്യണം? ഇടിയല്ല വേണ്ടത്, അടിയല്ല വേണ്ടത്, വഅ്ളുഹുന്ന, നല്ല നിലയ്ക്ക് ഉപദേശിക്കണം. എടി, ഞാനിത് പറയുന്നത് എനിക്കും ഖൈറിനാണ്, നിനക്കും ഖൈറിനാണ്. നമുക്ക് രണ്ടാൾക്കും നാളെ നന്മയ്ക്ക് വേണ്ടിയിട്ട് പറയാൻ, നമ്മുടെ മക്കളുടെ നല്ല ഭാവിക്ക് വേണ്ടിയിട്ടും പറയാൻ. ഇങ്ങനെ നല്ല നിലയ്ക്ക് ഉപദേശിക്കാൻ അനുസരിക്കുന്നില്ല, തലാഖിയല്ലായില്ല, അനുസരിക്കുന്നില്ല. പിന്നെ എന്ത് ചെയ്യണം? വഹ്ജുറൂഹുന്ന ഫിൽ മളാജിഇ, നിങ്ങളെ രാത്രി വർത്താനം പറഞ്ഞിട്ടില്ല കേട്ടോ, ഇതിങ്ങനെ പറഞ്ഞു. സാരി ഉടുക്കൂല, ഞാൻ ഹജ്ജ കഴിഞ്ഞിട്ടേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. ആ വിഷയം അവിടെ അവസാനിച്ചു. വേറെ അതിനെ പറ്റി ചർച്ച ഒന്നുമില്ല. അത്താഴം കുടിച്ചു, ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ നേരത്തെ പോയി ബെഡ്റൂമിൽ ചെന്ന് പിന്നെ കിടക്കയിലേക്ക് കയറി രണ്ട് കാലും എങ്ങനെ അങ്ങോട്ട് പരമാവധി അങ്ങോട്ട് അകത്തി, രണ്ട് കയ്യും എങ്ങനെ അങ്ങോട്ട് വിടുത്തി, അങ്ങനെ അവിടെ കിടക്കും. അങ്ങനെ പെണ്ണുമ്പിള്ള പിന്നെ പാത്രമൊക്കെ കഴുകി വാതിലൊക്കെ അടച്ച് ബെഡ്റൂമിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേ, ഇതെന്ത് കിടത്തായി കിടക്കണേ? ഇത് മനുഷ്യൻ കിടക്കണ അടുത്തല്ലാണ്. മനുഷ്യൻ കിടക്കണ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാതിരി കിടന്നു കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ളവർ കിടക്കണ എവിടെയാ? അതിപ്പോൾ എനിക്കറിയേണ്ട കാര്യമില്ലല്ലോ. ഞാനിപ്പോൾ ഇങ്ങനെ ഈ കാലൊന്ന് അകത്തി വച്ചു കിടന്നു നോക്കി, അപ്പോൾ ഉണ്ട് നല്ല സുഖം. എന്നാൽ പിന്നെ കയ്യും കൂടെ ഒന്ന് അകത്താന്ന് പറഞ്ഞാൽ കയ്യും കൂടെ പിടിച്ചിട്ട് അതിനേക്കാളും സുഖം. എന്നാൽ പിന്നെ ഞാൻ ഇന്ന് ഇങ്ങനെ അങ്ങോട്ട് കിടക്കാൻ ഇതെന്തൂട്ടാ വിളി പറഞ്ഞാൽ ഈ കാലും ഈ കയ്യും കൂടെ മാറ്റി വെക്കും. ഞാനിവിടെ ഈ കാലും മാറ്റണില്ല, ഈ കയ്യും മാറ്റണില്ല. ഞാൻ കാശ് കൊടുത്ത് കഴിഞ്ഞാൽ കിടക്കല്ല കട്ടില്ല. ഇന്നത്തെ ഒരു ദിവസം അത് ഞാനിപ്പോൾ ഇന്ന് അങ്ങനെ തീരുമാനിച്ചേക്കാണ്, ഇന്ന് ഇങ്ങനെ കിടക്കാൻ. ഞാൻ എവിടെ കൊടുക്കും? അവിടെ ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടല്ലോ, താഴെ കിടക്കാൻ പാടില്ലേ? ഒരു പുല്ലോയോ വിരിപ്പ എന്തെങ്കിലും വെച്ച് അവിടെ നിലത്ത് കിടക്കാമല്ലോ. ഈ മാർബിളിനെ ഉള്ളോ? അത് എനിക്ക് ബാധത്തിന്റെ, നിനക്ക് ബാധമായാലും ഗോതായാലും ഇപ്പൊ ഇന്നിപ്പോ എന്തായാലും ഒരു ഇടപാടും ഇവിടെ നടക്കൂല. ഞാൻ ഇന്ന് ഇങ്ങനെ കിടക്കാൻ തന്നെ തീരുമാനിച്ചേക്കുവാണ്. ഇങ്ങനെ ഒരു തീരുമാനം, ഇങ്ങനെ തീരുമാനം പറഞ്ഞാൽ എനിക്കിന്നിപ്പോ അങ്ങനെ ഓഹോ എന്തേ എന്നോട് രാവിലെ പർദ്ദ ഇടണ അങ്ങനെ വരട്ടെ. എനിക്ക് അതിനകത്ത് വലിയ വിഷമമുണ്ടായി. ഞാനത് പറഞ്ഞിട്ട് നീ അത് അനുസരിക്കണില്ലാണ്ട് വന്നു കഴിഞ്ഞപ്പോഴേ, എന്നാ പിന്നെ ഞാൻ ഇനി ഇങ്ങനെ കിടക്കാന്ന് കിടന്നോ, ഞാൻ താഴെ അതല്ല, ഞാൻ നമ്മളെ പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ലോ, നീ താഴെ കിടന്നോ. ഖുർആനാ ഇത് പറയണത്, ചുമ്മാ വാവിലേറുണ്ടാക്കി പറയല്ല. കിടക്കാൻ വരുമ്പോ കൂടെ കിടത്തണ്ടാന്ന്, താഴെ മാറിക്കിടക്കട്ടെ. അങ്ങനെ അവള് താഴെ ഒരു വിരിപ്പ് വിരിച്ച് നീ കട്ടിലേല് ബെഡേല് നല്ല സുഖമായിട്ട് AC ഒക്കെ ഓണാക്കി ലൈറ്റൊക്കെ ഓഫാക്കി ഒരു മാക്സിമം ഒരു 10 മിനിറ്റ്, പരമാവധി ഉണ്ടോ 10 മിനിറ്റ്. ചിലപ്പോ ആദ്യം താഴെ കിടക്കുന്ന ആളായിരിക്കും, അല്ലെങ്കിൽ മുകളിൽ കിടക്കുന്ന ആളായിരിക്കും. മറ്റേ ഉറങ്ങിയില്ലേ? നീ ഉറങ്ങിയില്ലേ? അല്ല, ഭയങ്കര മടിയായത്. ഈ കല്യാണം കഴിക്കാത്ത പിള്ളേരോട് പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്റെ ബഹുമാനികളെ, അള്ള കൊടുക്കണ ശിക്ഷ. ഇപ്പൊ ഇത് അള്ള കൊടുക്കണ ശിക്ഷ. രണ്ടെണ്ണ ഒരു മുറിയിൽ 2 വിരിപ്പ കിടക്കുക. അവളെ വിരിപ്പ കയറ്റി കിടത്തണ്ട, അവള് മാറി കിടക്കട്ടേന്ന്. അപ്പോഴത്തേക്കും കട്ടിലൊന്ന് തപ്പ. എന്ത്? അല്ല, ഞാൻ ഇപ്പൊ തന്നെ ഇടണോ? വേണ്ടടി, നാളെ അവൾക്ക് ഇട്ടാ മതി. എന്നാലേ നീ പറ, ഞാൻ എന്റെ ഏത് കാലം എങ്ങോട്ട് നീക്കണം, ഏത് കൈ എങ്ങോട്ട് നീക്കണം? നീ പറയണ മാതിരിയേ കിടക്കണുള്ളൂ. എന്തോരം നീക്കണമെന്ന് പറഞ്ഞിട്ട് മതി, അത്ര നീക്കൊന്നും വേണ്ട. അപ്പൊ നാളെ മുതൽ ഞാൻ പറഞ്ഞേ മക്ക, നാളെ മുതൽ കിട്ടാതെ. ഇപ്പൊ തന്നെ ഇനി രാത്രി ഇപ്പൊ കിടക്കാറായിട്ട് പ്രശ്നം പരിഹരിച്ചോ? ഞങ്ങള് പറ. ഇവിടെ ഇടിയുണ്ടായില്ല, അടിയുണ്ടായില്ല. ഖുർആൻ പറയാണ്, അനുസരിക്കുന്നില്ല എങ്കിൽ പക്ഷേ പൊന്നാർ നബി തങ്ങൾ പറയാ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എന്ന് തൊണ്ടാനക്കലല്ല ഇവിടെ കേട്ടത്. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ താഴത്തുനിന്ന് കേൾക്കാം, അങ്ങനെ തന്നെ കിടക്കട്ടെ എന്ന് നബിയുനാ റസൂലുള്ളാഹി. അവിടെ പിന്നെ ഇടപെടാനൊന്നും പോകണ്ടാന്ന്. കാരണം എന്താ? അതൊരു മൃഗ, ഒരു പശു എന്ന് പറഞ്ഞാ തങ്ങളത് പറഞ്ഞു കൊണ്ടുവന്ന ശൈലി എങ്ങനെയാന്ന്? പശു എന്നുള്ള വാക്ക് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. തങ്ങൾ പറഞ്ഞു കൊണ്ടുവന്ന എങ്ങനെയാന്നല്ലോ,
ആ സാധനത്തിന് തിന്നാ കുടിക്കുക ഉറങ്ങുക, അതല്ലാണ്ട് വേറെ ഒരു ഉദ്ദേശവും ആ സാധനത്തിലില്ല. പശുവിനും അങ്ങനെ തന്നെ നേരം വെളുത്ത് കഴിഞ്ഞാൽ അല്ലാണ്ട് കച്ചവടം ചെയ്യാൻ പോകണമെന്ന് പശുവിനും വല്ലതും ഉണ്ടോ? അത് തിന്നണം, അതിന് കുടിക്കണം, തിന്നണതും കുടിക്കണം എല്ലാം പുറത്തേക്ക് പോകേണ്ട ദ്വാരങ്കടി കൂടെ പുറത്തേക്ക് പോകും. അതിന്റെ ഇടയ്ക്ക് പശു ഗർഭിണിയാവും, പ്രസവിക്കും. അപ്പൊ കോയാങ്കാക്ക പാലും കൊണ്ടുപോകും. ഒരു ദിവസം ഉണ്ടെ കോയാങ്കാക്ക വെറുതെ കയ്യും വീശുമ്പോ എന്തിനാ കോയാനെന്ന് പാല് കിട്ടിയില്ലേ? പാല് കിട്ടിയില്ലതാ. അപ്പൊ ഇയാളെ ഇറച്ചി കടിച്ചില്ലേ ഇന്നലെ? അതിൽക്കാർ എന്റെ പശുവിനെ ഉണ്ട് ചേർത്ത്. അല്ലാഹു അക്ബർ, നല്ല ഇറച്ചി അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആലോചിക്കുകയും ചെയ്തു. അത് നമ്മുടെ പശുവാണ്. ഇതൊന്നും ഈ നാട്ടിലുണ്ടാവുന്ന കാര്യമല്ല കേട്ടോ, ചുമ്മാ പറഞ്ഞ് തല്ലിക്കൊല്ലണ. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഒരു പശുവിനെ ഇറത്തുണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ പശു ഇറച്ചി മേടിക്കുന്ന ആരെങ്കിലും ഉണ്ടെന്ന് കൈ നോക്കിക്കേ. ഞാൻ ചുമ്മാ തമാശക്ക് പറഞ്ഞല്ല, ഇവിടെ ഒരു പശുവിനെ ഇറത്തിട്ടുണ്ട് അപ്പുറത്ത് കശാപ്പ് ശാലയില്. ആ ഇറച്ചി മേടിക്കും. ഹറാമാന്നല്ലേ പറഞ്ഞ? പശു ഇറച്ചി ഹറാമൊന്നുമില്ല, പശു ഇറച്ചി ഹലാല് തന്നെയാണ്. അത് കാശ് കൊടുത്ത് മേടിക്കുന്ന ആരാ ഇവിടെ ഉള്ളത്? നേരെ മറിച്ച് അപ്പുറത്തൊരു പോത്തിനെ അറുത്തിട്ടുണ്ട്, അത് മേടിക്കൂലെന്ന് അഭിപ്രായമുള്ള ഒരു കൈ വെക്കാൻ പറഞ്ഞ ഇവിടെ വല്ലവരും ഉണ്ടാവും മാനികളെ. ആരാ ഈ പശു ഇറച്ചിനാണ് മുസ്ലിം ഉള്ളത് പറ? എന്നിട്ട് ചുമ്മാ തല്ലിക്കൊല്ലുക. ആ കാക്ക മേടിച്ച് പശു, ഈ താത്ത മേടിച്ച് പശു എന്ന് പറഞ്ഞാൽ കൊല്ലാനും തല്ലാനും ഒരു കാരണം ഇത്രേ ഉള്ളൂ. അല്ലാതെ പശു ഇറച്ചി നിങ്ങൾ മുസ്ലിങ്ങളല്ല. പശു തിന്നണ ആരാന്നറിയോ? അപ്പൊ നമ്മളിവിടെ പറഞ്ഞു കഴിയുമ്പോ വർഗീയത പറഞ്ഞു എന്ന് പറയും. അത് തിന്നണ വേറെ ആൾക്കാരാ. പശുവും കാളയൊന്നും കാക്കന്മാർ തിന്നില്ല, മുസ്ലിങ്ങൾ തന്നെ അല്ല. 1-ാം നമ്പർ പോത്ത്, പിന്നെ ആട്, അത്രേ ഉള്ളൂ. എരുമയും ചില കാലത്ത് ചിലവാവൂല. എരുമയും ചില കാലത്ത് പറ്റൂല. നല്ല പോത്തുകൂട്ടൻ അല്ലെങ്കിൽ ആ കശാപ്പുകാരനെ കണ്ടിക്കോടെ ആൾക്കാർ. അങ്ങനത്തെ ശൈലിയാണ് നമുക്കുള്ളത്. അല്ലാണ്ട് ആരാ ചീഞ്ഞ കാളനെ തിന്നണത്, ഈ എണിക്കാൻ പറ്റാത്ത പശുവിനെ തിന്നണത്? അതൊക്കെ തിന്നുന്ന ആൾക്കാർ വേറെ ബഹുമാനികളെ. അപ്പൊ പോട്ടെ, ഞാൻ എന്താ പറഞ്ഞു വന്നത്? ആ ഇറച്ചിയാണതില്ലേ? പശുവിനെ ഇറച്ചി എല്ലാവരും അടുപ്പിലാക്കി സംഗതി തീർന്നു. അതുപോലെ തന്നെ ഇപ്പൊ കിടക്കുന്ന നബീസാക്ക് എന്തുട്ടാ? നബീസാക്ക് തിന്നണം, നബീസാക്ക് കുടിക്കണം, നബീസാക്ക് ഉറങ്ങണം. അങ്ങനെ ഇരിക്കുമ്പോ നബീസ ഗർഭിണിയായി, നബീസ പ്രസവിച്ചു. ഒരു ദിവസം കാണാം മക്കാരിയാക്കടെ വീട്ടിൽ ആൾക്കൂട്ടം. എന്തേ അറിഞ്ഞില്ല? ഇല്ല, നബീസ മരിച്ചല്ല. അതെ, അപ്പൊ അതാണ് പുതിയ കവറ് കുഴിയിൽപ്പടി പാറി. അത് തന്നെ നബീസാടെ. വല്ല വ്യത്യാസം ഉണ്ടായോ പറ? ഇതാ നബി തങ്ങൾ പറഞ്ഞ ഈ സാധനം അവിടെ തന്നെ കിടന്നുറങ്ങട്ടെ. 2ാമത്തെ ദിവസവും കൂടെ കിടത്തല്ലേ, 3ാമത്തെ ദിവസവും കൂടെ കിടത്തല്ലേ. 3 ദിവസം മാറ്റി കിടത്തി. 4ാമത്തെ ദിവസം ശൈലി മാറുവാൻ. അപ്പോഴും തലാക്ക് എല്ലാരല്ല പറയണേ. ഇത് നിങ്ങൾ പറ, തലാക്ക് എല്ലാരല്ല പറയണത്. രാവിലെ അപ്പം ചുട്ടോണ്ടിരിക്കുകയാണ്. രാത്രി 3ാമത്തെ രാത്രി കിടന്നുറങ്ങിട്ടോ 4ാമത്തെ ദിവസം വെളുപ്പിന് ഇവിടെ അപ്പം ചുട്ടോണ്ടിരിക്കുകയാണ്. നീ എന്ത് ചെയ്യണം? സുബീസ്കാരൊക്കെ കഴിഞ്ഞിട്ട് പതുക്കെ ആ കത്തി എടുത്താ പുറവശത്തേക്ക് ഇറങ്ങി ആ വാളംപുളിയുടെ നീണ്ടു നിവർന്നൊരു ചെറിയ വടിയും കൂടി വെട്ടിയെടുക്കണം. എന്നിട്ട് ആ അപ്പം ചുട്ടോണ്ടിരിക്കണേന്റെ ആ സാരിയിൽ ഇങ്ങോട്ട് കൂട്ടി ഇങ്ങോട്ട്, സാരിയാണല്ലോ വെച്ചാണേ, കൂട്ടി ഇങ്ങോട്ട് പിടിച്ചിട്ട് ഒരു 2 എണ്ണം തുടക്കിട്ട് കൊടുക്കണം. നീ അപ്പൊ സാരി മാറ്റൂല അല്ലേ എന്ന് ചോദിച്ചോണ്ട് 2 എണ്ണം. പക്ഷേ 8 കൊടുക്കുന്നതിന് നിബന്ധനയുണ്ട്. വൈറ മുബരിഹിൻ, പൊട്ടാൻ പാടില്ല, അടിച്ചു പൊട്ടിക്കാനൊന്നും പാടില്ല, മുഖത്തൊന്നും അടിക്കാൻ പറ്റൂല. വലിച്ചു പിടിച്ചിട്ട് എന്ത് ചെയ്യണം? ആ തൊടഭാഗം നോക്കിയിട്ട് 2 എണ്ണം ഇട്ട് കൊടുക്കണം. തലാക്കായിട്ടില്ല. ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കണ്ട, ശരിയാണ്. അവിടെ ഭർത്താവ് പറഞ്ഞു തുടങ്ങി. അത് കറക്റ്റാ. നമ്മള് വടി കൂട്ടിയാലും പാവപ്പത്തിയാലും ചട്ടകാരിക്കണേ. മാത്രല്ല നമ്മളെ അടി ഒറ്റ തുണിയെ കൊടുത്തിട്ടുള്ളൂ, അടിയിലൊന്നും ഇട്ടിട്ടില്ല. വലിയ പ്രശ്നാ ഇതൊക്കെ. നിക്കാഹിത കിടക്കണോടായി പറഞ്ഞേ. ഈ വടി വെട്ടാനും ഈ പറഞ്ഞൊക്കെ ആരോടാന്നറിയോ? നിക്കാഹ് ചെയ്ത ഭർത്താവിനോടായി പറഞ്ഞേ. അല്ലാണ്ട് നമ്മളിൽപ്പെട്ട ചില ആൾക്കാരോടല്ല. ഇവിടെ നിക്കാഹിത ആൾക്കാർ ഇരിപ്പുണ്ട്. നിക്കാഹിത എങ്ങനെയാ? മാന്യമായ മഹർ പെൺകുട്ടിക്ക് കൊടുത്ത്, എന്ന് പറഞ്ഞാൽ അവളുടെ വിവാഹത്തിന്റെ മൂല്യം അതങ്ങോട്ട് കൊടുത്ത് അവള് കുടുംബത്തിൽ ജീവിച്ച അതേ പദവിയിൽ തന്റെ കുടുംബത്തിൽ കൊണ്ടുവന്ന് സംരക്ഷിക്കുന്നതായ ഭാര്യയോടാണ് ഈ പറയപ്പെട്ട ശൈലിയിൽ പെരുമാറേണ്ട ഭർത്താവ്. അല്ലാതെ ഞാൻ കയ്യേക്കണ വാച്ച് അത് മുസ്ലിയാരെ നിശ്ചയത്തിന് അളിയം കൊണ്ടുവന്ന് എത്തിയതാണ്. അവിടെ കച്ചവടം ചെയ്യണ സ്ഥാപനം അതാ അമ്മച്ചനിട്ട് തന്ന കടയാണ്. അപ്പൊ ആ വീടെങ്ങനെയാ? അത് അമ്മച്ചനുണ്ടാക്കി. അല്ല, അത് മൊത്തം അമ്മച്ചൻ്റെ പൈസയാണ്. എല്ലാം മൂപ്പരുണ്ടാക്കി തന്നതാണ്.
ഈ ഇപ്പം കയറിപ്പോന്നെ കാറ് അതന്ന് അതിന് പിന്നെ ശ്രീധനായിട്ട് കാറാ ഒരക്ഷരം മിണ്ടണ്ട. വല്ല വെള്ളമൊക്കെ തിളപ്പിച്ച് വരുവാണെങ്കിൽ കുടിക്കുക കേട്ടാ. വേറെ വർത്താനമൊന്നും പറയണ്ട കേട്ടാ. അവളോട് കണ്ണ് മിഴിച്ചു നോക്കാനും നിൽക്കണ്ട. കാരണം എന്താ, നിന്നെ കാശ് കൊടുത്ത് ആ പാവപ്പെട്ടവരുടെ വാപ്പ വിലക്ക് മേടിച്ചേക്കണം. എന്തിനാ? മോക്ക് സുഖിക്കാൻ വേണ്ടി. മാർക്കറ്റിൽ ചെന്ന് കാളേനെ മേടിച്ചോണ്ട് കാള പറഞ്ഞാൽ കേൾക്കാനല്ല, മുതലാളി പറഞ്ഞാൽ കാള കേൾക്കണം. നിന്നെ കാശ് കൊടുത്ത് മേടിച്ചേക്കണതാ. അവള് പറഞ്ഞാരിയൊക്കെ അങ്ങോട്ട് കേൾക്കാം, അനുസരിക്കുക. മനസ്സിലായില്ലേ? നീ പറഞ്ഞാരിയല്ല അവള് കേൾക്കണ്ട. കാരണം നിന്നെ കാശ് കൊടുത്ത് മേടിച്ചേക്കണതാണ്. സ്ത്രീധനം മേടിച്ചവനക്കൊന്നും ഇത് പറയാൻ അവകാശമില്ല. യാതൊരു ന്യായീകരണവും ഇതിലില്ലടോ. പറ, സ്ത്രീധനം വാങ്ങാനും കൊടുക്കാനും വല്ല ന്യായീകരണവും നിങ്ങൾക്ക് ആർക്കെങ്കിലും എടുക്കാവോ? സമുദായത്തിന്റെ ഇടയിൽ അവരെ ഒറ്റപ്പെടുത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിനൊക്കെ ആദ്യമായിട്ട് ശബ്ദമുയരേണ്ടത് സ്ത്രീകളുടെ ഭാഗത്ത് നിന്നാ. പക്ഷെ സ്ത്രീകളല്ലേ ഇന്ന് അതിനെ പ്രോത്സാഹിപ്പിക്കുന്നത് കൂടുതലും, അല്ലേ? മോനിക്കുന്ന പെണ്ണ് കാണാൻ പോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ചോദിക്കണത് എന്താ അവര് തരാന്ന് പറഞ്ഞേക്കണേ. കണ്ടാ, പെണ്ണിന്റെ വായിന്നാ ഇത് വന്നത് ആദ്യം. എന്താ തരാന്ന് പറഞ്ഞേക്കണേ? അത് എടി പിന്നെ 10 കോടിയും പിന്നെ അത്രയായെങ്കിലും നമ്മള് മോക്കയിൽ കൂടുതൽ കൊടുത്തിട്ടുണ്ടല്ലോ. അങ്ങനെയാ താരതമ്യപ്പെടുത്തണേ. അങ്ങനെയാ, രക്ഷയില്ല. ആദ്യമായി ശബ്ദിക്കേണ്ടത് നിന്റെ ഭാഗത്തു നിന്നാണ്. എന്റെ മോൻ വിവാഹം കഴിക്കുമ്പോൾ 1 രൂപ പോലും പെണ്ണിന്റെ ഭാഗത്തുനിന്ന് സ്ത്രീധനമായിട്ട് വാങ്ങാൻ പാടില്ല. എന്നാ കൊടുക്കാൻ പാടില്ലേ, വാങ്ങാനും പാടില്ലേ? ഉണ്ടല്ലോ. പൊന്നാര നബി തങ്ങൾ പൊന്നുമോളെ നിക്കാഹ് ചെയ്ത് ഇറക്കി വിടുമ്പോൾ, മോളെ ഈ കിടക്കുന്ന രോമവസ്ത്രം നിനക്കുള്ളതാണ്, മോളെ ഈ തോൽപാത്രം നിനക്കുള്ളതാണ്, ഈ വെള്ളിയുടെ ആഭരണം നിനക്കുള്ളതാണ്, ഈ ഇരിക്കുന്നതായ പാത്രം നിനക്കുള്ളതാണ്, ഈ വസ്ത്രം നിനക്കുള്ളതാണ്. ഇതെല്ലാം മഹാനായ നബി തങ്ങൾ പൊന്നോമന മകൾക്ക് കൊടുത്തപ്പോൾ അലിയാര് തങ്ങൾ പറഞ്ഞില്ല, റസൂലേ ഇതൊന്നും എനിക്ക് വേണ്ട, ഇത് സ്ത്രീധനമാണ്. ആരും പറഞ്ഞില്ല ബഹുമാനികളെ. പിതാവ് മകൾക്ക് കൊടുക്കുന്നതിന് ഇവിടെ ആരും എതിരില്ല, മകൾക്ക് വാങ്ങിക്കുന്നതിനും എതിരില്ല. പക്ഷേ ഇത്ര തന്നാലേ നിക്കാഹ് നടക്കൂ. ഇതിന്റെ പേരാണ് സ്ത്രീധനം. ഇത് അനുവദിക്കപ്പെട്ടതല്ല. അതിന്റെ പേരിൽ സ്ത്രീധനമൊക്കെ മേടിച്ചിട്ട് പെണ്ണുമ്പള്ള തല്ലു പിടിക്കുകയൊക്കെ ചെയ്തിട്ടേ അങ്ങനെയൊക്കെ ഉണ്ട്. ഇന്നലെ പോയ മാതിരിയല്ല, മുമ്പിൽ ഒരു പല്ല് കാണില്ല. അപ്പൊ കടയിലേക്ക് വന്നു കഴിഞ്ഞപ്പോ ആൾക്കാർ ചോദിച്ചു, അല്ല ഇതെന്താ ഈ പല്ലിനെന്ത് പറ്റി? അതെന്താ ചങ്ങാതി, വീട്ടിൽ നിന്ന് സിറ്റ് ഔട്ടിൽ നിന്ന് മുറ്റത്തേക്ക് ഇറങ്ങാൻ 1ാമത്തെ നട ചവിട്ടിട്ട് 2ാമത്തെ ചവിട്ടിന് ഒരു 4ാമത്തേലെ ഇപ്പൊ ചവിട്ടി. അങ്ങോട്ട് മുന്നും കൊത്തി വീണത് പോയി പല്ലടിച്ചു, 2 പല്ല് പോയി. എവിടെ? പെണ്ണുമുള്ള പറഞ്ഞിട്ട് ഇവൻ പറഞ്ഞിട്ടനുസരിക്കാണ്ട് പെണ്ണുമുള്ള ചൂല് മടക്കി അടിച്ചതാ. പല്ല് 2 പോയിട്ട് മനസ്സുകൊണ്ട് പറഞ്ഞതിനാ. എനിക്ക് അയ്യോ വീട് കൂലിയാ, ഒരു കൂലി നിൽക്കില്ല. എന്താ നിക്കാഹ് വേണ്ട രീതിയിലല്ല. പോട്ടെ എന്താ പറഞ്ഞു വന്നത്? ഈ നിലക്ക് അടിച്ചിട്ടും ശരിയാകുന്നില്ലെങ്കിൽ അവളുടെ ഭാഗത്തുനിന്ന് 2 മാന്യന്മാരെ വിളിക്കണം, നിന്റെ ഭാഗത്തുനിന്ന് 2 മാന്യന്മാരെ. ഞാൻ പറയത് ആ 4 പേരുടെ മുന്നിൽ വിഷയം വെക്കണം. ഇവൾ അനുസരിക്കാൻ തയ്യാറല്ല. ഇവര് 4 പേരും കൂടി അവളോട് പറഞ്ഞിട്ടും അനുസരിക്കുന്നില്ലെങ്കിലും തലാഖ് ചെല്ലരുത്. പിന്നെ എന്ത് ചെയ്യണം? അവളുടെ ഭാഗത്തുനിന്നുള്ള ഉപദ്രവങ്ങളും പീഡനങ്ങളും സഹിച്ച് ഭർത്താവാകുന്ന നീ അവളോടൊപ്പം ജീവിക്കാൻ തയ്യാറായാൽ നിനക്ക് അല്ലാഹു തആല തരുന്നതായ പദവി, മൻ സ്വബറ അലാ സൂഇ ഖുലുഖി ഇംറാതിഹി അഅതാഹുല്ലാഹു മിസ്ല മാ ഉഅതിയ അയ്യൂബ അലൈഹിസ്സലാം. വലിയ പദവിയിലേക്ക് നിന്നെ ഉയർത്തപ്പെടുകയാണ്. പക്ഷെ ഞാൻ പറഞ്ഞ പോയിന്റിന്റെ തല അവിടെ സ്വല്പം കിടക്കുക. ഞാൻ അതേയോടും കൂടി കൊണ്ടുവന്നിട്ട് ഭർത്താക്കന്മാർ ഭാര്യമാരുടെ പീഡനങ്ങളും ഉപദ്രവങ്ങളും സഹിച്ചാക്കിട്ട് എന്റെ അമ്മമാരെ രാവും പകലും, രാത്രി മൊത്തം നിസ്കാരം, പകല് മൊത്തം നോമ്പ്, ഇങ്ങനെ ജീവിക്കുന്ന ഒരാൾക്ക് നബിയുടെ പദവിയിലേക്ക് എത്താൻ കഴിയുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഭാര്യ ഉപദ്രവിക്കുക, വേദനിപ്പിക്കുകയാണ്, വിഷമിപ്പിക്കുകയാണ്. ആ വേദനയും വിഷമവും എല്ലാം ഒരു ഭർത്താവ് സഹിക്കാൻ തയ്യാറായാൽ പടച്ചമ്പുരാൻ ആ മനുഷ്യനെ പ്രവാചകന്റെ പദവിയിലേക്ക് ഉയർത്തുന്നതെന്ന് നബിയുനാ റസൂലുള്ളാഹി. അയ്യൂബ് അലൈഹിസ്സലാം, അയ്യൂബ് നബിയുടെ പദവിയെ കൊടുത്താ ആദരിക്കാൻ പോകുന്നത്. നോക്കൂ മാനികളെ, കൂടെ ജീവിക്കണമെന്ന് പറയണം. ഇത് ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? ഈ ഭാര്യയുടെ പീഡനം ഒരു ഭർത്താവ് സഹിച്ചു മുന്നോട്ട് പോകണമെങ്കിൽ ഭർത്താവിന്റെ ഭാഗത്ത് എന്തുണ്ടാകണം? ഭാര്യയുടെ ഭാഗത്ത് എന്തുണ്ടാകണം? 2 പേരുടെയും മധ്യത്തിൽ 3ാം കക്ഷി കടന്നു വരണം എന്നുള്ളതാണ് ഞാൻ കൊണ്ടുവന്ന് വെച്ച പോയിന്റ്. 3ാം കക്ഷി ആരാണ്? നബിയുനാ റസൂലുള്ളാഹി. ആ നബി തങ്ങൾ പറയുന്നു, വിവാഹത്തിലേക്ക് കടക്കുമ്പോൾ 4 കാര്യം ശ്രദ്ധിക്കണം. ഒന്നെന്താണ്? സമ്പത്തിനെ നോക്കാം. അവിടെ സമ്പത്തുണ്ടോ, ഇവിടെ സമ്പത്തുണ്ടോ, 2 പേരുടെ സമ്പത്ത് നോക്കാം. പക്ഷേ സമ്പത്ത് തകരും.
സൗന്ദര്യം നോക്കാം രണ്ടു ഭാഗത്തും. അല്ലാണ്ട് ഇവിടെ ഇവിടെ കാക്ക പോലെ ടാറ് പോലെ കറുത്ത് അവിടെ മുല്ലപ്പൂ പോലെ വെളുത്ത് അങ്ങനെയല്ല. രണ്ടു ഭാഗത്തും നോക്കാം സൗന്ദര്യം തകരും. തറവാടിത്തം നോക്കാം, തറവാടിത്തം തകരും. ഇത് മൂന്നും തകർന്നാൽ ദാമ്പത്യ ജീവിതം വലയാതിരിക്കാൻ ഇവിടെയാണ് വിഷയം. നിക്കാഹ് ചെയ്യുമ്പോൾ ഒരു പുതിയാപ്പിളയാകാൻ പോകുന്ന പുതിവെണ്ണാകാൻ പോകുന്ന രണ്ട് വ്യക്തികളും ശ്രദ്ധിക്കേണ്ടത് 4 പോയിന്റാണ്. ഒന്നാമത്തത് സമ്പത്ത്. കാശ് പോയി കഴിയുമ്പോൾ പിന്നെ അപ്പുറത്തേക്കൊക്കെ തിരിയും. കാശുള്ളിപ്പൊക്കെ കൂടെ കഴിക്കും. കാശ് പോയി കഴിയുമ്പോൾ അപ്പുറത്തേക്ക് തിരിയും. നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ ഇവിടെ തന്നെ ഒരു പശുവിനെ കൊണ്ടുവന്ന് കെട്ടിയ കയറിന്റെ നീളത്തിൽ ഉള്ള അത്രയും പുല്ല് തിന്നു, മൊത്തം നക്കി തിന്നു. പക്ഷെ അതിന് വിഷമടങ്ങിയിട്ടില്ല. അപ്പുറത്തെ പറമ്പിൽ അല്ല മുട്ടോളം പുല്ലിങ്ങനെ അല്ല തളുത്ത് നിൽക്കുകയാണ്. പശുവിനെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതിങ്ങനെ എത്തിക്കുമ്പോ കയറ് വലിയും. പുല്ലിട്ടാനുള്ള ആർത്തിയിലാണ് ഈ എത്തിക്കണത്, വലിക്കണത്. അങ്ങനെ വലിയുമ്പോ കയറ് പൊട്ടും. കയറ് പൊട്ടുമ്പോ എന്ത് ചെയ്യും? പശു അപ്പുറത്തെ പറമ്പിലേക്ക് ആടും. അപ്പുറത്തെ പറമ്പിലേക്ക് ആടി കഴിഞ്ഞാൽ പിന്നെ വയറെറിച്ച് പുല്ലിനു. അതിന് നമുക്ക് പശുവിനെ കുറ്റം പറയാൻ പാടുണ്ടോ? പറ. ആ കുറ്റം പറയാൻ പറ്റില്ല. ഇനി കാളയാണെങ്കിലും സഹോദരിമാരെ കാളനെ കുറ്റം പറയാൻ പറ്റുമോ? കുറ്റം പറയാൻ പറ്റില്ല. ഇതാണ് അതിന്റെ കാര്യം. മനസ്സിലായോ അപ്പൊ നിങ്ങൾക്ക് പറഞ്ഞത്? അവർക്കൊന്നും ഇങ്ങിരുന്നാൽ മനസ്സിലാവില്ല. മനസ്സിലായില്ലെങ്കിൽ ഇത്ര മനസ്സിലായാൽ മതി കേട്ടാ. കുറച്ച് പരിധിയൊക്കെ ഇട്ട് അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കാര്യങ്ങൾ ശ്രദ്ധിച്ചോ, മനസ്സിലാവും. മുആവിയ റളിയല്ലാഹു തആല അൻഹു രാജ്യം ഭരിക്കുക. മദീനയിലുണ്ടായ സംഭവം. നല്ല സൗന്ദര്യവതിയായ ഒരു പെൺകുട്ടിയെ സാമ്പത്തിക ശേഷിയുള്ള ഒരാൾ വിവാഹം കഴിക്കുകയാണ്. നിസ്സാര കാലം കൊണ്ടിട്ട് ഇയാളുടെ സമ്പത്ത് തകർന്നു. സംഭവിക്കും ബഹുമാനികളെ. ഇതൊക്കെ സമ്പത്തൊന്നും നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റുന്ന കാര്യങ്ങളല്ല. നമ്മള് കച്ചവടത്തിൽ നൈപുണ്യമുള്ള ആളാ, നമ്മള് വലിയ പരീക്ഷകളൊക്കെ പാസ്സാക്കി വലിയ സ്ഥലത്തെടുത്ത ആളാ. അതുകൊണ്ടിട്ടാണ് എന്റെ ജീവിതത്തിന് ഐശ്വര്യം ഉണ്ടായിരിക്കുന്നത്, സമ്പത്ത് വർദ്ധിച്ചിരിക്കുന്നത്. ഈ നിലയ്ക്കൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നവരാണെങ്കിൽ ജനങ്ങളെ, നിങ്ങളുടെ ജീവിത ചെലവിന് നിങ്ങൾ ഇതുപോലെ പണിയെടുത്തിട്ടാണ് അല്ലെങ്കിൽ പരിശ്രമിച്ചിട്ടാണ് നിങ്ങൾ അവകാശപ്പെടുകയാണെങ്കിൽ നിങ്ങളെക്കാൾ കൂടുതൽ ജീവിത ചെലവുള്ളവരല്ലേ വനാന്തരത്തിലെ വന്യമൃഗങ്ങൾ അല്ലേ? നിങ്ങൾ തിന്നുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി ഇറച്ചിയാ സിംഹവും പുലിയൊക്കെ തിന്നുന്നത്. സിംഹം ആശാങ്കളരി പോയിട്ടില്ല, സർവകലാശാല കേട്ടിട്ടില്ല. അല്ലാഹു ഖൈറുർ റാസിഖീൻ. പടച്ചമ്പരാനാ നിങ്ങളെ സമ്പത്തേറ്റ് തന്നെ. നിങ്ങൾ പൊതുമാർക്കറ്റിൽ ചെല്ലുമ്പോൾ കുറഞ്ഞ വിലക്ക് അവിടെ കിട്ടാൻ ചരക്ക് റെഡി. നിങ്ങൾ അതുകൊണ്ടൊന്ന് നിങ്ങളെ റീറ്റെയിൽ സ്ഥാപനത്തിൽ നിരത്തുമ്പോൾ കൂടിയ വിലക്ക് വാങ്ങാൻ ആള് റെഡി. ഇത് അള്ളാഹു തആല നിങ്ങൾക്ക് ചെയ്യുന്ന അനുഗ്രഹ. നിങ്ങളിപ്പോ ഈ പൂക്കാട്ടുപടിക്ക തന്നെ ചുമ്മാ ചെന്ന് നോക്കി, അവിടെ ഒരു കച്ചവട സ്ഥാപനം, ഇവിടെ ഒരു കച്ചവട സ്ഥാപനം. ഈ രണ്ട് സ്ഥാപനത്തിലും ഒരേ നിലവാരത്തിലുള്ള ചരക്കുകളാണ്. പക്ഷെ ആ കടയിൽ ഇരിക്കുന്നവർക്ക് പണിക്കാർക്ക് സാധനം എടുത്തു കൊടുക്കാൻ കഴിയില്ല, അത്ര തിരക്കാണ്. ഇവിടെ ഇരിക്കുന്ന മുതലാളി വരെ ഈച്ച പിടിച്ചിരിക്കുകയാണ്. ചുമ്മാ നമ്മുടെ ഈ അടുത്തുള്ള ജംഗ്ഷനിലുള്ള കച്ചവട സ്ഥലങ്ങളൊക്കെ നോക്കുക, എല്ലാ സ്ഥലത്തും ഉണ്ട് ഇത്. ആ കച്ചവടക്കാരനെ അള്ളാഹു അനുഗ്രഹിച്ചു, ഇവനെ അള്ളാഹു തആല പരീക്ഷിച്ചു. ഇതാണ് അതിനകത്തുണ്ടായത്. ഇങ്ങനെ സമ്പത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയല്ല, തകരും. ഇവിടെ ഇതാ പുരുഷന്റെ സമ്പത്ത് തകർന്നുപോയി. മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ പട്ടാള മേധാവി ഈ പെണ്ണിന്റെ സൗന്ദര്യം മനസ്സിലാക്കി ഇവരുടെ രണ്ടുപേരുടെയും ഇടയിലെ ഒരു കള്ളക്കേസ് ഉണ്ടാക്കി. ഈ ഭർത്താവിനെ പ്രതിക്കൂട്ടിലും ഭാര്യനെ വാദിക്കൂട്ടിലും കയറ്റി മുആവിയ വിചാരണ നടത്തുകയാണ്. അപ്പൊ മുആവിയ റളിയല്ലാഹു അൻഹുവിന് താല്പര്യമുണ്ട്, ഈ പെണ്ണിന് നല്ലൊരു ജീവിതം കൊടുക്കണം. പട്ടാള മേധാവി ഇവളെ ഭാര്യയായിട്ട് സ്വീകരിക്കാനും തയ്യാറാണ്. വിചാരണയുടെ ഇടയിൽ ചോദിച്ചു, സഹോദരി, നിങ്ങൾ വലിയ സുഖമായിട്ട് ജീവിച്ചതല്ലേ? ഇയാൾക്ക് വലിയ സമ്പത്തുണ്ടായിരുന്നില്ലേ? അതേ, സമ്പത്തുണ്ടായി, സുഖമായി ജീവിച്ചതാ. ഇപ്പൊ നിങ്ങളുടെ ജീവിതം ദുരിതത്തിലും വിഷമത്തിലും വേദനയിലുമല്ലേ? അതെ. നിങ്ങൾ ഈ മനുഷ്യനുമായി വിവാഹമോചനം നടത്തി ഒഴിവാക്കാൻ തയ്യാറുണ്ടെങ്കിൽ ആ നിൽക്കുന്ന എന്റെ പട്ടാള മേധാവി നിങ്ങളെ ഭാര്യയായിട്ട് സ്വീകരിക്കാൻ തയ്യാറാ. എന്താണ് നിങ്ങൾക്ക് അഭിപ്രായം പറയാനുള്ളത്?
എന്റെ ബഹുമാനപ്പെട്ട ചക്രവർത്തി, ഈ നിൽക്കുന്ന തഖ്വയുള്ള മുത്തഖിയ എന്റെ ഭർത്താവിനോടൊപ്പം എന്നെ ജീവിക്കാൻ അനുവദിച്ചുകൊണ്ട് ആ പട്ടാള മേധാവിയുടെ കുതന്ത്രത്തിൽ നിന്നും എന്നെ നിങ്ങൾ രക്ഷപ്പെടുത്തണേ. ഈ മനുഷ്യൻ രാത്രി കിടന്നാൽ അല്പം ഉറങ്ങിയതിന്റെ ശേഷം എഴുന്നേൽക്കുകയാണ്, ഒളു ചെയ്തിട്ട് സുജൂദിൽ കിടന്ന് പൊട്ടിക്കരയുകയാണ്. കരയുമ്പോൾ ദുആ ചെയ്യുന്നത്, റബ്ബേ എനിക്കും എന്റെ പ്രിയപ്പെട്ടവൾക്കും പൊറുക്കണേ അല്ലാ. ഞങ്ങളെ രണ്ടാളെയും ഒരു കുടുംബത്തിൽ നിന്ന് ഒരു വിരിപ്പിലേക്ക് കൂട്ടിച്ചേർത്ത് നീയാണ് റബ്ബേ. ഞങ്ങൾക്ക് നാളെ സ്വർഗലോകത്ത് ഒരുമിച്ച് ജീവിക്കാനുള്ള ഭാഗ്യം താട്ടേ അല്ലാ. എന്നെയും എന്റെ പ്രിയപ്പെട്ടവളെയും രോഗത്തിൽ വലക്കല്ലേ അല്ലാ. എന്തെല്ലാം റബ്ബിനോട് ദുആ ചെയ്താലും അതിനോടൊപ്പം എന്റെ കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുന്ന ഈ തഖ്വയുള്ള മനുഷ്യനോടൊപ്പം ജീവിക്കാൻ എന്നെ അനുവദിക്കണേ. മതബോധം ഭാര്യക്കുണ്ടായപ്പോ പട്ടിണിയിലേക്കും ദാരിദ്ര്യത്തിലേക്കും എത്തിയ ഭർത്താവിനെ ഒഴിവാക്കാൻ അവൾ തയ്യാറായില്ല. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സമ്പത്തിനല്ല മുൻതൂക്കം കൊടുക്കേണ്ടത്. മതപരമാകുന്ന വിദ്യാഭ്യാസവും വിവരവും ഭർത്താവിനും ഭാര്യയ്ക്കുമുണ്ടോ? വിവാഹം ചെയ്യാൻ തെരഞ്ഞെടുക്കുന്ന പെൺകുട്ടിക്ക് മതപരമാകുന്ന വിദ്യാഭ്യാസവും വിവരവും ഉണ്ടോ? തന്റെ ഇണയായി വരാൻ പോകുന്ന ഭർത്താവിന് മതപരമാകുന്ന വിദ്യാഭ്യാസവും വിവരവും ഉണ്ടോ? മുസ്ലിം റളിയല്ലാഹു തആല ഉറങ്ങാത്ത സഹോദരിമാരത് കേക്ക് ഉറങ്ങണത് അവിടെ നിന്ന് ഉറങ്ങാൻ, അല്ലാണ്ട് പിന്നെ എന്നെ കൊണ്ടേ പറ്റില്ല. ഞാൻ സാധാരണ ഈ വിഷയമൊക്കെ പറയാൻ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ 1.5 ദിവസമാ ഭർത്താവിന് ഭാര്യയോടുള്ള കടമ പറയണം. 1.5 ദിവസം. എന്റെ ശൈലി എങ്ങനെയാ? 1/2 ദിവസമാ അവിടെ നിന്ന് ഇങ്ങോട്ട് പറയുള്ളൂ. കാരണം അവിടെ നിന്ന് ഇങ്ങോട്ടല്ല കടപ്പാട് കൂടുതൽ, ഇവിടുന്ന് അങ്ങോട്ടാ കടപ്പാട് കൂടുതൽ. അർരിജാലു ഖവ്വാമൂന അലന്നിസാ ബിമാ ഫളലല്ലാഹു ബഅദഹും അലാ ബഅദ് വബിമാ അൻഫഖൂ മിൻ അംവാലിഹിം ഫസ്സാലിഹാതു ഖാനിതാത്തുൻ ഹാഫിളാത്തുൻ ലിൽഗൈബി ബിമാ ഹഫിളത. ഇവർക്ക് 2-3 കാര്യം മാത്രം ചെയ്താൽ മതി. ഇവർക്ക് സ്വർഗ്ഗത്തിൽ പോകാൻ കൂടുതൽ പണിയൊന്നും എടുക്കണ്ട. 5 നേരം നിസ്കരിക്കുക, റമളാൻ മാസത്തിൽ നോമ്പ് പിടിക്കുക, ഗുഹ്യ ഭാഗത്തെ ഹറാമിൽ സൂക്ഷിക്കുക, ഭർത്താവിനെ അനുസരിക്കുക. 4 കാര്യങ്ങളെ ഭാര്യമാർക്ക് ചെയ്യേണ്ടതുള്ളൂ. ഹജ്ജൊക്കെ ചെയ്യിപ്പിക്കേണ്ടത് നിങ്ങളുടെ കടമയാ, അവർക്ക് ഹജ്ജിൽ കടമയില്ല. നിങ്ങളുകൊണ്ട് ചെയ്യിപ്പിക്കണം. അതാ നിങ്ങൾക്കാണ് കടമകൾ. എന്താ വിവരമില്ലാത്ത ഞാനിത് 2 ദിവസം കൊണ്ട് പറയുമ്പോൾ 1.5 ദിവസം നിങ്ങളുടെ അങ്ങോട്ടുള്ള കടമകൾ, അത് അത്ര പറയാനുണ്ട്. അവിടെ നിങ്ങോട്ട് കുറച്ചുള്ളൂ. പക്ഷെ ഇന്ന് അങ്ങനെയല്ല പലരും മനസ്സിലാക്കിയേക്കണത്. ഇങ്ങോട്ടാണ് കടമ കൂടുതൽ. ഇങ്ങോട്ടല്ല കടമ, അങ്ങോട്ടാ കടമ കൂടുതൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല തങ്ങളല്ലേ പറഞ്ഞത്, ഇന്നഹുന്ന അവാനും ഫീ ഐദീകും. ഞാൻ അതിലേക്ക് കടന്നു വരുവാ. തങ്ങളുടെ ഏറ്റവും പ്രസക്തമായ, ഏറ്റവും പ്രാധാന്യമായ, ലോകത്തിന് ഒരു കാലത്തും മാറ്റാൻ കഴിയാത്ത, മറക്കാൻ കഴിയാത്ത പ്രശസ്തമായ പ്രസംഗമല്ലേ അർഫായിലെ വഅദ് നബി തങ്ങളുടെ അല്ലേ? അവസാനത്തെ പ്രസംഗമല്ലേ? അതിനകത്ത് ഊന്നി പറഞ്ഞത് ഈ സമുദായത്തിനോടാ. ഞാൻ ഇൻഷാ അല്ലാഹ് അതിലേക്ക് വരാം. സഹോദരന്മാരെ, സഹോദരിമാരെ, നിങ്ങളോട് പറയാ അവരോടുള്ളതായ കടപ്പാടുകൾ വലുതാ. അല്ലാഹുവേ, അല്ലാഹുവേ, റഹ്മാനായ പടച്ചവൻ ഖൂ അൻഫുസക്കും വഅഹ്ലീക്കും നാറ എന്ന നിലയ്ക്ക് പടച്ചവൻ വരാൻ പ്രഖ്യാപിച്ച നമ്മുടെ ഭാര്യമാര്, നമ്മുടെ മക്കളൊക്കെ കാരണമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവര് കാരണമായി നാളെ അദാബിൽ അകപ്പെടുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ പെടുത്താതെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. 4 നിബന്ധനകളാ പറഞ്ഞു വിടുന്നത്. എന്താ? ഭർത്താവ് അവിടുന്ന് ഇങ്ങോട്ടും വേണം വിവരമുണ്ടോ നോക്കണം, ഇവിടുന്ന് അങ്ങോട്ടും വിവരമുണ്ടോ നോക്കണം. തങ്ങള് വളരെ വ്യക്തമായിട്ടൊരു വർത്താനം പറഞ്ഞു. ഇദാ ഖതബ ഇലൈക്കും മൻ തർലൗന ദീനഹു ഖുലുഖഹു ഫസവ്വിജു ഇല്ലാ തകും ഫിത്നത്തുൻ ഫിൽ അർളി വഫസാദുൻ ഗലീൽ ഔ കമാ ഖാല റസൂലുള്ളാഹി. മതപരമാകുന്ന വിവരവും തഖ്വായുമുള്ള ഒരു ഇണയെ വിവാഹാലോചനയുമായിട്ട് വന്നാൽ നിക്കാഹ് ചെയ്തോ. ആ വിവാഹം നിങ്ങൾ ഒഴിവാക്കിയാൽ നിങ്ങൾക്ക് വരാനിരിക്കുന്നത് കടുത്തതായ നാശവും വലിയ നിരാശയുമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇവിടുന്ന് ഉദാഹരണം പറഞ്ഞാൽ, ഇവിടുന്ന് ഒരു ആൺകുട്ടി ദീനുള്ളതാണ്, തഖ്വയുള്ളതാണ്, നിസ്കാരമുണ്ട്, ഒരു പുകവലിയില്ല, ദുശ്ശീലങ്ങളൊന്നുമില്ല. ഒരു പെൺകുട്ടിയെ എനിക്ക് ഇഷ്ടം പോലെ അനുഭവമുണ്ട് ഈ സമൂഹത്തിന്റെ ഇടയിൽ. കല്യാണം ആലോചിച്ചിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോ അവള് പഠിക്കുമായിരിക്കും. ഉടനെ തന്തയുടെ മറുപടി എന്താണെന്നറിയോ? അതെ, അത് അവളിപ്പോ പഠിക്കുക, അത് കഴിഞ്ഞിട്ട് അതിനെപ്പറ്റി ആലോചനയുള്ളൂ, ഇപ്പൊ ആലോചന ഇല്ല. ഇങ്ങനെ നീക്കിയിരിക്കുന്ന കേസിൽ ആ പെൺകുട്ടിയെ കൊണ്ട് ആ മാതാവിനും പിതാവിനും ദുരിതവും കണ്ണുനീരും വന്നിട്ടില്ലെങ്കിൽ റസൂലുള്ളാഹിന്റെ വാക്ക് തിരുത്തണം, വെട്ടിത്തിരുത്തണം. തങ്ങളെ പറഞ്ഞ നിങ്ങൾക്ക് സ്വസ്ഥയും സമാധാനം കിട്ടൂല. അത് ഇവിടുന്ന് ഇങ്ങനെ അങ്ങനെ തന്നെയാ.
അവിടെ നിന്ന് ഒരു ആലോചന വന്നു, മതവും ദീനും തഖ്വായുമുള്ള പെൺകുട്ടിയാ. ഇവിടെ വന്നു കഴിഞ്ഞപ്പോ, ഇവിടെ ആലോചിച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ എന്താ, അവിടെ വല്ല കാശും കാര്യങ്ങളൊക്കെ കുറവാ. അത് നമുക്ക് ഇണങ്ങൂല. തട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാനിരിക്കുന്ന പെൺകുട്ടിയെ കൊണ്ട് നിങ്ങൾ ദുരിതവും വേദന അനുഭവിക്കാൻ പോകണം. ദീൻ തട്ടുന്നിടത്തിലൊക്കെ അല്ലാഹു തആല കളി പഠിപ്പിക്കുന്ന നിമിത്തങ്ങളുടെ ഹദീസ് നമുക്ക് പഠിക്കാനുള്ളതാ. അപ്പോ സമ്പത്ത് നിങ്ങൾക്ക് നോക്കാം, പക്ഷേ സമ്പത്ത് തകരും. സമ്പത്ത് തകർന്നാൽ ജീവിതം താളം തെറ്റാതിരിക്കാൻ മതബോധത്തിന് പ്രാധാന്യം കൊടുക്കണേ. രണ്ടാമത്തേത് ഒലി ജമാലിഹ, 4 നിമിത്തങ്ങൾ പറഞ്ഞത് ഒലി ജമാലിഹ, സൗന്ദര്യത്തിനെ തെരഞ്ഞെടുക്കാം, സൗന്ദര്യവും പോകും. ഒരു ടെൻഷനല്ല ജോലിയാണ് ചെറുക്കന്. കല്യാണം കഴിഞ്ഞ് 1 കൊല്ലം കഴിയുമ്പോഴത്തേക്കും ഞരമ്പൊക്കെ തടിക്കും, കണ്ണൊക്കെ കുഴിയിലേക്ക് പോകും, കവളൊക്കെ സോഡാ കുപ്പി വലിയാവും. അതുപോലെ തന്നെ അവിടെ ഒറ്റ പ്രസവം അങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ കൊല്ലന്റെ ഓല പോലെയാവും. ഒറ്റ പ്രസവം. ചിലത് 10 പ്രസവിച്ചാലും ചക്കുകുരു പോലെ ഇരിക്കും, ചിലത് ഒറ്റ പ്രസവത്തോടു കൂടി. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ എന്താണെന്നറിയോ, പെണ്ണിങ്ങനെ നോക്കിയിട്ട് കല്യാണം കഴിച്ചപ്പോ നല്ല തുളു കൂടുന്നിരുന്നാണ്, ഈ ശൈത്താനാണ് നീർക്കോലി, ഇതാണ് മരിച്ചു പോയായിരുന്നു, എനിക്ക് ആ സുൽഫീഖറിനോട് പറഞ്ഞല്ല. ഇതാ പറഞ്ഞ ഇത് വരാതിരിക്കാൻ സൗന്ദര്യം പോവും. അവിടെ അങ്ങനെ തന്നെ എന്തെന്നാ ഇത് തലയിലാവുകയും ചെയ്തു. ഇതിനി അടുത്ത പ്രസവത്തോടെ ഇവിടെ മരിച്ചു പറഞ്ഞെങ്കിൽ എനിക്ക് ആ സെവിയാറെ കെട്ടാറ് കേട്ട. അപ്പൊ തന്നെ പ്രശ്നങ്ങളായി. ഇങ്ങനെ ഒരു അവസ്ഥ മനസ്സിലേക്ക് വന്നപ്പോ തന്നെ പ്രശ്നങ്ങളായി. നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. മൂന്നാമത്തെ പ്രസവത്തിന് ഇങ്ങനെ ഒരു ദ്വാരക്ക വരുന്നത്. അപ്പൊ ഇവൻ ചോറ് കൊണ്ടുവന്നവൻ ആ വള്ളിയിൽ. ഞാൻ ഒരു സ്ഥലത്ത് ഒരു കുറച്ചാള് അങ്കമാലിലല്ലാണ്ട് ഒരു സ്ഥലത്ത് കുറച്ചാള് കത്തി ഉപയോഗിക്കുന്നുണ്ട്. ഇവനാണെങ്കിൽ വന്നുമില്ല. ഞാൻ പറഞ്ഞു, എടാ ഉള്ള നീ കൂടെ വാ, നീ എന്തൊട്ട് എത്ര കൊണ്ടാണ് ദ്വാരക്കണത്. അത് കഴിഞ്ഞിട്ട് അപ്പൊ അവൻ എഴുന്നേറ്റും. ഞാൻ നീ എന്താ എത്തല്? അത് ഉസ്താദെ പെണ്ണുമ്പിള്ളേനെ അഡ്മിറ്റ് ആക്കിയത് അറിഞ്ഞില്ലേ? അല്ല അത് ഞാൻ അറിഞ്ഞില്ല. എന്താ പറ്റിയെന്നോ പ്രസവ? ഓ അത് ശരി. അപ്പൊ ഇത് എത്രാമത്തേടാ? ഇതിപ്പോ 3ാമത്തെ. അല്ലാഹു അക്ബർ. നീ ഇപ്പൊ എന്നിട്ടാ ദ്വാരുന്ന ഉസ്താദെ? ഇപ്പൊ 2 പെണ്ണാ, 3ാമത്തെ പെണ്ണാണ് ഈ പടച്ചവനെ. ഈ പ്രസവത്തോടെ അവളെ കൂടെ മരിപ്പിച്ചേരെ അല്ലാന്ന് ഞാൻ ദ്വാരം. അത് കഴിഞ്ഞപ്പോഴേ അവസ്ഥതെ ഇതുണ്ടായ സംഭവട്ടാ. ആളിപ്പോഴും അതിനകത്തിലുണ്ട്. അത് കഴിഞ്ഞപ്പോ ഞാൻ ഓർത്ത അവസ്ഥ, ഇതങ്ങോട്ട് മരിച്ചു പോയി കഴിഞ്ഞാൽ ഈ 3 പെൺപിള്ളേരെ ഈ ചിരിച്ചില്ലാത്തതിന് ഞാൻ എന്ത് ചെയ്യും? അപ്പൊ ഞാൻ പറഞ്ഞേ, അല്ലെങ്കിൽ മരിപ്പിക്കേണ്ട പടച്ചവനെ എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ നോക്കിയപ്പോഴേ ഇവള് മരിച്ചാലും വേറെ പെണ്ണ് കെട്ടി കഴിഞ്ഞാൽ ഈ പിള്ളേരെ അവള് നോക്കിക്കോളൂലോ. അപ്പൊ അവൻ ഇല്ലെങ്കിൽ പടച്ചവന്റെ ഇഷ്ടം പോലെ ഇതോളാൻ പറഞ്ഞു. നോക്കി ഇവരൊക്കെ എന്തോരം സ്നേഹവും ആത്മാർത്ഥയുണ്ട്. പറ, നിങ്ങളുടെ കാര്യമല്ല ഈ പറയണത്. നിങ്ങളുടെ ഭർത്താവൊന്നും അങ്ങനെയൊന്നും അല്ല. വയറ്റത്തിങ്ങനെ കൈവച്ചിട്ട് നേർച്ചയാക്കും, പടച്ചവനെ ഈ ഉദരത്തിൽ കിടക്കുന്നത് ഒരു വിഷമവുമില്ലാതെ പുറത്തേക്ക് ആക്കി താട്ടെ അല്ലാ, ഞാൻ അക്കീക്ക് ഇറക്കാൻ നേർച്ചയാക്കോ പടച്ചവനെ. അങ്ങനെയുള്ള ഭർത്താക്കന്മാരാ ഭാര്യയോട് സ്നേഹമുള്ളവർ ഉണ്ടാ. ഭാര്യ മരിക്കുമല്ല വേണ്ട, സുഖപ്രസവത്തിൽ പുറത്തേക്ക് വരണം, ഞാൻ എന്റെ കുഞ്ഞിന് വേണ്ടി അക്കീക്ക് ഇറക്കാൻ നേർച്ചയാക്കാൻ. അതാ സ്നേഹം. പൊട്ടെ അപ്പൊ എന്താ പറഞ്ഞത്? സൗന്ദര്യം പോകും. അത് പോയാൽ ദാമ്പത്യം തകരരുത്. സൗന്ദര്യമൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ? ഉണ്ടാക്കാൻ പറ്റി. ഞാൻ പൊന്നു സഹോദരന്മാരെ ചോദിക്കട്ടെ, അമേരിക്ക എന്നൊക്കെ പറഞ്ഞാൽ ലോക പോലീസ് അമഞ്ഞിരിക്കണ രാജ്യല്ലേ? അത് ഭരിക്കണത് ആരാ? ഓ ട്രിംപ്. അവന്റെ മോന്ത ഇരിക്കണത് നോക്കിയേ, മുത്തം കൊരങ്ങന്റെ. ഞാൻ ചോദിക്കട്ടെ, അവനെ കാശ് കൊടുത്ത് മോന്തയൊക്കെ നന്നാക്കാൻ പാടില്ലേ? നന്നാക്കാൻ പറ്റൂല. ഇത് കാശ് കൊടുത്തൊന്നും നന്നാക്കാൻ പറ്റില്ല. അല്ലാഹു തആല ചെയ്യുന്ന അനുഗ്രഹമാണ് സൗന്ദര്യം. അത് പോയാൽ ഒലയരുത്. 3ാമത്തേത് നബി തങ്ങൾ പറഞ്ഞു, തറവാടിത്തം നോക്കിക്കോ. ഈ മാളിയപ്പീടിയൊക്കെ അല്ല, മാളിയക്കപ്പടിയിലെ ഏറ്റവും വലിയ തറവാട്ടുകാരാരാ? അത് താമസിലാരാ? അത് ഇന്ന കുടുംബക്കാരാണ്. അവർക്ക് എന്താ അതിന്റെ യോഗ്യത? അത് ഇവിടുത്തെ ഏറ്റവും വലിയ വീട് അവരുടെയാണ്. ഓഹോ. പിന്നെ അത് മാത്രല്ല, ഏറ്റവും കൂടുതൽ സ്ഥലവും അവർക്കാണ്. ഓഹോ. അത് മാത്രല്ല, ഏറ്റവും വില കൂടിയ വണ്ടികളും അവർക്കാണ്. ഓഹോ. അതാണില്ലേ തറവാടിത്തത്തിന്റെ മാനദണ്ഡം. പിന്നെ അല്ലാണ്ട് എന്താ മാനദണ്ഡം?
എന്നാ മക്കേലെ തറവാട്ടുകാർ ആരാന്നറിയോ? അബൂജാഹിലാണ് തറവാട്ടുകാരൻ. അവനാണ് അവിടെ മണിമാളിക ഉണ്ടായിരുന്നത്, അവനാണ് ഈന്തപ്പന തോട്ടങ്ങൾ ഉണ്ടായിരുന്നത്, അവനാണ് വിലക്കൂടിയ കുതിരകൾ ഉണ്ടായിരുന്നത്. പക്ഷേ നബി തങ്ങൾ പറഞ്ഞു, മക്കയിലെ തറവാട്ടുകാരൻ അനാഥനായി ജനിച്ച അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് റസൂലുള്ളാഹി. എന്താണ് തറവാടിത്തത്തിന്റെ മാനദണ്ഡം? മര്യാദയ്ക്ക് ജീവിക്കുന്നവര്, തഖ്വ ബോധമുള്ളവര്, ഏറ്റവും കൂടുതൽ മതബോധമുള്ള പെൺകുട്ടികളുള്ള വീട്, ഏറ്റവും കൂടുതൽ മതബോധമുള്ള ആൺകുട്ടികളുള്ള വീട്, സത്യം പറയുന്ന കുടുംബനാഥനും കുടുംബനാഥയുമുള്ള വീട്. ഇതാണ് മാനദണ്ഡം. എന്തിന്റെ? തറവാടിത്തം. ഈ തറവാടിത്തവും തകരുന്നതാണ് എങ്ങനെ? ഒരു കുറ്റമുള്ള കുടുംബം അല്ലായിരുന്നു, പക്ഷെ ആ കുടുംബത്തിലെ പെൺകുട്ടി ഏതോ ഒരു അന്യമതത്തിൽപ്പെട്ട ഒരുത്തനോടൊപ്പം നാട് വിട്ടുപോയി. അപ്പോ ഈ പെൺകുട്ടിയെ വിവാഹം ചെയ്തതായ വീട്ടിലെ ഭർത്താവ് പറയും, നിന്റെ അനീതി പോയില്ലേ ഒരുത്തന്റെ കൂടെ? തറവാടിത്തം പോയി. ഭർത്താവിന്റെ പെങ്ങളൊരുത്തന്റെ കൂടെ പോയാൽ ഭർത്താവിന്റെ കുടുംബത്തിന്റെ തറവാടിത്തം പോയി. ഇങ്ങനെ തറവാടിത്തം നഷ്ടപ്പെട്ടാൽ കുടുംബജീവിതം ഒലയാതിരിക്കാൻ മതബോധത്തിന് പരിഗണന കൊടുക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. അപ്പോ പിന്നെ സമ്പത്ത് പോകും, സൗന്ദര്യം പോകും, തറവാടിത്തം പോകും. പോകാത്തത് ഏതാ? പോകാത്തത് മതബോധമാണ്. മതബോധം ഇവിടെ ഇരിക്കുന്ന ഒരു ഭാര്യ പറയുന്നു, എന്റെ ഭർത്താവിനില്ല ഉസ്താദേ. ഇവിടെ ഇരിക്കുന്ന ഒരു ഭർത്താവ് പറയുന്നു, എന്റെ ഭാര്യയ്ക്ക് മതബോധമില്ല. പണം ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു, തറവാടിത്തം ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു, സൗന്ദര്യം ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. നേരെ മറിച്ച് മതബോധം ഉണ്ടാക്കാം. അതാണ് ഞാൻ പറഞ്ഞത്. കുഴിയിൽ പെട്ടുപോയാൽ അവിടെ കിടന്ന് ചാവണ്ട, ഒരു കയറ് പിടിവള്ളി കിട്ടിയാൽ കേറിപ്പോരെ. എന്താണ് പിടിവള്ളി? മതബോധമില്ലാത്ത ഭർത്താവിന് മതബോധം ഉണ്ടാക്കണം, മതബോധമില്ലാത്ത ഭാര്യയ്ക്ക് മതബോധം ഉണ്ടാക്കണം. അതെങ്ങനെ മതബോധം ഉണ്ടാക്കുന്നത്? മനസ്സിലായോ? കുടുംബജീവിതം ഭദ്രമാകാൻ ഭാര്യ ഭർത്താക്കന്മാർക്ക് മതബോധം ഉണ്ടാക്കലാണ് പ്രശ്നത്തിന് പരിഹാരം. മതവുമായിട്ടൊരു ബോധവും ബന്ധവുമില്ലാത്ത ഭർത്താവിനെ ഒരു ഭാര്യ ഭർത്താവായിട്ട് സ്വീകരിച്ചിട്ട് അവന്റെ ഭാഗത്തുനിന്ന് ഒരു ഗുണവും കിട്ടുന്നില്ല, അത് പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. അവന്റെ അടുത്തുനിന്ന് കിട്ടാനുള്ളത് അതേ ഉള്ളൂ. ഇവനറിയില്ല ഭാര്യയോടുള്ള കടപ്പാട് എന്താന്ന്. മനസ്സിലായോ നിങ്ങള്? ഭർത്താവിന് അറിയില്ല ഭാര്യയോടുള്ള കടപ്പാടെന്ത്, ഭാര്യയ്ക്ക് അറിയില്ല ഭർത്താവിനുള്ള കടപ്പാടെന്ത്. ഇത് അറിയില്ലാത്തവർക്ക് എന്ത് ചെയ്യണം? ഉണ്ടാക്കാനുള്ള പരിശ്രമം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാക്കണം. അപ്പൊ കുടുംബബന്ധം സുരക്ഷിതവും, കുടുംബജീവിതം സന്തോഷവും. ഇതെങ്ങനെ ഉണ്ടാക്കാം? ഉണ്ടാക്കാനുള്ള സംവിധാനമാണിത്. ഇതൊരു സംവിധാനമാണ്. ഇങ്ങനെയുള്ള മതപ്രസംഗങ്ങളോ അതുപോലെ മതബോധ ക്ലാസുകളോ അല്ലെങ്കിൽ ദീനിയായ പ്രസിദ്ധീകരണങ്ങളോ ഇഷ്ടം പോലെ കിട്ടൂലോ, ഇഷ്ടം പോലെ കിട്ടും. ഞാൻ നിങ്ങളോടൊക്കെ ഒന്നുകൂടി ആവർത്തിച്ച് പറയാം. നിങ്ങളുടെയൊക്കെ വീട്ടില് ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി തആല അൻഹു തങ്ങളുടെ ഇഹ്യാ ഉലൂമുദ്ദീൻ, നിങ്ങൾക്ക് മലയാളം വായിക്കാൻ അറിയില്ലേ? പാടൂര് കുഞ്ഞു മുസ്ലിയാര് മാസങ്ങളോളം എടുത്ത് പണിയെടുത്തിട്ട് മൊത്തം പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് പച്ച മലയാളത്തിൽ. ആ മനുഷ്യനെ പരിഭാഷപ്പെടുത്തുന്ന കാലത്ത് ഞാൻ അവിടെ വളർന്നു പോയിട്ടുണ്ട്. അല്ലാഹു അദ്ദേഹത്തിന്റെ ആഖിറത്ത് സന്തോഷാക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല മനുഷ്യനാ. ഏത് ബുക്ക് സ്റ്റാളി എന്ന് ചോദിച്ചാലും കിട്ടും. ഇഹ്യാ ഉലൂമുദ്ദീന്റെ പരിഭാഷയുണ്ടോ? മേടിക്കണം. വീട്ടിൽ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യണം? ഒരു കൃത്യമായ ടൈം വെക്കണം. ഇന്ന സമയത്ത് എല്ലാവരും കൂടിയിരുന്നിട്ട് വായിക്കണം. ഒരു പേജ് വായിച്ചാൽ മതി. ഒരാൾ വായിക്കുക, ബാക്കിയുള്ളവർ കേൾക്കുക. ഈ ഭാര്യയും ഭർത്താവാണെങ്കിൽ രണ്ടുപേർക്കും കൂടി വായിച്ച് കേൾക്കാൻ ഒരു ദിവസത്തിൽ ഒരു ടൈം. ഭക്ഷണം കഴിക്കാൻ വേണ്ടി ടൈം എടുക്കണില്ലേ? മലവിസർജനം ചെയ്യാൻ ടൈം എടുക്കണില്ലേ? ഇതുപോലെ ജീവിതം നന്നാക്കാൻ ഒരു ടൈം, ഒരു 5 മിനിറ്റ് ഇത് വായിക്കാൻ. ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന് പറഞ്ഞാൽ ദീനിനെ ഹയാത്താക്കുന്ന ഇൽമെന്നാണ്. ദീനിനെ ഹയാത്താക്കുക. വിശ്വാസം ഉണ്ടെങ്കിലല്ലേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ ഒക്കെ വീട്ടിൽ മേടിച്ചു നോക്കി. ഞാൻ ഇതിന്റെ ഏജന്റ് അല്ലാട്ടാ, എനിക്ക് ഇതിനകത്ത് കമ്മീഷനും ഇല്ല. നിങ്ങൾ ഏത് ബുക്ക് സ്റ്റാളിൽ പോയി എങ്ങനെ മേടിച്ചോ? ഞാൻ പറയാണ് അതൊക്കെ വീട്ടിൽ മേടിച്ചു. ഈ ഏഷനെയും വിത്തനെയും പറയുന്ന മാസികകൾ മേടിക്കാതിരിക്കും. ആ പാർട്ടിക്കാരനെ മേടിച്ച ഈ പാർട്ടിക്കാരുടെ കുറ്റം, ഈ പാർട്ടിയുടെ മേടിച്ച ആ പാർട്ടിക്കാരുടെ കുറ്റം. അങ്ങനെയുള്ളത് മേടിക്കണ്ട. ഈ ഔലൂമുദ്ദീൻ മേടിക്കും, പിന്നെ മേടിക്കാം.
ബഹുമാനപ്പെട്ട തഴവ ഉസ്താദിന്റെ അൽ മവാഹിബുൽ ജലിയ. എന്താ ഒരു പരിഭാഷയും വേണ്ട. ദം മുതൽ പല കാലവും കഴിഞ്ഞില്ലേ, അതിലത്ഭുതം ഇന്നോളവും നിനക്കില്ലേ, ലോകം മടക്കി ഭരിച്ചിരുന്നവരല്ലേ, മൗത്തെന്ന സിംഹം കൊന്നതത്ഭുതമല്ലേ. ഒരു പരിഭാഷകനും വേണ്ട, ചുമ്മാ ഇങ്ങനെ ഇരുന്ന് പാടാ. 10-12 വാല്യം എഴുതിയുണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങൾ തമ്മിൽ നേരിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിലും ഇത് നേരിട്ട് കിട്ടിയ ഒരു അറിവല്ല, വേറൊരാൾ പറഞ്ഞെനിക്ക് കിട്ടിയ ഒരു അറിവ്. കഅബയുടെ കില്ല പിടിച്ചിട്ടാ നല്ല മനുഷ്യൻ ദുആ ചെയ്തു എന്നാ പറയണം. പഠിച്ചവനെ, ഞാൻ തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണെങ്കിൽ എന്റെ നാട്ടിൽ ചെന്ന് ജനങ്ങൾക്ക് അനുഭവപ്പെടുന്ന ഉപകാരപ്പെടുന്ന ഒരു അമലെന്നെ കൊണ്ട് ചെയ്യിപ്പിക്കണേ അല്ലാഹ്. മക്കേന്ന് തിരിച്ച് നാട്ടിൽ വന്നിട്ടുടനെ പേനയും കടലാസും എടുത്ത് അങ്ങ് എഴുതാൻ തുടങ്ങിയെന്നാ. അതാണ് അൽ മവാഹിബുൽ ജലിയ. 12 ഭാഗം എഴുതിയുണ്ടാക്കി. എന്താ ഒറ്റ ഈണം, ആർക്കും പാടാം, ഏത് കുഞ്ഞിനും പാടാം. പ്രത്യേകിച്ച് ഒരു ഈണം പഠിക്കേണ്ട കാര്യമില്ല. അത് പാടിയാൽ അതിനകത്തൊന്നും ഒരു വാക്കും മനസ്സിലാവാത്തുമില്ല. ഒരു വലിയ പണ്ഡിതന്റെ വിൽമ കിട്ടും, ഒരു വലിയ പണ്ഡിതയുടെ പരിജ്ഞാനം കിട്ടും. ചെറിയ വിലയുള്ളൂ. ഞാൻ പറയാ, മേടിച്ചതൊക്കെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് പാട്. അൽ മവാഹിബുൽ ജലിയയുടെ ഞാൻ ഏജന്റ് അല്ല, എനിക്ക് അതിനകത്ത് കമ്മീഷനും ഇല്ല. പക്ഷേ ഇതൊക്കെ നിങ്ങളുടെ വീട്ടിലേക്ക് പറ്റിയ സാധനങ്ങളാണ്. ബാക്കിയുള്ളതൊന്നും ഞാൻ കളയാൻ പറയണില്ല കേട്ടോ. മനോരാജ്യവും മംഗളവും തക്കാളിയൊക്കെ വായിച്ച് ഇങ്ങനെ ചൂടായിരിക്കുന്ന ആൾക്കാരോട് എന്താ മുസ്ലിയാറെ അൽ മവാഹിബുൽ ജലിയ ഉലൂമുദ്ദീൻ ഇതൊന്നും പറഞ്ഞാൽ ഏക്കൂലാന്ന് എനിക്കറിയാം. പക്ഷെ അത് വായിക്കണതിന്റെ കൂട്ടത്തിൽ വായിച്ചാൽ മതി. അല്ലാണ്ട് വായിക്കണ്ടെന്ന് പറഞ്ഞാൽ അത് വായിക്കണ്ടെന്ന് നിങ്ങൾ കളയോ? അല്ലാഹു അക്ബർ. കളയണെങ്ങനെ അതിങ്ങനെ ആവേശം കയറ്റിക്കൊണ്ട് തന്നെ ഇടപാട് അതിനകത്തൊക്കെ ഉള്ളത്. രണ്ടാളും നാട് വിട്ടുപോയി, ഡൽഹി ചെന്നു, പഞ്ചാക്ഷത്ര ഹോട്ടലിൽ റൂം എടുത്തു. അങ്ങനെ സുകുമാരനും സുശീലയും കൂടി റൂമിലേക്ക് കയറി. അങ്ങനെ റൂമിന്റെ വാതിലടച്ചു. സുശീല പയ്യെ സുകുമാരന്റെ അടുത്തേക്ക് വന്നു. അങ്ങനെ സുകുമാരൻ ഇരിക്കുന്ന മിനുമിനുത്തെ മെത്തയിലേക്ക് ഇരുന്നപ്പോൾ സുകുമാരൻ തന്റെ വലത് കൈ സുശീലയുടെ നേരെ ഉയർത്തുന്നു. ശേഷം അടുത്ത ലക്കത്തിൽ മുസ്ലിയാർ പറയും അൽ മവാഹിബുൽ ജലിയ വായിക്ക്, ഉലൂമുദ്ദീൻ വായിക്ക്. എന്റെ മുസ്ലിയാരെ ആ സുകുമാരനെ എവിടെ കൈവച്ചതെന്ന് അറിയണം. ഇന്നലത്തെ വയ്ക്കുള്ളൂ എന്നൊക്കെ അറിയാം, എന്നാലും ഇതിൽ കൂടെ ഒന്ന് വായിച്ചറിയണം. കണ്ട, ഇത് കളയാൻ പറഞ്ഞാൽ മുസ്ലിയാരല്ല. അപ്പൊ ജിബിരിയിലൊന്നും പറഞ്ഞാൽ കളയോ? ഞാൻ പറയാം, അത് കളയണ്ട, നിങ്ങളത് വായിച്ചോ. പക്ഷെ അതിന്റെ കൂടെ ഇത് വായിക്കും. കൂടെ ഇത് വായിക്കുമ്പോൾ കുറെ അങ്ങോട്ട് വായിച്ചു കഴിയുമ്പോൾ ഈമാൻ അങ്ങോട്ട് കേറുമ്പോ മംഗളം ഭണ്ഡാരം വേണ്ട, തന്നെ എടുത്തു കളയും, തന്നെ കളയും. അതിനാരും പറയേണ്ട എടുത്തു കളയും, തന്നെ വീട്ടിൽ നിന്ന് പോകും. അശ്ലീല മാസികളും ദുഷിപ്പിക്കുന്ന പ്രസിദ്ധീകരണങ്ങളും എല്ലാം നമുക്ക് വേണ്ടത് ഇൽമ കിട്ടുന്ന ഭാഗങ്ങൾ. അതുപോലെ തന്നെ ഈ പരിപാടിക്കൊക്കെ ഞാൻ നിങ്ങളോട് പറയാണ്, ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാരെ, ഇത് ഞാൻ ചുമ്മാ ഈ ഭാരതത്തിന്റെ ഭാഷ പറയണം കേട്ടോ. ഭാര്യ എന്നും ഭർത്താവ് എന്നുള്ളത് ഇസ്ലാം പരിചയപ്പെടുത്തി തരുന്നതല്ല. ഖലഖനാകും അസ്വാജാ. മരക്കൊമ്പിൽ 2 കിളികൾ ഇരിക്കുകയാണ്. ആരും കണ്ടാ പറഞ്ഞു കൊടുക്കുന്നേടാ, 2 ഇണക്കുരുവികൾ ഇരിക്കുന്നത് കണ്ടോ? ഇതാണ് ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. 2 പേരും ഇണകളാണ്. ഖലഖനാകും അസ്വാജാ. ഇണകളായിട്ട് അല്ലാഹു തആല നിങ്ങളെ സൃഷ്ടിച്ചു. ഹുന്ന ലിബാസുൽ ലക്കും അൻതുൽ ലിബാസുൽ ലഹുന്ന. നിങ്ങൾക്ക് അവർ വസ്ത്രമാണ്, അവർ നിങ്ങൾക്കും വസ്ത്രമാണ്. തണുപ്പ് വരട്ടെ, വെയിൽ വരട്ടെ, മഞ്ഞ് വരട്ടെ, വസ്ത്രം ഇല്ലാണ്ട് രക്ഷപ്പെടാൻ പറ്റുമോ? നിനക്ക് പെണ്ണില്ലാതെ പറ്റൂല, നിനക്ക് ആണില്ലാതെയും പറ്റൂല. സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ മിമ്മാ തുംബിത്തുൽ അർള് വമിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ. ഭൂമിയിൽ മുളയ്ക്കുന്നതും സർവ്വ ശരീരങ്ങളും എല്ലാത്തിനെയും പടച്ച തമ്പുരാൻ ഇണകളായിട്ടാണ് സൃഷ്ടിച്ചത്. അങ്ങനെ അവിടെ ജീവിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ ഏത് ചെടി എടുത്തു നോക്ക്, എല്ലാത്തിനും ഇണയുണ്ട്. ഏത് ജീവി എടുത്തു നോക്ക്, അതിനകത്ത് ഇണയുണ്ട്. ഏത് അല്ലാഹുവിന്റെ സൃഷ്ടി എടുത്തു നോക്ക്, അതിനൊക്കെ ഇണയുണ്ട്. ഖലഖൽ അസ്വാജ കുല്ലഹാ. ഇണകളില്ലാതെ ലോകത്ത് ജീവിക്കാൻ കഴിയില്ല. അപ്പൊ ബഹുമാനികളെ, ആ ജീവിതം സന്തോഷമാക്കാൻ നമ്മൾ പരിശ്രമിക്കേണ്ടത്. അപ്പൊ എന്താ ഞാൻ പറഞ്ഞു വന്നത്? മതവിജ്ഞാനമാണ് നോക്കേണ്ടത്. ഞാൻ ചോദിക്കട്ടെ, ഇതിനൊന്ന് പരിഗണനയുണ്ടോ? ഉണ്ടാ. അങ്കമാലിയില് ഒരു നിക്കാഹില് പങ്കെടുത്തിട്ട് ഭക്ഷണം കഴിക്കാനിരുന്നപ്പോ അവിടുത്തെ ഇടവകയിലെ അച്ഛനെയും ഈ കുടുംബക്കാരും വിളിച്ചിട്ടുണ്ട് കല്യാണം. ഞാനും ഞങ്ങളുടെ മുദരിസ് ഇബ്രാഹിം മുസ്ലിയാരും അച്ഛനും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഈ അച്ഛനെങ്ങനെ സംസാരിച്ച കൂട്ടത്തിൽ പറഞ്ഞു, ഇമാമേ,
ഞങ്ങളുടെ ഇടവഴകയിൽ ഒരാണിനോ പെണ്ണിനോ വിവാഹിതരാകണമെങ്കിൽ ഞങ്ങൾക്ക് അപേക്ഷ തരും. അപേക്ഷ എന്നാൽ അവർക്ക് ഞങ്ങൾ കുറെ പുസ്തകങ്ങൾ കൊടുക്കും. വേണ്ട, ഈ സമുദായത്തിന് പറ്റിയിരിക്കുന്ന വീഴ്ച എവിടെ നിങ്ങൾ മനസ്സിലാക്കി. ഭർത്താവിനെ കൊണ്ട് ഞാൻ കണ്ണീര് കുടിക്കുന്നു എന്ന് ഭാര്യ പറയുന്നെങ്കിൽ, ഭാര്യയെ കൊണ്ട് ഞാൻ കണ്ണീര് കുടിക്കുന്നു എന്ന് ഭർത്താവ് പറയുന്നെങ്കിൽ ഇതിന്റെ അടിത്തറ ഇളകി കിടക്കുകയാണ്. നാടൻ ഭാഷ പറഞ്ഞാൽ അടയ്ക്കാൻ കുഴിച്ചിട്ടാൽ അടയ്ക്കാൻ വരാൻ മുളയ്ക്കാ, തെങ്ങ് മുളയ്ക്കൂല. നമ്മൾ കുഴിച്ചിട്ടതേ നമുക്ക് മുളച്ച് കിട്ടുന്നത്, വിതച്ചതേ കൊയ്യൂ. അങ്ങനെ തന്നെയാ. എന്റെ ബഹുമാനികളെ, ഈ ഫാദർ പറയാണ് ഈ പുസ്തകങ്ങൾ അങ്ങോട്ട് കൊടുത്താൽ ഇത്ര ദിവസത്തിനകം ഞങ്ങളുടെ മുമ്പിൽ ഹാജരാകണം എന്ന് പറഞ്ഞാൽ അച്ഛന്റെ മുമ്പിൽ അച്ഛൻ ചോദ്യം കൊടുക്കും, ഇതിന് ഉത്തരം ആൻസർ ചെയ്യണം. ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തത് അച്ഛൻ പരിശോധിക്കും. അയാൾ ഞങ്ങളോട് നേരിട്ട് പറഞ്ഞതാണ്. പരിശോധിച്ചാൽ ജയിക്കാനുള്ള മാർക്ക് ഈ ആൺകുട്ടി നേടിയിട്ടുണ്ടെങ്കിൽ, പെൺകുട്ടി നേടിയിട്ടുണ്ടെങ്കിൽ NOC കൊടുക്കുകയാണ്, വിവാഹിതരായിക്കോ. ബൈബിളിൽ ഇല്ല ഇണയെ തെരഞ്ഞെടുക്കുമ്പോൾ വിദ്യാഭ്യാസമുണ്ടോ മതബോധമുണ്ടോ എന്ന് നോക്കണേ എന്ന് ബൈബിളിൽ പറയുന്നില്ല, അല്ലെങ്കിൽ രാമായണത്തിൽ പറയുന്നില്ല. നേരെ മറിച്ച് തിരുസുന്നത്ത് വളരെ അസന്നിഗ്ധമായി ഗൗരവത്തിന്റെ ഭാഷയിൽ നിർദ്ദേശിക്കുന്നു, ഇണയെ തെരഞ്ഞെടുക്കുമ്പോൾ മതബോധം നോക്കണം. പരാജയപ്പെട്ടോ? ഇന്ന് ബഹുമാനികളെ, ഏത് മഹല്ല് കമ്മിറ്റിയാണ് വിവാഹിതരാകാൻ പോകുന്ന ഇണകൾക്ക് ഇതുപോലുള്ള സംവിധാനങ്ങൾ കൊടുക്കുന്നത്? തലാക്ക് തീർക്കലല്ലേ ഇപ്പൊ നമ്മുടെ കമ്മിറ്റിയുടെ ഒക്കെ പണി അല്ലേ? ആകെ വിവാഹമോചന കേസുകളാണ്. ഏത് കോടതിയിൽ ചെന്നാലും വിവാഹമോചന കേസുകളുടെ പരമ്പരയാണ്. എന്തുകൊണ്ടിട്ടാണ് സംഭവിക്കുന്നത്? വിവാഹത്തിലേക്ക് കടക്കുന്നത് തന്നെ റൂട്ട് തെറ്റിയാണ്. എല്ലാ ഭാഗത്തും അങ്ങനെ തന്നെ. നിക്കാഹിന്റെ അവസ്ഥ ഇപ്പൊ എന്താ? ഇന്ന ആളും നിക്കാഹ് ബർക്കത്തുൻ ഐസറുഹു മൂനത്തുൻ നബിയുനാ റസൂലുള്ളാഹി. ആ ബർക്കത്തിൽ ഐശ്വര്യം കെട്ട നിക്കാഹുകളാണ്. നമ്മുടെയൊക്കെ നിക്കാഹുകള് 99% ഐശ്വര്യം കെട്ടതാണ്. നബിതങ്ങൾ എന്താ പറഞ്ഞത്? ഏറ്റവും ഐശ്വര്യമായ വിവാഹം ഐസറുഹു മൂനത്തുൻ, ഏറ്റവും ചെലവ് കുറഞ്ഞ വിവാഹമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ആർഭാടമല്ലേ നിക്കാഹില്? ആർഭാടല്ലേ? ഇപ്പൊ എല്ലാ ഉസ്താദന്മാരൊക്കെ പ്രസംഗിച്ച് അതിന്റെ പ്രസക്തി പോയി. അവിടെ കണ്ട് പയ്യ പിന്നെ ശവപ്പെട്ടിയിൽ ഒന്നു ചേർക്കാൻ. ക്രിസ്ത്യാനി അല്ല വന്നത്, ഹിന്ദു അല്ല വന്നത്, അവനൊക്കെ വിവരമുണ്ട്. ഈ ശവപ്പെട്ടിയിൽ കയറി വന്ന എന്നാ ഈ ഹൈവാനൊക്കെ മയ്യത്തൊട്ടില്ലാത്ത ഒരു വിവരമുള്ള ആ സന്തോക്കിലൊരു മരണ എന്തെങ്കിലും ഉണ്ടാവും. ഉദർ സിന്ദഗി കാ ജനാസ ഉഠേഗാ, ഉദർ സിന്ദഗി കാ ദുൽഹൻ ബനേഗാ. അവിടെ അണിഞ്ഞൊരുങ്ങിയാണ് പള്ളിക്കാട്ടിലേക്ക്, ഇവിടെ അണിഞ്ഞൊരുങ്ങിയാണ് മണയേറിയയിലേക്ക്. രണ്ടും അണിഞ്ഞൊരുങ്ങല. അവിടെ അത്ര പൂശുന്നുണ്ട്, അവിടെയും പുതിയ ഉണി ഉടുക്കുന്നുണ്ട്, അവിടെയും പഞ്ഞി വെക്കുന്നുണ്ട്, ഇവിടെയും അത്ര പൂശുന്നുണ്ട്, ഇവിടെയും പുതിയ ഉട എടുക്കുന്നുണ്ട്. അത് പോകുന്നത് മണിയറയിലേക്ക്, ഇത് പോകുന്നത് പള്ളിക്കാട്ടിലേക്ക്. അപ്പൊ മണിയറയിലേക്കാണെങ്കിൽ ഞാൻ പോകുന്നതെങ്കിലും എനിക്ക് പള്ളിക്കാട്ടിലേക്ക് പോകേണ്ടി വരും. ആ ഒരു ചിന്തയെങ്കിലും ഉണ്ടാക്കാൻ പഹയൻ ഈ ശവപ്പെട്ടി എടുത്താരോ കണ്ട മയ്യത്തെട്ടില്ലാത്ത തരുമെന്നെങ്കിലും. എന്റെ ബഹുമാനികളെ, എന്തൊക്കെയാ കാണിക്കുന്നത്? ഇത് വടക്കൻ കേരളത്തില് നമ്മുടെ രണ്ടാറുകാര മീരാമൗലവി അനുഭവസ്ഥനാന്ന് പറയുന്നുണ്ട്. എന്നോട് നിങ്ങൾ മുമ്പൊരാൾ വിളിച്ചു പറഞ്ഞത് പൂർണ്ണ നഗ്നനായിട്ട് പോകണമെന്ന് പുതിയാപ്പള. എന്താ ഇപ്പൊ ഈ കേൾക്കണത്? ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ പള്ളിയുടെ ഓഡിറ്റോറിയത്തിന്റെ മുമ്പിൽ ഒരു ബോർഡ് വെച്ചേക്കുവാണ്, ഇവിടെ വീഡിയോ എടുക്കാൻ പാടില്ല, പിന്നെ പടക്കം പൊട്ടിക്കാൻ പാടില്ല, സ്പ്രേ അടിക്കാൻ പാടില്ല. അപ്പം ഞാൻ കമ്മിറ്റിക്കാരൻ നിങ്ങൾ ഈ എഴുതിയേക്കണത് ശരിയല്ല എന്ന് പറഞ്ഞു. കാരണം സുഗന്ധം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ റസൂൽ സുന്നത്താക്കിയേക്കണതാണ്. അതിപ്പോൾ വന്നവർക്ക് എല്ലാവർക്കും ചിരിച്ചൊക്കെ തൂത്തു കൊടുത്തു എന്ന് കൊടുത്തത് ഈ ഉസ്താദ് തുല്ലേ പറഞ്ഞേ, അതിനെ സ്പ്രേ അടിക്കാമെന്ന് എഴുതി. അതങ്ങനെ അത്ര ഭൂഷണമല്ല, വലിയതുണ്ട. ഈ വല്ല പുതിയ പിള്ളേര് പുതിയ ഒണ്ടിന്റെ കൂടെ ഇക്കണൊക്കെ കൂടെ കൂടി ഒരു സാധനം അങ്ങോട്ട് മൊത്തം അങ്ങോട്ട് ഒഴിക്കുക, ഇതിന്റെ മൊത്തം കോലം അങ്ങോട്ട് മാറുന്നു. ഈ കോഴിനെ വെള്ളത്തിലിട്ട് മുക്കി മാതിരിയാവുന്നു. ഈ നമ്മുടെ ഈ കേരളത്തിലെ ഒരു സ്ഥലത്ത് നിന്നപ്പോ പള്ളി കമ്മിറ്റിക്കാർ ചോദിച്ചേക്കണതാ. നിങ്ങൾ പറയാമാനുകളെ, എവിടെയാ ഇപ്പൊ ഈ കുറഞ്ഞ ചെലവിലുള്ള നിക്കാഹുകൾ നടക്കുന്നത്? നിക്കാഹിനെ സംബന്ധിച്ച് ഞങ്ങൾ തവാമുൽ അവ്വലി ഹഖുൻ വ തആമു സാനി സുന്നത്തുൻ. ആദ്യത്തെ ദിവസം നിങ്ങൾ കൊടുക്കുന്ന സൽക്കാരം അത് ഹക്കാണ്. ഹക്ക് നമ്മുടെ നാട്ടിലുണ്ട്, തലേ ദിവസം ഒരു സൽക്കാരം. രണ്ടാമത്തെ ദിവസം കൊടുക്കുന്നത് സുന്നത്ത്, മൂന്നാമത്തേത് സുന്നത്താണെന്ന് നബിയുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന കുപ്രസിദ്ധിയാണ്. അതുകൊണ്ട് പിന്നെയും എന്ന് പറഞ്ഞാൽ അത് അമിതമായി കൊടുക്കുന്ന അമിതമായ ചെലവുകൾ, അതുകൊണ്ടിട്ട് നിങ്ങൾക്ക് കുപ്രസിദ്ധിയ കിട്ടുന്നു. നിങ്ങൾ പറയാമാനികളെ, എവിടെയാ ഇപ്പൊ നിക്കാഹിനകത്ത് സുന്നത്തുള്ളൂ? നിങ്ങൾ പറ. ഈ മാതിരിയൊക്കെ അല്ലേ ഇപ്പൊ വിവാഹത്തിലേക്ക് കടക്കേണ്ട ശൈലികളെ ഇപ്പൊ പറയണത്.
മോളെ പരമാവധി കടവും വിലയും കൊടുത്ത് സ്വർണവും സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് സ്റ്റേജിലേക്ക് കൊണ്ട് അങ്ങോട്ട് പ്രദർശിപ്പിക്കുക. MLA കയറി വരുന്നു, അല്ലെങ്കിൽ മറ്റേ ആൾ കയറി വരുന്നു, അപ്പൊ ഈ കൊച്ചിന്റെ കൂടെ നിന്നോളണം. ഇതിങ്ങനെ ഒരു സ്ഥലത്ത് ഇതെങ്ങനെ മുസ്ലിയാർ കണ്ടതെന്നൊന്നും ഇപ്പൊ ചോദിക്കണ്ട. ഒരു സ്ഥലത്ത് ഈ വീഡിയോ എടുക്കണവൻ ഈ പെണ്ണിന്റെ കവളത്ത് പിടിച്ചിട്ട് ആ പെണ്ണിന്റെ വേട്ടല്ലാത്ത സമയത്തോട്ട് ആ കാക്ക ആ ചെറുക്കനെ ബാക്കി വെച്ച് നോക്കുവോ. ഇതിങ്ങനെ പിടിച്ചോണ്ടത് എങ്ങനെ തിരിയോളെ കവളത്ത് പിടിച്ചിട്ട് ഇങ്ങനെ തിരിക്കുക പുതിയണ്ണിനെ. ചെറുപ്പക്കാർ പിള്ളേരോട് ഞാൻ പറയാ, നല്ല പരിപാടി ഇത് പിടിക്കണ പരിപാടി. ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ അത്താഴ പട്ടിണിക്കാരനാ, ഇങ്ങനെ 2 സെറ്റ് കൊണ്ട് നിൽക്കുവാണ്. ഞാൻ ചോദിച്ചു ഇത് ഞാൻ എൻ്റെ ഈ നോട്ടം കണ്ടുകഴിഞ്ഞപ്പോൾ പുള്ളിക്ക് മനസ്സിലായി. എന്നിട്ട് ഓടി വന്നിട്ട് കൗസേ ഞാൻ വേണ്ടാന്ന് പറഞ്ഞതാ. അളിയൻ പറഞ്ഞു അളിയൻ ഇതൊന്നും അറിയണ്ട, ഇതിൻ്റെ ഫുൾ പൈസ ഞാൻ കൊടുത്തോളാം, എൻ്റെ വകയായിട്ടാണ്. ഓ ദീനിൻ്റെ സഹായം. അളിയ ഈ കള്ള കൂടി കുടിച്ചാൽ മതി, കാശൊക്കെ കൊടുത്തോളാം. ഓ എന്നിട്ട് നിക്കാഹ് ചിലരെങ്ങനെയാ എന്നെ നോക്കണേ നിക്കാഹ് ഞാൻ പള്ളിയിൽ വെച്ചോട്ടോ ഉണ്ടാക്കിയെന്ന് പറയും. പള്ളിയിൽ വെച്ച് നിക്കാഹ് അവിടെ ഓഡിറ്റോറിയത്തിൽ നടക്കണം. എന്താ അസൽ വേശ്യാലയത്തിലെ പരിപാടി. അതങ്ങനെ തന്നെ. ഞാൻ കള്ളിയാൻ കുടിച്ചില്ല, അവിടുന്ന് വിസ്മി ജില്ല പിടിച്ചെന്ന്. ശരിയാണോ മാരികളെ? എന്നിട്ട് പറയാ പേരക്കിടാവ് അവിടുന്ന് മോനെ കുണ്ടിലീസി വല്യാപ്പേട ചെരുപ്പം കൊടുത്തുകൊണ്ടാടാ. കൊച്ചു വലിയ അനുസരണയോടെ ചെരുപ്പെങ്കിലും ഉണ്ട്. അപ്പൊ കാക്കോർന്ന് തരാനാത് ഒരു ചെരുപ്പ് ഒരേറെ അങ്ങോട്ടും കൊടുത്തു പറഞ്ഞു, ഇങ്ങോട്ടും കൊടുത്തിട്ട് പറഞ്ഞേ വല്യാപ്പ പുല്ലാപ്പേടെ അവിടെ അങ്ങോട്ട് പോയാൽ ഓ പടച്ചാൻ വരാനേ പേരപ്പിള്ളേരെ കൊണ്ടിട്ട് കാരണന്മാർ സൂയിക്കൂന്ന കേട്ടിട്ടുള്ളൂ. ഈ ചെറുക്കൻ കഴുത്തേക്കിരുന്ന് ചെവി കടിച്ചു തിന്നൂടാ കാക്ക. നിന്റെ ഈ കൊച്ചുണ്ടാവാൻ, ഈ പേരക്കൊഞ്ഞുണ്ടാവാൻ നീ തെരഞ്ഞെടുത്ത ശൈലി അള്ളാന്റെ റസൂലിനെ വേദനിപ്പിക്കണതാ. എവിടെ സുന്നത്തുകൾ പറ. ഞാനിത് പറഞ്ഞു പോയാലേ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള കടമയിലേക്ക് നമുക്ക് തൊടാൻ പറ്റൂല. അല്ലെങ്കിൽ തന്നെ ഇത്തിരി അയിലേക്ക് പോയിക്കോ സംഗതി. എവിടെ ഇപ്പൊ നിക്കാഹ് പറ. നിക്കാഹ് റസൂലുള്ളാഹിക്ക് പൊരുത്തപ്പെട്ടതിലേക്ക് എവിടെ നടക്കണത്? വേശ്യാലയമല്ലേ ബഹുമാനികളെ? പല സ്ഥലത്തും ഇന്ന് നിക്കാഹ് നടക്കുന്ന ഓഡിറ്റോറിയം അല്ലേ? വേശ്യാലയല്ലേ? ഓഡിറ്റോറിയത്തിൽ നിക്കാഹ് സുന്നത്തനുസരിച്ച് നമുക്ക് നടത്താൻ പറ്റൂലേ? അതിന് പരിശ്രമിക്കണം. അപ്പൊ നടത്താം. ഇവന് ഉമ്മ മക്കത്തുമ്പ് തങ്ങളല്ലേ ഇവിടെ പടിവാതിക്ക് വന്നിട്ട് സലാം ചൊല്ലിയത്? പടിവാതിക്ക് വന്ന് സലാം ചൊല്ലി 2 കണ്ണിനും കാഴ്ചയില്ല. എടോ മലൂരിക്ക റസൂലുള്ളാഹിന്റെ 2 ഭാര്യമാര് തങ്ങൾ പറഞ്ഞു ഇഹ്തജബാ, സലാം അടക്കമല്ല ഇത്, ഇഹ്തജബാ, നിങ്ങൾ 2 പേരും എഴുന്നിട്ട് അകത്തേക്ക് പോ. ചോദിച്ചു അല്ലാഹുവിന്റെ റസൂലേ, ആ സഹാബി കണ്ണിന് കാഴ്ചയില്ലാത്ത കുരുടനല്ലേ? അവ ഉജ്ജാവാനി അന്തുമാ നബിയുനാ റസൂലുള്ളാഹി. അല്ല നിങ്ങൾക്ക് 2 കണ്ണിന് കുരുട് പറ്റിപ്പോയാ? പരസ്പരം സ്ത്രീ പുരുഷന്മാർ കണ്ട് ആസ്വദിക്കൽ കണ്ണിന്റെ വ്യഭിചാരമാണെന്ന് തങ്ങൾ പഠിപ്പിച്ചെങ്കിൽ അയ്യുമാ ഇംറാത്തിൻ ഇസ്തഅതറത് ഖറജത് മിൻ ബൈതിഹാ ഫമറത് അലാ ഖൗമിൻ ലിയജിദു റീഹാ വഹിയ സാനിയത്തു നബിയുനാ റസൂലുള്ളാഹി. സുഗന്ധം അടിച്ചിട്ട് ആ സുഗന്ധമൊക്കെ മറ്റാളുകൾക്കൊക്കെ എത്തണമെന്നുള്ള ശൈലിയിൽ ആണിന്റെ പെണ്ണിന്റെ മേടേക്കൂടെ ഇങ്ങനെ കയറി ഇറങ്ങി നടക്കുന്ന ഒരു അവസ്ഥ നിങ്ങളുടെ ഇടയിലുണ്ടെങ്കിൽ ആ കയറി ഇറങ്ങി നടക്കുന്നതൊക്കെ വേശ്യകളാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചെങ്കിൽ ഏത് ഓഡിറ്റോറിയമാണ് വേശ്യാലയമല്ലാത്തത് പറ? വാംശിലാരും വന്ന് നിക്കാഹൊക്കെ ചെയ്യണ്ടില്ല എന്ന് ഞാൻ പറയണില്ല. ദുആ ഇറക്കണ്ട. അല്ലാഹുമ്മ അല്ലി ബൈനഹുമാ കമാ അല്ലഫ്ത ബൈന ആദം വ ഹവ്വ ഇബ്രാഹിം സാറാ യൂസുഫ് സുലൈഖ ഖദീജത്തുൽ കുബ്രാ അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹി ഫാത്തിമത്തു സുഹ്റ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു എന്തുട്ടേ പറഞ്ഞറിയോ? ഫർസവനെ ഈ ചെറുക്കനെ പെണ്ണിനെ ആദം നബീനെ അവ്വാബിനെ പോലെ ഇബ്രാഹിം നബിനെ സാറാനെ പോലെ യൂസുഫിനെ സുലൈഖ ബീവിനെ പോലെ അഷ്റഫുൽ ഖൽഖ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ പോലെ റസൂലുള്ളാഹിന്റെ പൊന്നുമോള് ഫാത്തിമ ബി അലിയാരങ്ങളെ പോലെ അല്ലാഹ് ഇതുങ്ങളെ ആക്കണേ അല്ലാഹ്. നാക്കം കൊണ്ടാട്ടോ അവരുടെ ഭാവിയിലൊരു മനസ്സ് കൊണ്ടുവരുന്നതിനാ ചൊവ്വാവിലാടാ എൻ്റെ ഒടുക്കത്തെ ആവാൻ കരിയോടാ എത്ര നാടാ പിടിച്ചോണ്ടിരിക്കണത്? 1 ഡസനല്ലേടാ ചുറ്റും നിൽക്കണത് മനസ്സും കൊണ്ട്. എന്നാ പിന്നെ എന്തിനാ മാവില്ലേ പറയണേ? എന്നാൽ പിന്നെ മനുഷ്യന്മാരോട് നേരിട്ട് പറഞ്ഞുകൂടെ? നേരിട്ട് പറഞ്ഞിട്ട് ഇവിടുന്ന് ഇപ്പോൾ കമ്മിറ്റിക്കാർ പിരിച്ചിട്ട് അപ്പുറം ചെന്ന് കഴിഞ്ഞാൽ പൂമുള്ളം കാട്ടിന്ന് ഇഞ്ചമുള്ളം കാട്ടിലേക്ക് ഇടുന്നവരെ എല്ലാ സ്ഥലവും അലാക്കിൻ്റെ കൂടിയാ, എല്ലാ സ്ഥലവും അലാക്കിൻ്റെ കൂടിയാ. ഒരു സ്ഥലത്തും രക്ഷയില്ല. പിന്നെ എന്തെന്നാ ചെയ്യാ? ഏത് ഉസ്താദാ ആത്മാർത്ഥമായിട്ട് ചെയ്യണം? നിങ്ങളൊന്ന് പറ, ഏത് ഉസ്താദാ അള്ളാഹിന്റെ റസൂലിന് പൊരുത്തമില്ലാത്ത എന്തെല്ലാം പരിപാടികളാ ഒരു നിക്കാഹിന്റെ മജ്ലിസിന് നടത്തി കൂട്ടണ ബഹുമാനികളെ? എന്നിട്ട് ആ നിക്കാഹിനകത്ത് ഭാര്യയും ഭർത്താവും സന്തോഷമാവണമെന്ന് പറഞ്ഞാൽ നടക്കുവോ? ഇവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അച്ഛന്റെ വാക്ക് കേട്ടുപടിക്ക്. അച്ഛൻ എന്താ പറഞ്ഞത്? പരീക്ഷയ്ക്ക് ജയിക്കാനുള്ള മാർക്ക് കിട്ടിയാൽ വിവാഹത്തിന്റെ NOC. ഇന്നത്തെ സമുദായത്തിന്റെ അവസ്ഥ എന്താ? കാക്ക ഇങ്ങനെ മലന്ന് കിടക്കും. അപ്പൊ ഒരു ചങ്ങാതിയാണ്, എന്താടോ ഇപ്പൊ ഇയാളിപ്പോ വന്നത്? അതെ എന്റെ പിള്ള ഗർഭിണിയാ. എല്ലാ പിള്ള ഗർഭിണിയാണെങ്കിൽ ഇവിടെ എന്തുണ്ടാ വല്ല ഗൈനക്കോളജിസ്റ്റോ ആശുപത്രിയിലും ഉണ്ടാ? അത് ബജറ്റ് അറിയില്ല. കാക്കയുടെ മോനാ. എന്താ മോനാ? ഏത് മോൻ? കാശി.
നീ ഒരു പണി ചെറുക്കനെ വിളിച്ചിട്ടൊന്നുമില്ല, നീ ഒരു പണി അത് 5-10 ലക്ഷം തന്നേക്കാം, നീ പോയി എവിടെയെങ്കിലും കൊണ്ട് കളിക്കൊക്കെ റെഡിയാക്കണം, അല്ലാണ്ട് പോയി ഇനിയിപ്പോൾ ചെറുക്കനൊന്നും വിളിക്കാൻ നിൽക്കണ്ട. ഈ മിറ്റത്തിന് ഞാൻ പോകണമെങ്കിൽ എൻ്റെ മോക്കടെ ഭർത്താവ് നിങ്ങളുടെ മോനായിട്ട് ഞാനോട് പോവുള്ളൂ. മോനെ കാശിയേ എന്തിയാ വിജി ഇഞ്ഞു വന്നടാ, ഈ ആഴ്ച പെണ്ണ് ചെറിയാക്കടെ പെണ്ണ് ഗർഭിണിയാന്നാണ്. ഓ ഇത്രയോടൊന്നും ഗർഭിണിയായോ? അപ്പോൾ ഇതാ എങ്ങനെയാടാ ഇത്? അത് ഞങ്ങൾ കോളേജിൽ പോകുമ്പോൾ കശുമാത്തോടത്തി കൂടെ പോണപ്പോൾ ഞങ്ങൾ ക്ലാസ്സിലേക്ക് പോകണ്ടായില്ല. ഇപ്പം എടാ ഉവേ ഇപ്പം സംഗതി ഇപ്പം ചെറുക്കനും ഇപ്പം സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം ഞാൻ എന്താ ഇച്ചിടെ കയറ്റി വെക്കട്ടെ, 10-20 ലക്ഷം രൂപ തരാം. 1 ലക്ഷം തരണ്ട, ഞാനിത് ഭാര്യയാണെന്നുള്ള റെക്കോർഡ് ഇട്ടാണ് ഞാൻ എൻ്റെ മോളെ നശിപ്പിച്ചേക്കോളൂ. എന്നാ വാ പള്ളിയിലേക്ക് വേടാ കാശി, നീയും വാടാ ഇട്ടുകൊണ്ട് വാ. പള്ളി ചെല്ലുക, പ്രസിഡന്റ് കറകട കസേരയിൽ, സെക്രട്ടറി തിരിയട കസേരയിൽ, പിയുടെ 1.5 കാലുള്ള കസേരയിൽ. അങ്ങനെ കാക്ക അസ്സലാമു അലൈക്കും. ഇസ്ലാം. പിന്നെ എന്തേ ആചാരെ? കാക്കായുമല്ല രാജേനോട്. അല്ല ഈ പുള്ളിക്കാരൻ്റെ മോള് ഗർഭിണിയാന്നോ? അത് വല്ല 10-50 ലക്ഷം കൊടുത്താൽ അതങ്ങോട്ട് കളാം. 50 ലക്ഷം ആൾ 1 കോടി കൊടുത്താൽ സംഭവിക്കില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ അജയർ സംസാരിച്ചോ? ഞാൻ സംസാരിക്കുകയോ ചെയ്തു. ആൾ പിടിക്കേണ്ട. എടാ അബിയൂണേ കത്തീവിനോട് വരാൻ പ്രസിഡന്റിൻ്റെ ഓർഡർ. കത്തീവ് തലേക്കെട്ട് കെട്ടി അസ്സലാമു അലൈക്കും. എന്തേ പ്രസിഡന്റ് വിളിച്ച? അല്ല ഈ ചെറുക്കൻ്റെ ആണെന്നാ പറയണേ, അയാളുടെ മോളെ. അപ്പോൾ അങ്ങനെ അത് ഒഴിവില്ലാത്തൊരവസ്ഥയിലേക്ക് വന്നേക്കണേ. അപ്പോൾ അതങ്ങനെ നിക്കാഹ് കൊടുക്കാൻ വേണ്ടി എല്ലാവരും വിളിച്ചതാണ്. അങ്ങനെ നിക്കാഹ് അത് വേറെ ഏതാണ്ട് ജാതിയാണല്ലോ. അതുപോലെ ആ പെണ്ണിൻ്റെ കൊച്ച് പ്രസവിക്കണത് പെണ്ണാണെങ്കിൽ ആ കൊച്ചിനെ ചെറുക്കനൊക്കെ കെട്ടാം. അങ്ങനെ ഒരിടത്ത് അതങ്ങനെ നിക്കാഹ് ചെയ്ത് കൊടുക്കും. രണ്ടാമത്തെ ഭാഷ ശൈലി മാറി. എന്നാ ഇരിക്കടാ ആക്ക. ശരിയാണോ? ഇവിടെ എന്താ വേണ്ടത്? ഇവിടെ രസീത് എഴുതണം. നിക്കാഹിന് ഇത്ര, മറ്റേന് ഇത്ര, ഇത്ര. ഏതാ ബഹുമാനികളെ, ഏത് കമ്മിറ്റിയാ? 190 അവസ്ഥ ഇതല്ലേ? ഏത് കുടുംബമാ നല്ല നിലയ്ക്ക് പോകാൻ? ഏത് കമ്മിറ്റിക്കാരാണ് ഈ സമുദായത്തിനും തലമുറയ്ക്കും വിജ്ഞാനം ഉണ്ടാകുന്ന ഒരു പദ്ധതി ആവിഷ്കരിക്കുന്ന ബഹുമാനികളെ? എവിടെയുള്ളത് പറ. ഈ ജമാഅത്ത് മഹല്ല് ഭാരവാഹികളൊക്കെ നിക്കാഹിന് ഇന്ന നിലക്കുള്ള നിബന്ധന ഇല്ലാതെ കൊടുക്കൂല എന്നൊരു നിയമം വെച്ച് ചോദിക്കാൻ ഞാൻ കാണിച്ചു തരാൻ വരുവില്ലെന്ന് വൈലാക്കന്മാർ പറഞ്ഞാലേ അനുസരിക്കില്ലാത്തത്. കമ്മിറ്റിക്കാരെന്ന് പറയട്ടെ, ഒരു പയ്യൻ ഈ മഹല്ലിൽ വിവാഹിതനാകണമെങ്കിൽ അവൻ അടിസ്ഥാനപരമായി ഇന്ന നിലക്കുള്ള വിജ്ഞാനങ്ങൾ ഉണ്ടായിരിക്കണം. ഇന്ന നിലക്കുള്ള വിജ്ഞാനം ഒരു പെൺകുട്ടിക്കുണ്ടാകണം. നിങ്ങൾ എവിടെയെങ്കിലും കൊണ്ടിരിക്കാതോ വഴിക്ക് വരും. ബഹുമാനികളെ പോട്ടെ, ഞാൻ എന്താ പറഞ്ഞു വന്നത്? മതബോധമുള്ള ഇണകളെ തെരഞ്ഞെടുക്കണമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അങ്ങനെയുള്ള ഒരു ജീവിതത്തിലേക്ക് വന്നാൽ, നബിത്തങ്ങൾ പറഞ്ഞ ഒരു ശൈലിയിലേക്ക് വന്നപ്പോൾ നിങ്ങളുടെ 2 പേരുടെ നടുക്ക് നബിത്തങ്ങൾ വന്നു ഉണ്ടോ? ഭാര്യയുടെയും ഭർത്താവിന്റെ ഇടയ്ക്ക്. ഇങ്ങനെ വരുമ്പോൾ അവിടെ നിന്നൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ ഇവിടെ നിന്ന് മനസ്സുകൊണ്ട് അങ്ങോട്ട് പറയാൻ, കൂട്ടാഞ്ചാറ് കണ്ണിലേക്ക് ഒഴിച്ചു, കണ്ണടച്ചു പിടിച്ചോണ്ട് പൈപ്പിങ്ങ പോയി കഴുകി തിരിച്ചിങ്ങോട്ട് വന്നിട്ട് വീണ്ടും ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയ ഒരക്ഷരം അവളോട് പറയുന്നില്ല. പക്ഷേ മനസ്സുകൊണ്ട് പറയുന്നുണ്ട്, എടി കൂട്ടാഞ്ചാറിന്റെ കണ്ണിലേക്ക് ഒഴിച്ചതിന് തിരിച്ചൊഴിക്കാൻ എനിക്ക് ആരോഗ്യമുണ്ട്, എനിക്ക് ശേഷിയുണ്ട്. പക്ഷേ ഞാനത് ചെയ്യാത്തത് നിന്റെ തൊലിയുടെ മിനുസം കണ്ടിട്ടല്ല, നിന്റെ വാപ്പാടെ മീശ കണ്ടിട്ടല്ല, നിന്റെ ആങ്ങളമാരുടെ മസല് കണ്ടിട്ടല്ല. ഭാര്യയുടെ ഉപദ്രവങ്ങളും വിഷമങ്ങളും ഒരു ഭർത്താവ് സഹിക്കാൻ തയ്യാറായാൽ ആ ഭർത്താവിനെ അല്ലാഹു തആല പ്രവാചകന്റെ പദവിയിലേക്ക് ഉയർത്തുമെന്ന് എന്റെ പൊന്നാർ നബി തങ്ങൾ പറഞ്ഞതുകൊണ്ട് റസൂലുള്ളാഹിന്റെ പൊരുത്തത്തിന് വേണ്ടി ഞാൻ ഇത് ക്ഷമിക്കുകയാണടി. റസൂലുള്ളാഹിയുടെ പൊരുത്തത്തിൽ കൂടി ഞാൻ ലക്ഷ്യം വെക്കുന്നത് അള്ളാഹിന്റെ തൃപ്തിയാണടി. ഇത് മനസ്സുകൊണ്ട് പറയാൻ ഭർത്താവ് യോഗ്യനായി. എന്താ കാരണം? 2 പേരുടെ നടുക്ക് 3-ാം കക്ഷി അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി. പരിഹാരമില്ലാത്ത ഒരു പ്രശ്നമില്ലല്ലോ നബിത്തങ്ങളുടെ മുമ്പിൽ. സാധാരണ മനുഷ്യരൊന്നും പള്ളിയിൽ നിസ്കരിക്കാൻ വരാത്ത സമയത്ത് പള്ളിക്കകത്ത് ഒരാളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അപ്പോൾ അല്ലാണ്ട് റസൂൽ ശ്രദ്ധിച്ചു, ഇത് ആരാ ഇപ്പോൾ ഈ പള്ളിക്കകത്ത് ഇപ്പോൾ ഈ സമയത്ത് ഇങ്ങനെ നടക്കണം? അപ്പോൾ തങ്ങളിങ്ങനെ അടുത്ത് വന്നിട്ട്, ഇത് ആരാ ഇപ്പോൾ ഈ പള്ളിയിൽ? ഉടനെ സലാം ചൊല്ലി, അള്ളാഹുവിന്റെ റസൂലെ ഞാനാണ്. തങ്ങൾ സലാം അടക്കി. എന്താണ് അബൂമാമ എപ്പി ഈ സമയത്ത്? അള്ളാഹുവിന്റെ നബിയെ, വീട്ടിലിരിക്കാൻ നിവൃത്തിയില്ല റസൂലുള്ളാഹ്, ഇങ്ങോട്ട് അടുത്തേക്ക് വാ. എന്താ പ്രശ്നം? എന്താ? എന്റെ പൊന്നോമന മക്കൾ വിശന്നിട്ട് ഭക്ഷണത്തിന് വേണ്ടി കരയുമ്പോൾ എന്റെ ഭാര്യ എന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിക്കുന്നു, മനുഷ്യ, ഈ മക്കളുടെ വിശപ്പടക്കാൻ ആവശ്യമാവുന്ന ഭക്ഷണം കിട്ടുന്ന വല്ല ജോലിക്കും നിങ്ങൾക്കൊന്ന് പോയിക്കൂടെ?
അബൂ ഉമാമ റളിയല്ലാഹു തആല അൻഹു പറയും, അല്ലാഹുവിന്റെ റസൂലേ, വീട്ടിൽ ഞാൻ ഇരുന്നപ്പോൾ എന്റെ ഭാര്യ എന്നോട് പറഞ്ഞു ഈ ഒരു വാക്ക് എന്റെ ചങ്കിലേക്ക് കത്തി കെട്ടുന്ന പോലെയായി പോയി. കാരണം എനിക്കൊരു ജോലിയില്ല, മക്കൾക്ക് ഭക്ഷണം വയത്തിന്റെ എത്തിച്ചു കൊടുക്കാനുള്ള വക എനിക്കില്ല. ഭാര്യയുടെ വർത്തമാനം കേട്ട് ഞാൻ പുറത്തേക്കിറങ്ങി നബിയെ. പീഡികത്തിണ്ണയിൽ ഞാൻ ഇരിക്കുമ്പോൾ എന്റെ സ്നേഹിതന്മാർ പലരും ചോദിച്ചു, അല്ല അബൂ ഉമാമ, നിന്റെ ജീവിതം അല്ലാഹു വിധിച്ചിരിക്കുന്ന പീഡികത്തിണ്ണയിലാണോ? അപ്പൊ അവിടെ ഇരിക്കാൻ നിവൃത്തിയില്ല, വീട്ടിലും നിവൃത്തിയില്ല, തിണ്ണയിലും നിവൃത്തിയില്ലാതെ വന്നപ്പോ സ്വസ്ഥമായിരിക്കാൻ ഞാൻ കണ്ടെത്തിയ ഇടമാണ് പൊന്നാര നബിയെ പള്ളി. എനിക്കൊരു ജോലിയില്ല റസൂലുള്ളാഹ്, കടബാധ്യത കൊണ്ട് ഞാൻ വല്ലാതെ അസ്വസ്ഥനായിരിക്കുന്നു നബിയെ. അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, അബൂ ഉമാമ, ഇന്ന് മുതൽ സുബ്ഹി നമസ്കാരവും മഗ്രിബ് നമസ്കാരവും കഴിഞ്ഞിട്ട് നീ റബ്ബിലേക്ക് കൈയുയർത്തുമ്പോഴേ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഗമ്മി വൽ ഹമ്മി വൽ ഹുസ്ൻ വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വഅഊദു ബിക മിൻ ഗലബത്തി ദൈനി വഖഹ്രി റിജാൽ. നബിയനാ റസൂലുള്ളാഹി, ഈ ദുആ നിന്റെ നമസ്കാരത്തിന്റെ ശേഷമൊക്കെ നീ പതിവാക്ക്. കടബാധ്യതയിൽ നിന്ന് അല്ലാഹു നിന്നെ രക്ഷപ്പെടുത്തും, അസ്വസ്ഥതകളിൽ നിന്ന് അല്ലാഹു തആല രക്ഷപ്പെടുത്തും, നിന്റെ റിസ്ഖിന്റെ വഴി അല്ലാഹു തആല വിശാലമാക്കി തരും, നിന്റെ ക്ഷീണവും തളർച്ചയും എല്ലാം അല്ലാഹു തആല നീക്കി തരും, ഇബാദത്തുകൾക്കുള്ള അലസതയിൽ നിന്നൊക്കെ അല്ലാഹു നിന്നെ രക്ഷപ്പെടുത്തി തരും. എല്ലാത്തിനും എല്ലാ ദിവസവും സുബ്ഹി കഴിയുമ്പോ, എല്ലാ ദിവസവും മഗ്രിബ് കഴിയുമ്പോ അല്ലാഹുവിലേക്ക് കൈവെക്കുമ്പോൾ നീ ഇങ്ങനെ ദുആ ചെയ്യുന്ന നബിയനാ റസൂലുള്ളാഹി. കടബാധ്യതയായിട്ട് 3 ദിവസം ദ്വാർന്നിട്ട് കടം മാറിയില്ല എന്നും പറഞ്ഞ് വാമശിനെ തെറി പറയരുത്. ഇതിങ്ങനെ ചെയ്തോണ്ടിരിക്കണം, ഡെയിലി എല്ലാ ദിവസവും ചെയ്തോണ്ടിരിക്കണം. മത്സ്യത്തിന്റെ ഉദരത്തിൽ അകപ്പെട്ട യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ആ ആപത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തസ്ബീഹ് അല്ലാണ്. ഇത് ഒരു ദിവസമല്ല, ഇതിങ്ങനെ മത്സ്യത്തിന്റെ ഉദരത്തിൽ കിടന്ന് ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. 40 ദിവസക്കാലം ബഹറിന്റെ അടിയിലൂടെ സഞ്ചരിച്ചതായ മത്സ്യം അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം ബഹറിന്റെ ഓരത്ത് പോയി മണൽ പ്രദേശത്തേക്ക് മനുഷ്യനെ വിസർജിച്ചു. ഈ ദിക്റാണ് ആ മനുഷ്യനെ രക്ഷപ്പെടുത്തിയത്. ഒരു ദിവസമല്ല ഇല്ല, ഇത് 3 ദിവസമല്ല ഇല്ല, 40 ദിവസം ആ മത്സ്യത്തിന്റെ അത് മുടങ്ങിയിരുന്നെങ്കിൽ ഈ മത്സ്യം വെള്ളം കുടിച്ചേനെ, ഭക്ഷണം കഴിച്ചേനെ, ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അതിന്റെ വിസർജ്ജ വസ്തുവായി മാറിപ്പോയേനെ. അല്ലാഹു തആല രക്ഷപ്പെടുത്തിയതാണ്. ഡെയിലി അല്ലാണ്, ഒരു ദിവസം ദ്വാരന്നിട്ട് മാറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടുന്നത്. ഡെയിലി ഇതങ്ങ് പതിവാക്കുക. ഇത് പതിവാക്കുമ്പോൾ നമുക്ക് വേറൊരു ഗുണം കൂടെ കിട്ടി. ഒരു സുന്നത്ത് നമ്മുടെ ജീവിതത്തിൽ വന്നു. റസൂലുള്ളാഹിന്റെ ഒരു സുന്നത്ത് നമ്മുടെ ജീവിതത്തിൽ വന്നു. എല്ലാ ദിവസവും മഗ്രിബ് കഴിയുമ്പോൾ, എല്ലാ ദിവസവും സുബ്ഹി കഴിയുമ്പോൾ അന്ത്യശ്വാസം വലിക്കേണ്ടതായ രോഗവുമായി ബന്ധപ്പെട്ട ആ മനുഷ്യൻ കിടക്കുമ്പോൾ ചുറ്റും കൂടി നിന്നതായ അനുയായികളെ, സഹാബാക്കളെ, സഹജീവികളെ വിളിച്ചിട്ട് പറഞ്ഞു, സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂൽ എനിക്ക് ആ ദുആ പറഞ്ഞു തന്നത് മുതൽ ഞാൻ ഈ ദിവസം വരെയും അത് മുടക്കിയിട്ടില്ല. അൽഹംദുലില്ലാഹ്, എനിക്കൊരു കടബാധ്യതയില്ല, എനിക്ക് ഭക്ഷണത്തിന് മുട്ട് വന്നിട്ടില്ല, എനിക്കൊരു അസ്വസ്ഥത വന്നിട്ടില്ല, മടി വന്നിട്ടില്ല, വിഷമം വന്നിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ട അബൂ ഉമാമ റളിയല്ലാഹു തആല മരിക്കുന്നതിന് മുമ്പ് തന്റെ അനുയായികളോട് വിളിച്ചു പറഞ്ഞു. ഇത് ജീവിതത്തിൽ പകർത്തി നോക്കൂ ബഹുമാനികളെ, ഡെയിലി അല്ലയോ. എല്ലാ പ്രശ്നത്തിനും പരിഹാരം പൊന്നാര നബിത്തങ്ങളിൽ നിന്നിട്ടുണ്ടായിട്ടുണ്ടല്ലോ. ഐഷാവിക്ക് മാത്രമല്ല, അതിപ്പോ ഞാൻ പറഞ്ഞു, മോളി എന്നൊരു ദിവസം വരാതെ പറഞ്ഞില്ലേ, പിന്നെ ധാന്യം ആട്ടി കയ്യിന്റെ ഉള്ളെല്ലാം പൊട്ടി, വെള്ളം ചുമലയിൽ വെച്ച് ചുമന്ന് ഇവിടെ തഴമ്പ് പൊട്ടി, എല്ലാ നിലയിലും അസ്വസ്ഥത. ഇന്നത്തെ ഈ രീതിയിലുള്ള സുഖസൗകര്യങ്ങളിൽ ജീവിച്ചവരല്ല ബഹുമാനപ്പെട്ട സയ്യിദത്തുനാ ബീവി ഫാത്തിമത്തു സുഹ്റ റളിയല്ലാഹു തആല അൻഹ. മാതൃകാ ദാമ്പത്യത്തിന് എടുത്തു പറയാവുന്ന മഹിളാരത്നമാണ്. സഹോദരിമാരെ, നമ്മുടെ എല്ലാം മുന്നിൽ നാളെ മഹ്ശറയിൽ സ്വർഗാവകാശികളുടെ കൊടി പിടിക്കുന്ന മഹിളാരത്നമാണ്. അവരൊന്ന് അടുക്കളയിൽ പണിയെടുത്ത് സ്വിച്ചിട്ടപ്പോ പൊടിയുണ്ടായില്ല, സ്വിച്ചിട്ടപ്പോ വെള്ളം ഉണ്ടായില്ല. ആശുകല്ല് ഇങ്ങനെ ആട്ടുവാണ്. നാട്ടുകല്ല് മക്കളോട് ചോദിച്ചു കഴിഞ്ഞാൽ ആട്ടുകല്ല് അറിയോ? ഉണ്ടായതാ. ഞാൻ ചുമ്മാ പറഞ്ഞല്ല, അവർ പെണ്ണുമ്പോൾ സ്കൂളിലേക്ക് പോണേന് വടക്കോട്ട് പോണേന് വരും, തെക്കോട്ട് പോണേന് വരും, വടക്കോട്ട് പോകണം. അപ്പോൾ ചോദിച്ചു, എന്താ ടീച്ചറെ തെക്കോട്ട് പോകണം വടക്കോട്ട് പോണേന്? അപ്പോൾ പറയാല്ല, ഇവിടെ ഈ ഞാൻ ഈ പാടത്ത് അതേ സാരി നീറ്റുകൊണ്ട് പാടത്തേക്ക് പോകണമെന്ന് 2 നെൽക്കതിരിക്കാനാവും ശരിയാണ്. അതെന്തിനാ? ഈ കുട്ടികളെ ഒന്ന് നെല്ല് കാണിച്ചു കൊടുക്കാൻ. നമ്മുടെ കുട്ടികളിൽ നിന്ന് ആരാ നെല്ല് ഉണ്ടാക്കണം? അരി ഉണ്ടാക്കണ പിള്ളേരുണ്ടാവില്ല, കാരണം പിള്ളേർ ചോറ കണ്ടിട്ടുള്ളൂ. ശരിയാണോ? ആസുകല്ല് ഇന്ന് എത്ര ആൾക്കാർ കണ്ടിട്ടുണ്ട്? ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ അതുകൊണ്ടിട്ടാണ് ഇന്ന് ധാന്യം അരച്ചത്. ഇങ്ങനെ അരച്ച് ആട്ടി കൈ പൊട്ടിയിട്ടുണ്ട്.
വെള്ളം ശുചിട്ടല്ല കിട്ടിയത്, പിന്നെ ഈന്തപ്പനത്തണ്ടിന്റെ രണ്ടറ്റത്ത് തോൽപാത്രം കെട്ടിത്തൂക്കി അകലെ നിന്ന് വെള്ളം ആ തോൽപാത്രത്തിൽ നനച്ച് ഈ തണ്ടെടുത്ത് തോളയിലേക്ക് വെച്ചിട്ട് ഓടുവാണ്. ഈ രണ്ടറ്റത്തും ഇതിങ്ങനെ തൂങ്ങിക്കിടക്കുമ്പോൾ ഓട്ടത്തിന് ഒരു പ്രത്യേക സൗകര്യം കിട്ടും. ചാവക്കാട് ഭാഗത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ മീൻ കച്ചവടക്കാർ ഇവിടെയൊക്കെ സൈക്കിളിൽ കൊണ്ടുവന്ന് പി എന്ന് വിളിക്കുന്ന പോലെ അല്ല. അവിടെ രണ്ടറ്റത്ത് കൊട്ട കെട്ടിയിട്ട് രണ്ടറ്റത്തുള്ള കൊട്ടയിൽ നിറയെ മീൻ വെച്ചിട്ട് ഇത് ഈ തോളയിലേക്ക് തൂക്കുക. എന്നിട്ടൊരൊറ്റ വിടല, രണ്ട് കൈയും രണ്ട് ശൈലിയിലാണ് വീശ. ആ ഓട്ടത്തിൽ ഓരോ കൂലി വെക്കാം. ആ കൂലി വെക്കുമ്പോൾ അറിയാം മീൻകാരൻ വന്നിട്ടുണ്ട്. ഇതാ ഫാത്തിമാവി വെള്ളം ചോന്നു. അങ്ങനെ ഞങ്ങൾ ചിന്തിച്ചു നോക്കി. പരിയാർ ഞങ്ങളോടൊരു സങ്കടം പറയാണ്. പാന്റെ അടുക്കൽ ഇതാ കുറെ അടിമകൾ വന്നെത്തിയിട്ടുണ്ടല്ലോ, അടുക്കളയിൽ എന്നെ ജോലിയിൽ സഹായിക്കാൻ ഒരടിമയെ ഒന്ന് ചെന്ന് ചോദിക്കാമോ? അപ്പൊ ഭർത്താവായ അലിയാർ ഞങ്ങൾ എന്ത് പറഞ്ഞു? അതിന് എന്നെക്കാളും ചോദിക്കാൻ അർഹത മോള് തന്നെയാണ്. പാപ്പാടുത്ത് ചോദിക്കാൻ മോളല്ലേ. ബഹുമാനപ്പെട്ട സയ്യിദത്തുനാ ബീവി ഫാത്തിമത്തു സുഹ്റ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹിന്റെ ഹദ്റത്തിൽ ചെന്നിട്ട് പറഞ്ഞു, എനിക്ക് അടുക്കളയിൽ സഹായിക്കാൻ ഒരടിമേനെ. ധാരാളം അടിമകൾ ഉപ്പാന്റെ അടുത്ത് റസൂലുള്ളാഹിന്റെ അടുത്ത് എത്തിയിട്ടുണ്ടല്ലോ. ഒരടിമേനെ മോള് പോയിക്കോ, ഞാൻ അങ്ങോട്ട് കൊണ്ടുവന്നേക്കാമെന്ന് നബിയിനാ റസൂലുള്ളാഹി. വീട്ടിലേക്ക് സന്തോഷത്തോടെ വന്നു. എന്തായാലും ഉപ്പ കൊണ്ടുവരാതിരിക്കില്ല, അല്ലാണ്ട് റസൂലല്ലേ, വാക്ക് പാലിക്കൂലോ. വൈകുന്നേരമായി കാണണില്ല. മഗ്രിബ് കഴിഞ്ഞു, ഇശ കഴിഞ്ഞു, ഉള്ളതൊക്കെ വാരിക്കൂട്ടിയൊക്കെ കഴിച്ചു. കിടക്കാൻ വേണ്ടി വിരിപ്പിലേക്ക് വന്നിരിക്കുമ്പോൾ പുറത്തുനിന്ന് അസ്സലാമു അലൈക്കും. അപ്പൊ അകത്തു നിന്ന് വീട്ടുകാരൻ അലി ഇബ്നു അബീ ത്വാലിബ് ആരാണ് വീട്ടിൽ മുമ്പിൽ വന്ന് സലാം ചൊല്ലിയത്? പുറത്തു നിന്ന് മറുപടി, അന മുഹമ്മദുർ റസൂലുള്ളാഹ്, ഞാനാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാത്തിലും പാടും ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നിങ്ങൾക്ക് റസൂലുള്ളാഹിയിലാണ് എല്ലാത്തിനും മാതൃക. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ പറയാൻ ഈ രാജ്യത്ത് ഏത് മതത്തിന്റെ പുരോഹിതനക്ക് കഴിയും? ഏത് മതത്തിന്റെ അധ്യക്ഷന് കഴിയും? ബഹുമാനികളെ, നിങ്ങൾ കുടുംബജീവിതം നയിക്കണമെന്ന് ഇവിടുത്തെ ഏതെങ്കിലും ഒരു മതത്തിന്റെ അധ്യക്ഷന് പറയാൻ പറ്റുമോ? കാരണം എന്താ? അയാൾ കല്യാണം കഴിച്ചിട്ടില്ല, അയാൾ മക്കളെ വളർത്തിയിട്ടില്ല, പിന്നെ എങ്ങനെയാണ് കുടുംബജീവിതം നയിക്കണമെന്ന് പറയാ? നബിത്തങ്ങൾ അങ്ങനെയല്ല, കുടുംബജീവിതം നബിത്തങ്ങൾ നയിച്ച് കാണിച്ചു തന്നു. ഒരാട്ടിടയനോട് എങ്ങനെയാണ് ആടിനെ വളർത്തേണ്ടതെന്ന് നബിത്തങ്ങൾ കാണിച്ചു കൊടുത്തു. കാരണം നബിത്തങ്ങൾ ഇടയനായി. അനാഥയായിട്ട് എങ്ങനെയാണ് വളരേണ്ടതെന്ന് നബി തങ്ങൾ കാണിച്ചു കൊടുത്തു. ദരിദ്രനായിട്ട് എങ്ങനെയാണ് വളരേണ്ടത്? എല്ലാത്തിനും ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. എങ്ങനെയാണ് നിങ്ങൾ തുപ്പേണ്ടത്? എങ്ങനെയാണ് നിങ്ങൾ പല്ലിയേക്കേണ്ടത്? എങ്ങനെയാണ് മുടി ചീകേണ്ടത്? എങ്ങനെയാണ് താടി ചീകേണ്ടത്? എങ്ങനെയാണ് തുണി ഉടുക്കേണ്ടത്? എങ്ങനെയാണ് ബാത്റൂമിൽ കയറേണ്ടത്? എങ്ങനെയാണ് ഇണയോട് പെരുമാറേണ്ടത്? എങ്ങനെയാണ് കച്ചവടം നടത്തേണ്ടത്? എങ്ങനെയാണ് പള്ളി ഭരിക്കേണ്ടത്? എങ്ങനെയാണ് രാജ്യം ഭരിക്കേണ്ടത്? എല്ലാത്തിനും മാതൃകയാണ്. അതല്ലേ ജൂതന്മാര് പറഞ്ഞല്ലോ, നിങ്ങളുടെ പ്രവാചകൻ മലവിസർജനം ചെയ്ത് ശുദ്ധിയാക്കണതിനെ പറ്റി പറയണ പ്രവാചകനാ. മോശത്തരായിട്ടാ പറഞ്ഞേ. അഭിമാനത്തോടെ സഹാബാക്കൾ പറഞ്ഞു, ഞങ്ങളുടെ പ്രവാചകൻ ഞങ്ങളോട് നിർദ്ദേശിക്കുന്നു, വലത് കൈകൊണ്ട് ശൗചം ചെയ്യരുത്. എല്ലാം പഠിപ്പിക്കുക. എങ്ങനെയാ മലവിസർജനം കഴിയേണ്ട? തീറ്റ ചോറിനെ കൈ കൊണ്ടിട്ടല്ല, മറ്റേ കയ്യാൻ ഉപയോഗിക്കേണ്ടത്. ഇത് പഠിപ്പിച്ചെന്ന നബിയാണ് ഞങ്ങളുടെ നേതാവ് നബിയുനാ റസൂലുള്ളാഹി. എല്ലാത്തിനും മാതൃക. സലാം ചൊല്ലി അകത്തുനിന്ന് ചോദിച്ചു ആരാണ്? പുറത്തുനിന്ന് മറുപടി അന മുഹമ്മദുർ റസൂലുള്ളാഹ്. എല്ലാത്തിനും മറുപടി, എല്ലാത്തിനും മാതൃക, എല്ലാത്തിനും മാതൃക. നമ്മുടെ ആണെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താ? കോളിമ്പല്ലടിക്കും. അപ്പൊ അകത്തുനിന്ന് ചോദിക്കും ആരാ? ഞാനാന്ന് പറഞ്ഞ അയാളെ വാദനം കൂടെ കൊടുക്കാൻ കഴിയും. ശൈലി മാറി. ഇതല്ല വേണ്ടെന്ന്. പിന്നെ എന്തെന്നാ? അകത്ത് നിന്ന് ചോദിക്കുകയാണ്. ബെല്ലടിച്ചു. അകത്ത് ആരാ? ഞാനാ, നിന്റെ വീടിന്റെ തെക്ക് വശത്ത് ആക്കുന്ന അബ്ദുൽഖാറിന്റെ മോൻ ഷൈദാലി. കറക്റ്റ് അഡ്രസ്സാ. ഇത് കറക്റ്റ് ആയിട്ട് പറയണമെന്നാണ് നബിയുനാ റസൂലുള്ളാഹി. അന മുഹമ്മദുർ റസൂലുള്ളാഹ്. അനാന്ന് പറഞ്ഞ് നിർത്തിയില്ല, ഞാനാ മക്കളെ എന്നൊന്നും പറഞ്ഞ് നിർത്തിയില്ല. പിന്നെ ഞാനാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വലിയ സന്തോഷത്തോടെ എന്ന് കുടുംബനാഥൻ ഡോറ് തുറന്നു. അപ്പൊ കുടുംബനാഥ വലിയ ആവേശത്തോടെ വന്നിട്ട് നോക്കി, മുമ്പിലും ഇല്ല, പുറയിലും ഇല്ല, എവിടെയും വല്ല ഒന്നുമില്ല. അടിമേനെ കൊണ്ടുവരാന്നും പറഞ്ഞാണല്ലോ വന്നത്. ആള് വെറും കൈയായിട്ടാ വന്നത്. അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് അടിമയെ കൊണ്ടുവരാന്ന് പറഞ്ഞത്. അതേ മോള് വാ. പുറത്ത് തട്ടിക്കൊണ്ട് കിടക്കാൻ പോകുന്ന വിരിപ്പയിലേക്ക് വന്നിരുന്നിട്ട്, മോള് കിടക്കാൻ പോവല്ലേ? ഇതാ അവൈത ഇലാ ഫിറാഷിക വതുസബ്ബിഹൂന വതുഹമ്മിദൂന വതുകബ്ബിറൂന 33.
മോളെ കിടക്കാൻ നേരത്ത് സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹി 33, അല്ലാഹു അക്ബർ 33. ഇത് നീ ചൊല്ലിക്കൊണ്ട് കിടന്നോ. ബഹുമാനികളെ, അത് ചൊല്ലിയതിന്റെ പേരിൽ അലിയാരങ്ങൾ പറയാൻ ഞാനും അത് പതിവാക്കിയതിന്റെ പേരിൽ ഞങ്ങളുടെ ഒരു ജോലിക്കും ഒരു അസ്വസ്ഥതയും ഞെരുക്കവും പിന്നീട് വന്നിട്ടില്ല. അടുക്കളയിൽ പണിയെടുത്തിട്ട് തീരണില്ല പിള്ളേ, 4 മണിക്ക് എഴുന്നേറ്റതാ, രാത്രി 11 മണിയായാലും പണി തീരൂല. പരാതി പറയാത്ത ആരാ ഇവിടെ ഉള്ളത്? ഓ എൻ്റെ പൊന്നെ, എന്തോരം എടുത്താലും പണി തീരൂല. പരാതി പറയാത്ത ആരാ ഇവിടെ ഉള്ളത്? കിടക്കാൻ നേരത്തെ ഈ സുന്നത്തം അങ്ങോട്ട് നടപ്പാക്കി വയ്ക്കുക, കാണിച്ചു തരാം, എളുപ്പം കിട്ടുമെന്ന്. ഇതിനൊക്കെ വല്ല ബുദ്ധിമുട്ടുണ്ടോ ബഹുമാനികളെ? കിടക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു മടരമല്ലേ. നിങ്ങൾ ഉറങ്ങുന്നത് പോലെയാണ് മനുഷ്യരെ മരിക്കുന്നത്. ഉറക്കത്തിൽ നിന്ന് ഉണരുന്നത് പോലെയാണ് നിങ്ങളെ പുനർജീവിപ്പിക്കുന്നതെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒരു മരണമാണ് നമ്മുടെ ഉറക്കം. വല്ലതും അറിയണ്ടോ ബഹുമാനികളെ? അറിയണ്ടോ? അത് തന്നെയല്ലേ ഇപ്പൊ മയ്യത്തിനെ മൂടിയിട്ടേക്കണു. അവിടെ എന്തെല്ലാം സംഭവിക്കണു? മയ്യത്തെല്ലാം അറിയുന്നു, പക്ഷേ പ്രതികരണം ഇല്ലല്ലോ. ശരിയല്ലേ ഇത്? ഉറങ്ങിക്കിടക്കുന്ന നമ്മുടെ അവസ്ഥ അങ്ങനെയല്ലേ? നമ്മളിതൊക്കെ അറിയുന്നുണ്ടെങ്കിൽ കള്ളന്മാരും വല്ലതും കൊണ്ടുപോകും. അപ്പം ഒരു മരണമാണ് നിന്റെ ഉറക്കം. ആ മരണത്തിലേക്ക് പ്രവേശിക്കുമ്പോ സുന്നത്തൊക്കെ എടുക്കാൻ പറ്റുമെങ്കിൽ എടുത്തോണ്ട് കിടക്ക്. ഇതിനൊക്കെ വല്ല പിന്നെ സർവകലാശാലയിൽ പഠിക്കണോ? വല്ല ദർസിലും പോണോ? മദ്രസയിലും പോകേണ്ട കാര്യമില്ല. സുബ്ഹാനല്ലാഹി 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 ഒരു 33 പ്രാവശ്യം, അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി 33 പ്രാവശ്യം, അല്ലാഹു അക്ബർ 33. എന്നിട്ട് ഹദീസിൽ കാണാൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അപ്പൊ 100 ഇങ്ങനെ ഒരു 100 തയ്ക്കുക. നാളെ എഴുന്നേൽക്കണമെന്നില്ല ബഹുമാനികളെ. അതുകൊണ്ട് ഇന്ന് കിടക്കുമ്പോൾ അങ്ങനെ തന്നെ നബിത്തങ്ങൾ പറഞ്ഞു, നിങ്ങളൊരു കാര്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് അവസാനത്തതാണെന്ന് നെയ്യത്താക്കി പ്രവേശിക്കും. അപ്പൊ ഇന്ന് കിടക്കുമ്പോൾ ഇതെന്റെ അവസാനത്തെ കടത്തമാണ്. അങ്ങനെ നെയ്യത്താക്കി ബഹുമാനികളെ. അപ്പൊ ഇതൊക്കെ ചെല്ലാൻ വരും. മരിക്കാൻ കിടക്കുമല്ലേ? ഐഷ റളിയല്ലാഹു തആല അൻഹ കിടക്കാൻ നേരത്തെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നബി തങ്ങൾ ഒരിക്കൽ പള്ളിയിൽ നിന്ന് ഇങ്ങോട്ട് കയറി വരികയാണ്. ഐഷ, നീ കിടക്കാൻ പോകണോ? അതെ, ഞാൻ ഉറങ്ങാൻ പോകാനുള്ള റസൂലേ. ഒരു ഖത്തോതിയിട്ട് കിടന്നാൽ മതി എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒരു ഹജ്ജ് ഉംറ ചെയ്തിട്ട് കിടന്നാൽ മതി എന്ന് നബിയുനാ റസൂലുള്ളാഹി. ലോക മുസ്ലിങ്ങളെ കൊണ്ട് പൊരുത്തപ്പെടിപ്പിച്ചിട്ട് കിടന്നാൽ മതി, എന്റെ ശഫാഅത്ത് നിർബന്ധമാക്കിയിട്ട് കിടന്നാൽ മതി. നേരെ ഖിബില കയറി അല്ലാഹുവിന്റെ റസൂൽ തിരിഞ്ഞ് നിസ്കരിക്കാൻ കയ്യും കൂടെ ഇട്ടു. ആയിഷ റളിയല്ലാഹു അൻഹ ഇങ്ങനെ അന്തം വിട്ടിരിക്കുകയാണ്. പടച്ചോൻ വരാൻ ഇതിപ്പോൾ എന്താ ചെയ്യാ? ഖത്തോതിട്ട് ഇപ്പം എന്ന് കിടക്കാൻ ഇത് കിടക്കണ കാര്യമല്ലല്ലോ. ഹജ്ജ് ഉംറ ഇപ്പം ഞാൻ മദീനത്തിരുന്നുണ്ട് ഹജ്ജ് ഉംറ ചെയ്യാൻ പോണേ എങ്ങനെയാണ്? ലോക മുസ്ലിങ്ങളെ കൊണ്ട് പൊരുത്തപ്പെടിപ്പിക്കണത് എങ്ങനെ നടക്കും? ഇപ്പം ഇത് അള്ളാഹിന്റെ റസൂലിന്റെ ശഫാഅത്ത് എനിക്ക് നിർബന്ധമായിട്ടേ കിടക്കാവുള്ളൂ. എങ്ങനെ ഇപ്പം നിർബന്ധമാക്കാൻ കഴിയും? അസ്വസ്ഥതയായിരിക്കുന്ന ആയിഷ റളിയല്ലാഹു തആല അൻഹ നിസ്കാരം കഴിഞ്ഞ നബി തങ്ങൾ തിരിഞ്ഞു നോക്കി, ആയിഷ നീ കിടന്നില്ലേ? അല്ലാഹുവിന്റെ റസൂൽ, ഞാൻ ഖത്ത് ഓതിയിട്ട് കിടക്കാണോ? സൂറത്തുൽ ഇഖ്ലാസ് 3 ആവർത്തി ഓതിയിട്ട് കിടന്നാൽ അതൊരു ഖത്തം ഓതിയ സ്ഥാനത്താണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ചെയ്യാൻ പറ്റൂല എന്നാ ചോദിക്കണേ? പറ്റൂലേ? മരിക്കൂന്നുള്ള പേടിയൊന്നും ഇല്ലാത്തവര്, ഹിസാബ് ഉണ്ടെന്നുള്ള പേടിയില്ലാത്തവര്, പടച്ചതമ്പുരാന്റെ ഒരു കോടതി ഉണ്ടെന്നുള്ള ചിന്തയില്ലാത്തവര്, അവർക്കൊക്കെ ബഹുമാനികളെ ഇതൊക്കെ വലിയ ഭാരം. നമുക്ക് ഹിസാബ് ഉണ്ടെന്നുള്ള പേടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊക്കെ ഇത് വെറും നിസാര. നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ പോകും. ഇതൊക്കെ മുത്തറപ്പേരയിലേക്ക് കയറാൻ നേരത്ത് ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസി എന്ന് പറയാൻ നമുക്ക് വലിയ വിഷമമുണ്ടോ? അത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. നല്ല ദാഹത്തോടു കൂടിയാ കയറി വന്നെ നമ്മൾ ചായക്കടയിലേക്ക് കയറി ചുമ്മാ അങ്ങോട്ട് ഇന്ന് ചായ കിട്ടുമോ? നല്ല ഡബിൾ സ്ട്രോങ്ങിലോ അല്ലെങ്കിൽ ഇന്ന ശൈലിയിൽ ഒരു ചായ എടുക്കണാവൂ എന്ന് പറയണം, എങ്കിലേ കിട്ടുള്ളൂ. ഇതുപോലെ കയറുമ്പോ പറയേണ്ട ഒരു തസ്ബീഹ്, ഇറങ്ങുമ്പോ പറയേണ്ട വേറൊരു തസ്ബീഹ്. ഇതിനൊന്നും പ്രത്യേകിച്ച് സമയമൊന്നും വേണ്ട. അല്ലാഹുവിന്റെ റസൂൽ പറയാ, ഈ ഇഖ്ലാസിന്റെ കൂടെ മുഅവ്വദത്തൈനി, അതായത് റബ്ബിൽ ഫലഖും റബ്ബിൻ നാസും അങ്ങോട്ട് കൂട്ടിച്ചേർക്കാൻ. അപ്പൊ ഒരു ഉംറ, ഒരു ഹജ്ജ്, ഒരു ഉംറ ചെയ്ത കൂലിയാണെന്ന് അല്ലാഹുവിന്റെ നബി മുഹമ്മദ് റസൂലുള്ളാഹി. ഇത് വല്ല ഇടങ്ങേറുണ്ടോ? ഇതിങ്ങനെ ചൊല്ലിയതിന്റെ കൂട്ടത്തിൽ എന്ത് ചെയ്യണം? ഒന്നും കൂടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഉള്ളം കൈയിലേക്ക് ഇങ്ങനെ ഊതിയിട്ട് ശരീരത്തിൽ എവിടെയെല്ലാം കൈയെത്തിക്കാൻ പറ്റുമോ അവിടെയൊക്കെ നമ്മൾ തടയി കൊടുക്കാം. മാരകമായ രോഗങ്ങളിൽ നിന്ന് കാവല് കിട്ടും. ഏറ്റവും കൂടുതൽ രോഗങ്ങളെ കൊണ്ടിട്ട് ഇടങ്ങേറാവുന്ന ആരാ? ഈ ഉമ്മത്താ. ഹോസ്പിറ്റലുകൾ കൂടുതൽ സഹോദര സമുദായത്തിൽ ചികിത്സ തേടി ചെല്ലുന്നവർ കൂടുതൽ നമ്മളും. കാരണം എന്താ? നമ്മളിതൊന്നും അനുസരിക്കാൻ തയ്യാറില്ല ബഹുമാനികൾ. അതുകൊണ്ടിട്ട് തന്നെയാണ് എത്ര സുന്നത്തായി നോക്കിയപ്പോൾ ഇതിനൊക്കെ വല്ലതും പഠിക്കാനുള്ള മനസ്സിൽ പോകേണ്ട വല്ല കാര്യമുണ്ടോ?
അതുപോലെ ലോക മുസ്ലിങ്ങൾക്ക് വേണ്ടി പൊറുക്കണേ അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. ലോക മുസ്ലിങ്ങൾക്ക് നീ പൊറുക്കണേ തമ്പുരാനെ, മുസ്ലിമാത്തുകൾക്ക് നീ പൊറുക്കണേ റബ്ബേ. മലയാളത്തിൽ പറഞ്ഞാൽ പോരെ? അള്ളാഹിന്റെ റസൂലിന്റെ പേരിൽ 10 സലാത്തില്ല, അപ്പൊ ശഫാഅത്ത് നിർബന്ധമായി. ഇതൊക്കെ കിടക്കാൻ നേരത്തെ എല്ലാം പറ്റിയതാ. പോട്ടെ, ഇതൊക്കെ ഞാൻ ഇതിലേക്ക് ചുമ്മാ ഒന്ന് കൂട്ടിമുട്ടിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ബഹുമാനികളെ, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനും ലൂത്ത് നബിയൊക്കെ അതിന് 1-ാം നമ്പർ മാതൃകയാണ്. ഇൻഷാ അല്ലാഹ് നാളെ ബഹുമാനപ്പെട്ട ലൂത്ത് നബി മുതൽ നേരെ ഭർത്താവിന്റെ കടമകൾ അങ്ങോട്ട്, അത് കഴിഞ്ഞിട്ട് അവിടുത്തെ കടമകൾ ഇങ്ങോട്ട് കേട്ടോ. ഇത് രണ്ടും കൂടെ വരുമ്പോൾ ഇന്ന് ഒരു പോയിന്റാ പ്രധാനമായിട്ട് കിട്ടിയത്. നമ്മുടെ ദാമ്പത്യ ജീവിതം തകരാനുള്ള മൂല കാരണം മതപരമാകുന്ന വിവരം ഭർത്താവിനില്ല, മതപരമാകുന്ന വിവരം ഭാര്യയ്ക്കില്ല. ഇത് നമുക്ക് ഉണ്ടാക്കാവുന്ന കേസുമാണ്. പ്രശ്നം പരിഹരിക്കാനുള്ള സാധാ ശൈലിയിലുള്ള നാടൻ വർത്താനാണ് നിങ്ങളോട് പറഞ്ഞു. പരിഹരിക്കാനുള്ള മാർഗം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ ചെറിയ കാലത്തെ ജീവിതം കൊണ്ടൊരു ശാശ്വതമായ ജീവിതത്തിന് നമ്മൾ കെട്ടിപ്പടുക്കാനായി പോണത്. അതുകൊണ്ട് ബഹുമാനികളെ, നഷ്ടക്കച്ചവടത്തിലേക്കാകരുത്. പടച്ചവനെ, 2 കുടുംബം 2 നാട് ഒരുമിച്ച് കൂടിയത് ഒരു വിരിപ്പില്. പടച്ചവനെ, നാളെ സ്വർഗീയ ഇണകളാകാൻ അള്ളാഹു ഇവിടെ കൂടിയ ദമ്പതികൾക്കൊക്കെ നീ ഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ പടച്ചവമ്പുരാനെ. ഞാൻ വർത്താനം പറഞ്ഞതിൽ അള്ളാഹുവിൻ്റെ അടിയാറുകളായ നിങ്ങൾക്ക് കേട്ടവർക്ക് വല്ല വെറുപ്പോ അറപ്പോ മുഷിപ്പോ ഒക്കെ വന്നു പോയിട്ടുണ്ടെങ്കിൽ ബഹുമാനികളെ, അതെല്ലാം നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, മാപ്പാക്കണം, പൊരുത്തപ്പെടണം. ഏതൊരു വിഷയവും സരസമായ രീതിയിൽ അവതരിപ്പിക്കുന്ന ബാവ മൗലവി അങ്കമാലിയുടെ കുടുംബജീവിതം ഇതിവൃത്തമാക്കിയുള്ള പ്രഭാഷണത്തിൻ്റെ ആദ്യ ദിവസത്തെ പ്രോഗ്രാമാണ് നിങ്ങളിപ്പോൾ ആസ്വദിച്ചത്. ഇതിൻ്റെ ബാക്കി ഏറ്റവും കാലികമായ വിഷയമായ ഭാര്യ ഭർത്താക്കന്മാരുടെ കടമകൾ ഇതിവൃത്തമാക്കുന്ന 2-ാം ദിവസത്തെ പ്രഭാഷണം യൂട്യൂബിൽ മ്യൂസ്ലാൻഡ് ഇസ്ലാമിക് ചാനലിലൂടെ ആസ്വദിക്കുക. പാർട്ട് 2. എന്നോട് ചെറുപ്പക്കാരൻ പറഞ്ഞപ്പോ, ഉസ്താദേ, ഈ മൊബൈലിനകത്ത് നോക്കി അശ്ലീലം കണ്ടുവയ്ക്കുന്ന ഭർത്താക്കന്മാരെ ഭാര്യമാരെ ഇഷ്ടപ്പെടാനുള്ള വല്ല ദുആയും ഉണ്ടെങ്കിൽ ഈ വഴുതു പറഞ്ഞ മുസ്ലിയാക്കന്മാരെ കൊണ്ട് ആ ദുആ എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ആരൊക്കെ? ഭർത്താക്കന്മാർക്ക്. സഹോദരിമാരെ, നിങ്ങളോട് ഞാൻ പറയുന്നു, നിങ്ങൾ എല്ലാ ദിവസവും പത്തിറച്ചി ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിട്ടോ, എല്ലാ ദിവസവും ബിരിയാണി ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിട്ടോ നിങ്ങളുടെ ഭർത്താവുമായിട്ട് നിങ്ങൾ സന്തോഷത്തിൽ ജീവിക്കാമെന്ന് നിങ്ങൾ കരുതണ്ട. അള്ളാഹിന്റെ റസൂൽ പറഞ്ഞത്, നബി തങ്ങൾ പറഞ്ഞു, വൈവിധ്യങ്ങൾ നിറഞ്ഞ ഇത്തരം മതപ്രസംഗങ്ങൾ യൂട്യൂബിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ മ്യൂസിലാൻഡ് ഓഡിയോസിന്റെ ഇസ്ലാമിക് ചാനലായ മ്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടണോടൊപ്പമുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ നിങ്ങളുടെ മൊബൈൽ ഫോണിലും ഞങ്ങളുടെ പുതിയ റിലീസുകൾ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്.